റെക്കോർഡിംഗ് സെഷൻ ഇട്ടിട്ടുണ്ട്. ഇതിന്റെ റെക്കോർഡഡ് സെഷൻസ് നമുക്ക് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. രജിസ്റ്റർ ചെയ്തവർക്ക് നോ വർക്ക്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പ്യൂർലി മലയാളത്തിലാണ് ഇന്നത്തെ വെബിനാർ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കാരണം അധികവും ഈ പൊസിഷനിലുള്ള ആളുകൾ ശ്രദ്ധിച്ചാൽ നമ്മൾ മലയാളികൾ പലപ്പോഴും കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. നോർത്ത് ഇന്ത്യൻസ് ആയിരിക്കും നമ്മളെ എവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഗൾഫ് കൺട്രീസിലൊക്കെ കുറെ നോർത്ത് ഇന്ത്യൻസ് ഒക്കെയാണ് ഇതിന്റെ കൂടുതലായിട്ട് കാണാറുള്ളത്. ഈ റോളിലൊക്കെ നമ്മൾ അധികം ആൾക്കാർ ഇതിനെക്കുറിച്ച് അവെയർ അല്ല. പലപ്പോഴും നമ്മളെ കേരളത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ എല്ലാ ആപ്പുകളിലും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പരസ്യങ്ങളിലൊക്കെ ക്വാണ്ടിറ്റി സർവേയർ, MEP എഞ്ചിനീയേഴ്സ് എന്നുള്ള പരസ്യങ്ങൾ മാത്രമാണ് കാണാറ്. ഈ പ്ലാനിങ് എഞ്ചിനീയറിംഗ് ഇതിന്റെ ഭാഗമായിക്കൊണ്ട് കുറെ ചെറിയൊരു പോർഷനോ ഒക്കെയാണ് പഠിപ്പിക്കാറുള്ളത്. നമുക്ക് ഇവിടെ നിന്ന് പോയവർക്കും ഇവിടെ ഉള്ളവർക്കും ഒക്കെ അറിയാം ഞാൻ പറയുന്ന കാര്യം. ടെക്നിക്കൽ പ്ലാനിങ് എഞ്ചിനീയർ ആയിട്ട് എവിടെയും പഠിപ്പിക്കുന്നില്ല. കാരണം അങ്ങനെ പഠിപ്പിക്കാൻ ഇൻസ്റ്റിറ്റ്യൂഷന് കുറെ ലിമിറ്റേഷൻ ഉണ്ട്. കാരണം ഇതൊരു പ്രൈമറി MSP ട്രെയിനിങ് മാത്രമല്ല, ഇതിന് കുറെ കാര്യങ്ങളുണ്ട്. അത് അവർക്ക് ഒരു ട്രെയിനറെ കൊണ്ടുവന്നിട്ട് ചെയ്യുമ്പോൾ അതിന് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. റിയൽ സിനാരിയോസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ട്രെയിനിങ് അവർക്ക് കൊടുക്കാൻ പറ്റും പ്രൈമറി MS പ്രോജക്ട്. പക്ഷെ ഒരു റിയൽ ചലഞ്ച് എങ്ങനെയാണ്, എന്തൊക്കെയാണ് റോള്, ഒരു കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെയാണ് ഫ്രം BOQ അല്ലെങ്കിൽ ഒരു എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് നമ്മൾ റെഫർ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർക്ക് അൺഅവെയർ ആയിരിക്കും. അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് ട്രെയിനർക്ക് ഇല്ലാത്തത് കൊണ്ടൊക്കെ പലപ്പോഴും ഇങ്ങനെ കോഴ്സ് എടുത്തുകൊണ്ട് നമുക്ക് ഇന്റർവ്യൂ ഫേസ് ചെയ്യാനോ ഒരു CV പ്രിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ ജോലിക്ക് കയറി കഴിഞ്ഞാൽ പോലും അതിലൊരു ജോലി ചെയ്യാനോ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. കാരണം നമ്മളൊക്കെ അതുവഴി കടന്നു പോയതാണ്. ഞാൻ എന്നെ കുറിച്ച് പറയാം, നമ്മൾ വെബിനാർ പെട്ടെന്ന് പറയാം. 2011 BTech കഴിഞ്ഞതാണ്. ഇതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ പഠിച്ച് ഇറങ്ങിയതാണ്. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ എല്ലാ ബുദ്ധിമുട്ടുകളും അന്ന് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇതിൽ ഞാൻ ആദ്യം സൈറ്റിൽ ആയിരുന്നു പോയത്. സൈറ്റിൽ ഏറ്റവും നമ്മൾ ഇൻവെന്ററി കൺട്രോളൊക്കെ ആയിരുന്നു ഞാൻ തുടക്കത്തിൽ വർക്ക് ചെയ്ത ഫസ്റ്റ് ഇയർ. ഞാൻ 2012 ഞാൻ സൗദി അറാംകോന്റെ സൈറ്റിലായിരുന്നു ആദ്യം എൻട്രി ആയിട്ട് കയറിയത്. പിന്നീട് ഞാൻ ഇങ്ങനത്തെ സോഫ്റ്റ് സ്കില്ലും കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തതിന് ശേഷമാണ് പ്ലാനിങ്ങിലേക്ക് സെക്കൻഡ് ഇയറിൽ ഷിഫ്റ്റ് ആയത്. അപ്പോ പറയാനുള്ളത് ഇതാണ്, നമുക്ക് അങ്ങനെ പറഞ്ഞു തരാൻ ഒരു ട്രെയിനർ ഉണ്ടാവണം. എന്തൊക്കെയാണ് റോള്, റെസ്പോൺസിബിലിറ്റി, റിയൽ ചലഞ്ചസ് എന്തൊക്കെയാണ്, എന്താണ് ഇത് പഠിച്ചുകൊണ്ടുള്ള കാര്യം, എങ്ങനെ നമുക്ക് ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരണമെങ്കിൽ നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ കൂടെ വർക്ക് ചെയ്യണം എന്ന് പറയും. അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളെടുത്തുന്നത് വേണം നമ്മൾ ഇത്തരം സോഫ്റ്റ്വെയർസ് ആണെങ്കിൽ പ്ലാനിങ് എഞ്ചിനീയറിംഗ് കോഴ്സ് പഠിക്കാനും. അതുകൊണ്ടേ നമുക്ക് അതുകൊണ്ട് കാര്യം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് ഇതിൽ. ഇപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് പറയുന്നതിൽ ഞാൻ 2011 BTech കഴിഞ്ഞിരുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞ പോലെ ഇൻവെന്ററിയിലും ക്വാളിറ്റി കൺട്രോളും ആയിരുന്നു തുടക്കത്തിൽ ഞാൻ ഫോക്കസ് ചെയ്തിരുന്നത്. പക്ഷെ അതിന്റെ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ എന്റെ സ്റ്റുഡൻസ് 12 വർഷം എക്സ്പീരിയൻസ് ഉള്ള സ്റ്റുഡന്റ് പോലും നമുക്ക് ഇപ്പോൾ പ്രൈമറി പഠിക്കാൻ വരുന്നുണ്ട്. പ്രൊജക്ട് മാനേജ്മെന്റ് റോളിലേക്ക് മാറാൻ വേണ്ടിയിട്ട് നമ്മളെ പ്ലാനിങ് എഞ്ചിനീയർ റോൾ പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫീൽഡിലൊക്കെ അല്ലേ കൂടുതൽ കോമ്പറ്റീഷൻ, പിന്നെ സർട്ടിഫിക്കേഷൻ, അതിന്റെ അപ്രൂവൽ, ഇയർലി അപ്രൂവലുകൾ, പിന്നെ ഹൈലി കോമ്പറ്റീഷൻ ആണ് ഒന്ന്. പിന്നെ അത്രയും അത് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഹൊറൈസൺ ആണ് അത്തരം പൊസിഷൻസിനൊക്കെ ഉള്ളൂ. അതിലൊരു ഗ്രോത്ത് ഇല്ലാത്തൊരവസ്ഥ ഉണ്ട്. അല്ലെങ്കിൽ ഹൈ പ്രഷർ ഉള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ പലപ്പോഴും ഫാമിലി സ്റ്റാറ്റസ് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും ഈ ഓയിൽ ആൻഡ് ഗ്യാസ് ഒക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് ഓഫ് ഷോറിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടൊക്കെ റെസിഡൻഷ്യൽ പ്രൊജക്റ്റിക്ക് മാറാൻ വേണ്ടിയിട്ട് വരുന്നവരുണ്ട്. ഇപ്പൊ തന്നെ ഈ വെബിനാറിൽ പങ്കെടുക്കുന്നവരിൽ സ്റ്റുഡന്റ് ലെവലിൽ ഉള്ളവരുണ്ട്, എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരുണ്ട്, ഫ്രഷേഴ്സ് ഉണ്ട്. എനിക്കറിയാം, നിങ്ങളെ ടൈം ഞാൻ വേസ്റ്റ് ചെയ്യുന്നില്ല. എക്സ്പീരിയൻസ് ആയ ആളുകൾ ഇതിലുണ്ട്. അവർക്ക് ആവശ്യം ഇത് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് അറിയുന്നുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ എന്നോട് വേണ്ടി കുറച്ചു നേരം നിങ്ങൾ ക്ഷമിക്കണം, നമ്മൾ കാര്യത്തിലേക്ക് പെട്ടെന്ന് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ സോഫ്റ്റ് സ്കില്ല് ഞാൻ പഠിച്ചെടുത്തത് പിന്നെ പ്രൈമറിയും MS പ്രൊജക്ട്, MS ഓഫീസ്, Power BI കാര്യങ്ങൾ, പിന്നെ വേരിയസ് വർക്ക്ഷോപ്പുകളൊക്കെ ഞാൻ PMPന്റെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. വർക്കിംഗ് എക്സ്പീരിയൻസ് ERP സോഫ്റ്റ്വെയർസിലൊക്കെ, ഡിഫറെന്റ് ERP സോഫ്റ്റ്വെയർസിലൊക്കെ ഓരോ കമ്പനിയിൽ പോകുമ്പോൾ SAP പോലുള്ളതിലൊക്കെ വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ കോസ്റ്റ് കൺട്രോളിന്റെ ഭാഗമായിട്ട് ബില്ലിങ്ങിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻവോൾവ് ആയിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ, ഓയിൽ ആൻഡ് ഗ്യാസ് പ്രൊജക്ട്സിലൊക്കെയാണ് ഞാൻ അധികവും ഇൻവോൾവ് ആയിട്ടുള്ളത്. എബ്രോഡ് ആയിരുന്നു മെജോറിറ്റി ഓഫ് മൈ എക്സ്പീരിയൻസ് ഉള്ളത്. ഞാൻ സൗദി അറാംകോ പ്രൊജക്ടുകളിൽ 4 വർഷം ഉണ്ടായിരുന്നു. ബ്രൂണെ BLNG പെട്രോളിയത്തിൽ 2 to 3 ഇയേഴ്സ് നിയർലി ഉണ്ടായിരുന്നു. ബാക്കി റെസ്റ്റ് ഓഫ് ദ ഇയേഴ്സ് 6 ഇയേഴ്സ് ഞാൻ ഒമാനിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പം കറന്റ് ഞാൻ ഒരു PMCയിൽ സീനിയർ പ്ലാനർ ആയിട്ട് വർക്ക് ചെയ്യണം.
അപ്പോൾ പ്ലാനിംഗ് എഞ്ചിനീയറിന്റെ പൊസിഷനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം എബ്രോഡ് ഗൾഫ് കൺട്രീസിലാണെങ്കിലും ഒക്കെ അവിടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഓയിൽ ആൻഡ് ഗ്യാസ് തന്നെയാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാന്റിൽ നമുക്ക് ഡിഫറെന്റ് കൈൻഡ് ഓഫ് പ്രോജക്ട്സ്, ഒരു വലിയൊരു പ്ലാന്റിൽ ഇഷ്ടം പോലെ വർക്കുകൾ വരുന്നുണ്ട്. ഗ്യാസ് പൈപ്പ് ലൈൻ ഉണ്ടാവും, ടണലിന്റെ വർക്കുകൾ ഉണ്ടാവും, വാട്ടർ ട്രീറ്റ്മെന്റ് ഉണ്ടാവും, അതേപോലെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകൾ ഉണ്ടാവും, റോഡ് വർക്കുകൾ, ഓയിൽ ആൻഡ് ഗ്യാസ് പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുള്ള മറ്റ് പ്രോസസ് പൈപ്പ് പ്ലാന്റിന്റെ മെയിൻ്റനൻസ്, ഷട്ട് ഡൗൺ, അങ്ങനെ തുടങ്ങി ഈ വർക്കിന്റെ ഒക്കെ കൺസ്ട്രക്ഷനും മെയിൻ്റനൻസും തുടങ്ങി ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന പ്രോസസ്സാണ്. അതായത് എത്ര വർഷമായിട്ട് ഈ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി തുടങ്ങിയിട്ടും ഇപ്പോഴും അതിൽ ഒരു സ്റ്റോപ്പ് എന്ന് പറയാൻ പറ്റില്ല. കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ പോലും അത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ. അപ്പം റെസിഡൻഷ്യൽ പ്രൊജക്ടുകളാണെങ്കിലും മറ്റും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഗൾഫ് കൺട്രീസിലൊക്കെ ഒരുപാട് വരുന്നുണ്ട് നമുക്കറിയാം. അപ്പൊ നിയോൺ പ്രൊജക്ട് ഒക്കെ ഉണ്ട് സൗദിയിലൊക്കെ. ഇല്ല പ്രൊജക്ടിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ വലിയ വലിയ പ്രോജക്റ്റുകളും അബ്രോഡ് വരുന്നുണ്ട്. അതുപോലെ ഇന്ത്യയിലും കേരളത്തിലൊക്കെ നോക്കുകയാണെങ്കിലും നമ്മുടെ ഇവിടെയൊക്കെ ഇപ്പം റെസിഡൻഷ്യൽ പ്രോജക്റ്റ് ഒക്കെ മിനിമം 10,000 സ്ക്വയർ ഫീറ്റ് എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. വലിയ വലിയ ക്ലയൻസ് ഒക്കെ ആവറേജ് ആ രീതിയിലേക്ക് മാറിയിട്ട് 10 to 15 crores അല്ലെങ്കിൽ 20-25 crores ഒക്കെ വീടുകളാണ്. അപ്പൊ അവിടെയൊക്കെ മൾട്ടിപ്പിൾ കോൺട്രാക്ടേഴ്സ്, മൾട്ടിപ്പിൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവിടെ റോളിൽ പ്ലാനിംഗ് എഞ്ചിനീയർ ഇല്ലാതെ അത്തരം പ്രൊജക്ടുകൾ ഹാൻഡിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ഒരു PMCനെ സംബന്ധിച്ചിട്ട്. കാരണം ഷെഡ്യൂൾ ഇല്ലാതെ ഒരു പ്രൊജക്റ്റിനും ഷെഡ്യൂൾ ഇല്ലാതെ നമുക്ക് പ്രൊജക്റ്റ് നമുക്ക് ഓൺ ടൈമിൽ അല്ലെങ്കിൽ ബഡ്ജറ്റിന്റെ ഉള്ളിൽ തീർക്കുക എന്നുള്ളതാണല്ലോ ഒരു പ്രൊജക്റ്റിന്റെ സക്സസ് ഫാക്ടർ എന്ന് പറയുന്നത്. അതിന് ഒരു പ്ലാനിംഗ് എഞ്ചിനീയർ ഇല്ലാതെ നടക്കില്ല. അതിൽ ഒരു പ്ലാനിംഗ് എഞ്ചിനീയർ പോരാ, ഒരു വലിയ പ്രൊജക്റ്റിൽ മൾട്ടിപ്പിൾ പ്ലാനിംഗ് എഞ്ചിനീയേഴ്സ് വേണ്ടി വരും, സ്പെഷ്യലൈസ് ചെയ്ത പ്ലാനിംഗ് എഞ്ചിനീയേഴ്സ് വേണ്ടി വരും. ഒരു പ്ലാന്റിൽ ഒരു ഏരിയ കവർ ചെയ്യാൻ തന്നെ മൾട്ടിപ്പിൾ പ്ലാനേഴ്സ് വേണ്ടി വരും. അതുകൊണ്ടാണ് ഇത്തരം വേക്കൻസികൾ അധികമായിട്ട് വരുന്നത്. ഇപ്പോൾ ഷട്ട് ഡൗൺ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഡെയിലി അതിലേക്ക് നമ്മൾ വരാം. വേക്കൻസികൾ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. എന്തുകൊണ്ടാണ് ഇത്തരം ആളുകൾ, കൂടുതൽ ആൾക്കാർ ഇത് പഠിക്കാൻ താല്പര്യപ്പെടുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇത്രത്തോളം പ്രോജക്റ്റുകൾ നമ്മളെ എബ്രോഡ് ഗൾഫ് കൺട്രീസ്, യൂറോപ്യൻ കൺട്രീസിലും ഇന്ത്യയിലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ വലിയൊരു ഇതാണ് ഇപ്പോൾ വരുന്നത്, സ്കോപ്പാണല്ലോ. അതിലൊക്കെ നമ്മളെ പ്ലാനിംഗ് എഞ്ചിനീയർ ഇല്ലാതെ ഒരു പ്രൊജക്റ്റും നീങ്ങാൻ പറ്റില്ല. കാരണം അത് പ്ലാനിംഗ് എഞ്ചിനീയർ മാത്രമല്ല, എല്ലാ ട്രേഡും ഉണ്ട്. പ്ലാനിംഗ് എഞ്ചിനീയർ മാത്രം എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. എന്താണ് പ്ലാനിംഗ് എഞ്ചിനീയറിന്റെ നെക്സ്റ്റ് ഇല്ലതാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. അതായത് ഇപ്പോൾ ഒരു പ്രൊജക്ട് ലൈഫ് സൈക്കിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് ലൈഫ് സൈക്കിൾ എടുക്കുമ്പോൾ അതിലൊരു ഇനീഷ്യേഷൻ ഫേസും പ്ലാനിംഗ് ഫേസും എക്സിക്യൂഷൻ ഫേസും ക്ലോസിംഗ് ഫേസും ഉണ്ടാവും. അല്ലാതെ നമ്മൾ പല പ്രൊജക്റ്റിലും നമ്മൾ കാണുന്നത് എക്സിക്യൂഷൻ ഫേസ് ആണ്. പല പ്രൊജക്റ്റും ഫെയിൽ ആകാനുള്ള കാരണം പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇനീഷ്യേഷൻ ഫേസോ പ്ലാനിംഗ് ഫേസോ ഒന്നും ഇല്ലാതെ, ബഡ്ജറ്റ് നോക്കാതെ, ടൈം നോക്കാതെ, ഒരു ഐഡിയ ഇല്ലാതെ തുടങ്ങുന്ന പ്രൊജക്റ്റുകൾ ഉണ്ടാവും. അങ്ങനെയല്ല പൊതുവെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നമ്മുടെ ഖത്തർ ഗ്യാസിൻ്റെതാണെങ്കിലും അഡ്നോക്കിൻ്റെതാണെങ്കിലും സൗദി അറാംകോൻ്റെതാണെങ്കിലും അങ്ങനെ ആയിട്ടുള്ള ഷെല്ലിൻ്റെതാണെങ്കിലും ഒക്കെ മെയിൻ എസ്റ്റിമേറ്റുള്ള ക്ലയന്റിന്റെ ഒക്കെ ഒരു 4 ഫേസ് ഉണ്ടാവും മെയിൻ ആയിട്ട്. ഇനീഷ്യേഷൻ ഫേസിൽ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ 4 ഫേസിലും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ 4 ഫേസിലും പ്ലാനിംഗ് എഞ്ചിനീയേഴ്സിന് അതിൻ്റെതായ റോളുകൾ ഉണ്ട്. ഇപ്പൊ ഒരു എക്സിക്യൂഷൻ ഫേസിൽ ഷെഡ്യൂൾ പ്രിപ്പറേഷനും മോണിറ്ററിംഗും ആണെങ്കിൽ പ്ലാനിംഗ് ഫേസിൽ അതിന്റെ ടെൻഡറിങ് കാര്യങ്ങൾ ഉണ്ടാവും. ടെൻഡറിങ് സ്കെഡ്യൂൾ ഉണ്ടാക്കേണ്ടി വരും. അപ്പൊ അതിലും നമുക്ക് പ്ലാനിംഗ് എഞ്ചിനീയേഴ്സ് റോൾ ഉണ്ട്. ഇനീഷ്യേഷൻ ഫേസിലാണ് ഇത് സ്കോപ്പ്, പ്രൊജക്ടിന്റെ പർപ്പസ്, ഐഡന്റിഫൈ സ്റ്റേക്ക് ഹോൾഡർ, പ്രൊജക്ട് ചാർട്ടർ, കോൺട്രാക്ട് എഗ്രിമെന്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം അതിലും നമ്മുടെ പ്ലാനിംഗ് എഞ്ചിനീയേഴ്സിന്റെ റോൾ ഉണ്ട്. പിന്നെ ക്ലോസിംഗ് ഫേസിൽ ഡെലിവറി ഫൈനൽ പ്രൊഡക്റ്റ് ആകുമ്പോൾ അതിന്റെ ക്ലോസ് ഔട്ട്, ചെക്ക് ഔട്ട് ഒക്കെ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്ലാനിംഗ് എഞ്ചിനീയേഴ്സിന്റെ A to Z അതിന്റെ ലൈഫ് സൈക്കിളിൽ പ്ലാനിംഗ് എഞ്ചിനീയറുടെ റോള് വരുന്നുണ്ട്. പിന്നെ ഒരു കമ്പനിന്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എടുത്ത് നോക്കുമ്പോൾ പ്ലാനിംഗ് എഞ്ചിനീയർ എന്തുകൊണ്ടാണ് വ്യത്യസ്തനാകുന്നത്? പ്ലാനിംഗ് എഞ്ചിനീയർ ആണ് നമ്മളെ ഒരു ടോപ്പ് മാനേജറിയൽ പൊസിഷനിൽ വരുമ്പോൾ ഫസ്റ്റ് 3 പൊസിഷനിൽ, അതായത് ഒരു CEO അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടറിന്റെ അണ്ടറിൽ ഒരു പ്രൊജക്ട് ഡയറക്ടർ ഉണ്ടാവും അല്ലെങ്കിൽ പ്രൊജക്ട് മാനേജർ ഉണ്ടാവും. ഈ പ്രൊജക്ട് പ്ലാനിംഗ് എഞ്ചിനീയർ ആയിട്ടുള്ള ആള് ഈ പ്രൊജക്ട് മാനേജറിന്റെ നെക്സ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന ആളാണ്. നമുക്ക് ഒരു പ്രൊജക്റ്റ് ഡിഫറെന്റ് ടൈപ്പ് ആളുകൾ ഉണ്ടാവും. നമുക്കറിയാം അവിടെ ക്വാണ്ടിറ്റി സർവേസ് ഉണ്ടാവും, സൈറ്റ് എഞ്ചിനീയേഴ്സ് ഉണ്ട്, ക്വാളിറ്റി എഞ്ചിനീയേഴ്സ് ഉണ്ട്, പ്രൊജക്ട് എഞ്ചിനീയേഴ്സ്, ഡിസൈൻ ആർക്കിടെക്ട്സുകൾ, അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഹൈറാർക്കി എടുത്ത് നോക്കുമ്പോൾ പ്ലാനിംഗ് എഞ്ചിനീയർ ആയിരിക്കും ഈ പ്രൊജക്ടിന്റെ ബാക്ക് ബോൺ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിൽക്കുന്ന ആള്. അതായത് പ്ലാനിംഗ് എഞ്ചിനീയറിന്റെ കയ്യിലായിരിക്കും ഈ പ്രൊജക്ടിന്റെ A to Z ഇൻഫർമേഷൻ ഉണ്ടാകുക. ടൈം, ഈ പ്രൊജക്ട് എപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് എപ്പോൾ തീരണം, എത്ര റിസോഴ്സ് മാനേജ്മെന്റ് എങ്ങനെ ചെയ്യണം, അതിന്റെ ബഡ്ജറ്റ് എത്ര ഉണ്ട്, അതിന്റെ ബില്ലിങ്, പ്രോഗ്രസ് ബില്ലിങ്, നമ്മളെ കോൺട്രാക്ടേഴ്സിന്റെ ബില്ലിങ് തുടങ്ങി എല്ലാം വെരിഫൈ ചെയ്യേണ്ടത്, വീക്ക്ലി റിപ്പോർട്ട്, പ്രൊജക്ട് കോർഡിനേഷൻസ് കാര്യങ്ങൾ തുടങ്ങി പ്രൊജക്ടിന്റെ ഒരു ബാക്ക് ബോൺ ആയിട്ടുള്ള ഒരാൾ. കോർഡിനേഷൻ മാത്രം എന്ന് പറയാൻ പറ്റില്ല, കാരണം ഒരു പ്രൊജക്ട് കോർഡിനേറ്റർ അല്ല പ്ലാനിംഗ് എഞ്ചിനീയർ. ഒരു ഡിസൈൻ വരക്കുന്ന ആളോ പ്ലാൻ വരക്കുന്ന ആളല്ല
പ്ലാനിങ് എഞ്ചിനീയർ. ഒരു ടെക്നിക്കൽ റോളിലുള്ള ആളും അല്ല പ്ലാനിങ് എഞ്ചിനീയർ. എന്നാലോ നമുക്ക് അത്യാവശ്യം വേണ്ട ചില സ്കില്ലുകൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പ്ലാനിങ് എഞ്ചിനീയറായി മാറാൻ കഴിയും. ജനറൽ അവയർനെസ്, സ്കോപ്പ് ഓഫ് ദ വർക്കിനെ കുറിച്ച്, ഇപ്പോൾ സിവിൽ വർക്ക്, മെക്കാനിക്കൽ വർക്ക്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ്, ജനറൽ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റിൽ നടക്കുന്ന എല്ലാ വർക്കിനെ കുറിച്ചും റീഡിങ് സ്കിൽ ഉണ്ടെങ്കിൽ, നമുക്ക് സ്കോപ്പ് റീഡ് ചെയ്യാനുള്ള സ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് പ്ലാനിങ് എഞ്ചിനീയറായിട്ട് മാറാൻ കഴിയും. ഇതിന് കൂടുതൽ ടെക്നിക്കൽ സ്കില്ലിന്റെ ആവശ്യമില്ല. നമുക്ക് ഈ പ്രോസസ്സ് മനസ്സിലാക്കാൻ വേണ്ടത് ആ പ്ലാനിങ് രീതിയിൽ നമുക്ക് ഇതൊക്കെ വായിച്ചെടുക്കാനില്ല. അപ്പൊ എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് നമുക്ക് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കണമെങ്കിൽ വേണ്ടത്? അല്ലെ, നമ്മളൊരു പ്രൈമറി നമ്മൾ പഠിച്ചത് കൊണ്ട് നമ്മൾ ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു പ്രൊജക്റ്റ് പോയാൽ നമുക്ക് പ്ലാനിങ് ആക്ടിവിറ്റീസ് ചെയ്യാൻ ഒക്കോ? ഈ പറഞ്ഞ റോളിലൊക്കെ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. അതുകൊണ്ടാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവലിൽ പഠിച്ച ആൾക്കാർ സർട്ടിഫിക്കറ്റ് പിടിച്ചിരിക്കുന്നത്. കാരണം അവർക്ക് ജോലി ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റൂല, അവർക്ക് ജോലി ചെയ്യാനും പറ്റൂല. അപ്പൊ അത് ഞാൻ പറയുന്നത് ഇപ്പോ ഫ്രഷേഴ്സിന് അല്ലെങ്കിൽ ജൂനിയേഴ്സിനോടാണ്. പക്ഷേ ഈ വെബിനാറിൽ ഇരിക്കുന്ന സീനിയർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവരോട് ഞാൻ സോറി പറയണം. കാരണം അവർക്ക് ആൾറെഡി എക്സ്പീരിയൻസും കാര്യങ്ങളും ഉണ്ടാവും, വേറെ പൊസിഷനിലായിരിക്കും, അവർക്ക് പ്രൊജക്ടിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാം. അവർ സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ട് വന്നവരാണ്. അവരോട് എനിക്ക് പറയാനുള്ളത്, പെട്ടെന്ന് നമ്മൾ ആ ഇതിലേക്ക് കടക്കുന്നതാണ്. ജസ്റ്റ് ഞാൻ ഇതൊന്ന് പറഞ്ഞു പോവുകയാണ്. ഓക്കെ. അപ്പോൾ പ്ലാനിങ് എഞ്ചിനീയറിന്റെ റോളിനെ കുറിച്ച് പറയുമ്പോൾ, കാരണം ഈ പ്ലാനിങ് എഞ്ചിനീയർ പറയുന്നത് കൺസ്ട്രക്ഷനിൽ മാത്രമല്ല, ഇവിടെ സ്റ്റീൽ പ്ലാന്റിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്, സിമെന്റ് ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പ്രീ ഫാബിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, കുറെ ഡിഫറെന്റ് ഏരിയയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, IT സെക്ടറിൽ വരെ വർക്ക് ചെയ്യുന്നുണ്ട്. എവിടെയാണെങ്കിലും നമുക്ക് പ്രൊജക്ട് മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. അതിനൊരു സ്ട്രക്ചർ വേണം, അത് മോണിറ്റർ ചെയ്യാൻ കഴിയണം, അതിന്റെ ഡിലേ മോണിറ്റർ ചെയ്യാൻ പറ്റണം, അതിന്റെ ബഡ്ജറ്റ് മോണിറ്റർ ചെയ്യാൻ കഴിയണം എന്നുള്ളത് ബേസിക് റിക്വയർമെന്റ് ആയതുകൊണ്ട് തന്നെ പ്ലാനിങ് എഞ്ചിനീയർ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ പ്ലാനർ ആവാം, ഷെഡ്യൂളർ ആവാം, ഏരിയ പ്ലാനർ ആവാം, ജോബ് ട്രാക്കർ ആവാം. ഇതൊക്കെ ഡിഫറെന്റ് നെയിമിംഗ് ആണെങ്കിൽ പോലും ഇതൊക്കെ പ്ലാനിങ് ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ നമ്മളൊരു പ്ലാനിങ് എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ കരിയർ എൻട്രി ചിലപ്പോൾ ഒരു സീനിയർ ലെവലിലായിരിക്കും, ചിലപ്പോൾ ഒരു പ്ലാനിങ് എഞ്ചിനീയർ ആയിക്കോണമെന്നില്ല. അതിന് ഷെഡ്യൂളർ എന്ന് പറയും. ഷെഡ്യൂളർ പണി ഷെഡ്യൂൾ മാത്രം നോക്കുകയാണ്. പ്ലാനിങ് എഞ്ചിനീയർ ഉണ്ടാക്കി കൊടുത്ത് ഷെഡ്യൂൾ മോണിറ്റർ ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യായിരിക്കും ഷെഡ്യൂളർ. ഏരിയ പ്ലാനർ പണി ഏരിയ നോക്കുകയായിരിക്കും, ഓരോരോ സ്മാൾ ഏരിയയിൽ അതിന്റെ പ്രോഗ്രസ് മോണിറ്റർ ചെയ്യായിരിക്കും. അപ്പോൾ അതിന്റെ മുകളിലുള്ള ആളാണ് സീനിയർ പ്ലാനർ, പ്ലാനിങ് മാനേജർ. അപ്പൊ ഇതിന്റെയൊക്കെ സാലറി സ്കെയിലും അതിനനുസരിച്ച് മാറും. സ്റ്റാർട്ടിങ് തന്നെ ഇന്ത്യൻ റുപ്പീസിൽ നോക്കുമ്പോൾ ഒരു 1 lakh മിനിമം സാലറി സ്കെയിൽ പ്ലാനിങ് ഷെഡ്യൂളർ ലെവലിലുണ്ട്. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് പോകുന്നവർക്കൊക്കെ ദുബായിലൊക്കെ 20,000 എബോവ് ആണ് സാലറി ആവറേജ്. സീനിയർ ലെവലിൽ അല്ലെങ്കിൽ പ്ലാനിങ് മാനേജർ ഒക്കെ 25,000 30,000 ഒക്കെ പ്ലാനിങ് മാനേജർ ലെവലിൽ പോകുന്നവരുണ്ട്. അതിനൊക്കെ നമുക്ക് നല്ല സ്കില്ലുകളും വേണം. ഈ പറഞ്ഞ രീതിയിൽ സീരിയസ് റോളിൽ ചെയ്യാനുള്ള സ്കില്ലും വേണം. അത് ഒരു ബാച്ചിങ് പ്ലാന്റ് ആണെങ്കിലും, ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് ആണെങ്കിലും, ഒരു മെയിൻ്റനൻസ് പ്ലാന്റ് ആണെങ്കിലും, മെയിൻ്റനൻസ് വർക്ക് ആണെങ്കിലും ഒക്കെ നമുക്ക് വേണ്ട സ്കില്ലുകൾ സെയിം ആണ്. ഈ സ്കില്ല് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് പൊസിഷൻ, ഒരു കമ്പനി വേറെ കമ്പനിക്ക് മാറുന്നുണ്ടോ, പൊസിഷൻസ് വേറെ പൊസിഷൻസ് മാറുന്നുണ്ടോ, നമുക്ക് നേച്ചർ ഓഫ് സ്കോപ്പ് മാറുന്നുണ്ടോ, നമ്മളത് ഡിസ്റ്റർബ് ചെയ്യില്ല. കാരണം നമുക്ക് വേണ്ട സ്കില്ലുകൾ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞ പോലെ സിമ്പിൾ ആയിട്ട് റീഡിങ് സ്കിൽ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റും. ഞാൻ അത് ഒന്നും കൂടി വിശദീകരിച്ച് പറഞ്ഞുതരാം. ഇപ്പൊ ഈ റോളുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് സ്ക്രീനിൽ. ഇപ്പൊ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റോൾ ഉണ്ട്. അതിൽ പ്ലാനിങ് എഞ്ചിനീയറിന്റെ ഫസ്റ്റിൽ നോക്കി കഴിഞ്ഞാൽ കാണാം എല്ലാം ഗ്രീൻ ടിക്ക് ഇട്ടത് എന്താണ്? അതായത് പ്ലാനിങ് എഞ്ചിനീയർ ആണ് ടൈം, കോസ്റ്റ്, ബിഗ് പിക്ചർ ഓഫ് വ്യൂ, പ്രൊജക്ട് ഫോർകാസ്റ്റിംഗ്, ഡിസിഷൻ സപ്പോർട്ട് തുടങ്ങി എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ചെയ്യുന്ന ഏക റോൾ പ്ലാനിങ് എഞ്ചിനീയർ ആണ്. അതുകൊണ്ട് തന്നെ പ്ലാനിങ് എഞ്ചിനീയർ നമ്മളെ മാനേജറിയൽ റോളിൽ ഒരു പൊസിഷനാണ്, കമ്പനീന്റെ കീ പൊസിഷനാണ്. മറ്റുള്ള റോളുകൾക്കൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഓരോ വർക്കിലും അവർ അതായത് ഇൻവോൾവ് ചെയ്യേണ്ട മേഖലകളുണ്ട്, അവിടെ മാത്രമാണ് അവർക്ക് ഇൻവോൾവ് ചെയ്യേണ്ടതുള്ളൂ. ക്വാണ്ടിറ്റി സർവേയർ ഒരു ക്വാണ്ടിറ്റി എസ്റ്റിമേഷനിലോ അതിന്റെ ഒരു കോസ്റ്റ് കൺട്രോളിന്റെ ഭാഗമായിട്ടോ ഒക്കെ മാത്രമായിരിക്കും നിൽക്കുക. അവർക്ക് ടൈമിൻ്റെതോ അല്ലെങ്കിൽ ബിഗ് പിക്ചറിന്റെ കാര്യങ്ങളോ പ്രൊജക്ട് മീറ്റിംഗിലോ ഒന്നും പങ്കെടുക്കേണ്ടതായിട്ട് വരില്ല. അവർക്ക് അവരുടേതായ സെർട്ടൺ ടാസ്ക് ഉണ്ട്. സൈറ്റ് എഞ്ചിനീയറിന് ഡേ ടു ഡേ സൈറ്റ് എക്സിക്യൂഷൻ ആണ് ചെയ്യേണ്ടി വരിക. ക്വാളിറ്റി എഞ്ചിനീയർ ക്വാളിറ്റി ചെക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ പ്രൊജക്ട് എഞ്ചിനീയർ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ടെക്നിക്കൽ കോർഡിനേഷൻ ചെയ്യേണ്ടത്. അത് പ്ലാനിങ് എഞ്ചിനീയറുടെ ഡ്യൂട്ടി അല്ല. ടെക്നിക്കലി ഡ്രോയിങ് കാര്യങ്ങളൊക്കെ നോക്കി ഓരോ കാര്യങ്ങൾ അതിനനുസരിച്ച് വർക്ക് എൻഷുർ ചെയ്യേണ്ടത് കാര്യങ്ങൾ സൈറ്റ് എഞ്ചിനീയർക്ക് ഗൈഡൻസ് കൊടുക്കുന്നത് പ്രൊജക്ട് എഞ്ചിനീയർ ജോലിയാണ്. പ്ലാനിങ് എസ്റ്റിമേഷൻ എടുക്കുന്ന എസ്റ്റിമേറ്റർ ജോലിയാണ്. പ്ലാനിങ് എഞ്ചിനീയർ ജോലി ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് നമുക്ക് ഡാറ്റാസ് എല്ലാം അവൈലബിൾ ആണ്. എസ്റ്റിമേഷൻ നമുക്ക് അവൈലബിൾ ആവണം ഈ എസ്റ്റിമേറ്റർ കൊണ്ട്. അല്ലാതെ എല്ലാ ജോലിയും പ്ലാനിങ് എഞ്ചിനീയർ അല്ല ചെയ്യുന്നത്. കാരണം പ്ലാനിങ് എഞ്ചിനീയർക്ക് ചെയ്യേണ്ടതായ ഒരു റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അത് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു ഇത് എന്തിനാണ് നമ്മൾ പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇപ്പോ ഇത്തരം പോസ്റ്റുകളിൽ സ്കിൽഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളെ ലാക്ക് വളരെ അധികം ഉണ്ട്. സ്കിൽഡ് ആയിട്ട് സോഫ്റ്റ് സ്കില്ല് മാത്രമല്ല, വർക്കിന്റെ നേച്ചർ അറിയണം, അത് ഉപയോഗിക്കാൻ അറിയണം, എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിക്കാൻ അറിയണം, പ്രൊജക്ടിനെ ആ ഒരു സക്സസ്ഫുൾ നേച്ചറിലേക്ക് കൊണ്ടാകാനുള്ള ഒരു കഴിവ് ഉണ്ടാവണം. അത്ര ആൾക്കാർ ഇല്ല എന്നുള്ളതാണ് സത്യം. നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു പ്രൈമറി പഠിച്ചിറങ്ങി ഇത്ര കഴിവുകൾ നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ ചലഞ്ചസ് നേരിട്ടാണ് ഇത്
നമുക്ക് ഓരോ കാര്യങ്ങളും എക്സ്പീരിയൻസ് ആയി ഡിഫറെന്റ് കൈൻഡ് ഓഫ് കാര്യങ്ങൾ പഠിച്ചിട്ടാണ് നമ്മൾ ഈ പോസ്റ്റിലേക്ക് എത്തുക. ഓക്കെ, പിന്നെ ഇതിന്റെ അഡ്വാൻറ്റേജസുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കരിയർ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് പോകാൻ പറ്റും. മറ്റുള്ളത് ചിലപ്പോൾ ഒരു എസ്റ്റിമേറ്റർ, സീനിയർ എസ്റ്റിമേറ്റർ അത്രേ ഉണ്ടാവുള്ളൂ, അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ബുദ്ധിമുട്ട്. ഇനിയിപ്പോൾ ഒരു പ്രൊജക്ട് എഞ്ചിനീയർക്ക് പ്രൊജക്ട് മാനേജർ ആവണം എന്നുണ്ടെങ്കിൽ അവിടെയും പ്രശ്നം വരും. അവർക്ക് പ്രൊജക്ട് മാനേജ്മെന്റ് സ്കില്ല് വേണം. അതിന് നിങ്ങൾ പ്ലാനിങ് പഠിക്കണം. പ്ലാനിങ് ഇല്ലാതെ, മാനേജ്മെന്റ് സ്കില്ല് ഇല്ലാതെ നിങ്ങൾക്ക് ഒരു പ്രൊജക്ട് സക്സസ്ഫുൾ ആയിട്ട് ഒരു പ്രൊജക്ട് മാനേജർ ആവാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ബാരിയർ വരും. അവിടെ നിങ്ങൾ ഈ പ്ലാനിന്റെ കാര്യം പഠിച്ചു നോക്കൂ. ഷെഡ്യൂൾ ഉണ്ടാക്കണം, ഷെഡ്യൂൾ മോണിറ്റർ ചെയ്യണം, ഏഡ് വാല്യൂ മാനേജ്മെന്റും കോസ്റ്റ് കൺട്രോളിങ്ങും അതിനെക്കുറിച്ച് ബേസിക് നോളജ് ഇല്ലാതെ ഒരു പ്രൊജക്ട് മാനേജർ ആവാൻ കഴിയുമോ? ഇല്ല. അപ്പം പ്ലാനിങ് എഞ്ചിനീയർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഇതെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പോസ്റ്റിലേക്ക് പെട്ടെന്ന് എത്താനും കഴിയും. നമുക്ക് എല്ലാത്തിലും ഒരു മാനേജറിയൽ റോളിൽ പെട്ടെന്ന് എൻട്രി കിട്ടും. അതേപോലെ പെട്ടെന്ന് മാനേജർ പോസ്റ്റിലേക്ക് മാറാനും കഴിയും. കുറഞ്ഞ പ്രായത്തിന്റെ ഉള്ളിൽ തന്നെ പ്രൊജക്ട് മാനേജർ റോളിലേക്കൊക്കെ പോകുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്, അവർ നല്ല പൊസിഷനിൽ വളരെയധികം പെട്ടെന്ന് തന്നെ ഓരോരോ പൊസിഷൻ കഴിഞ്ഞിട്ട് പ്രൊജക്ട് മാനേജർ ആയിട്ട് മാറുന്നുണ്ട്. നല്ല ഏർണിംഗ് പൊട്ടൻഷ്യൽ ആണ് ഓരോ സ്റ്റേജ്. നമ്മൾ പറഞ്ഞു എൻട്രി ലെവലിൽ തന്നെ 1 lakh എബോവ് ഉണ്ട്. അതായത് ഇപ്പോൾ ദുബായിലൊക്കെ, സൗദിയിലൊക്കെ എടുക്കുകയാണെങ്കിൽ 7,000 to 10,000 സൗദി റിയാൽ അല്ലെങ്കിൽ AED ഒക്കെയാണ് ഇതിന്റെ ഒരു ആവറേജ് സാലറി സ്കെയിൽ വരുന്നത്. പിന്നെ ഗ്ലോബൽ മൊബിലിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രാജ്യങ്ങളിൽ ബ്രൂണൈ ഷെൽ പെട്രോളിയത്തിൽ വർക്ക് ചെയ്തു. ഞാൻ സൗദിയിൽ 4 വർഷം ഉണ്ടായിരുന്നു. ഡിഫറെന്റ് ഏരിയയിൽ ഡിഫറെന്റ് പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തു. ഒമാനിൽ 6 years വർക്ക് ചെയ്തു. ഇതൊക്കെ എനിക്ക് ഡിഫറെന്റ് കാര്യം വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോഴും എനിക്ക് ഓപ്പണിംഗ് കിട്ടുന്നില്ല, ഓഫർ കിട്ടുന്നതൊക്കെ ഡിഫറെന്റ് കൺട്രീസിൽ കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ ഒരു ഗ്ലോബൽ മൊബിലിറ്റി കിട്ടും. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രൊജക്റ്റ് ആവും. അതിലൊക്കെ നമുക്ക് ഒരിക്കലും വേക്കൻസി ഇല്ലാത്ത ജോലി ഉണ്ടാവുമോ എന്നുള്ളൊരു ഡൗട്ടിന്റെ ആവശ്യമില്ല. ആൾ വേൾഡ് വൈഡ് ഇതിന് സ്കോപ്പ് ഉണ്ട്. പ്രൊജക്റ്റ് ഇല്ലാത്തടത്തോളം പ്ലാനിങ്ങിനും പ്ലാനിങ് എഞ്ചിനീയർക്കും സ്കോപ്പ് ഉണ്ടാവും. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒന്നും വേറെ ആവണ്ട. ഇത് പഠിച്ചാൽ ജോലി കിട്ടുമെന്നുള്ള ഒരു ഡൗട്ട് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അവരോട് പറയാനുള്ളത്, ഈ പ്രൊജക്റ്റുകളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ റോൾ ഇല്ലാതെ നടക്കൂല എന്നുള്ളതാണ് ഇതിന്റെ സത്യം. പിന്നെ നമ്മൾ പറഞ്ഞു, ഇത് ജസ്റ്റ് ഒരു ടെക്നിക്കൽ റോളോ അല്ലെങ്കിൽ സൈറ്റ് എക്സിക്യൂഷന്റെ റോളോ അല്ല. ഇതൊരു മാനേജറിയൽ പ്ലസ് ടെക്നിക്കലും പ്ലസ് കോർഡിനേഷൻ സ്കില്ലും വേണ്ട ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ള റോളാണ് പ്ലാനിങ് എഞ്ചിനീയർ എന്ന് പറയുന്നത്. സാലറി സ്കെയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം, ഒരു വെറുതെ ജസ്റ്റ് നോക്കറിയിലോ അല്ലെങ്കിൽ നമ്മളെ ലോക്കൽ ഇന്ത്യൻ മാർക്കറ്റ് സൈറ്റുകളൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ കാണിച്ച സ്ക്രീനിൽ കാണിച്ച സാലറി സ്കെയിലുകളായിരിക്കും ഉണ്ടായിരിക്കാം ഏകദേശം. അവിടെ വെച്ച് നോക്കുമ്പോൾ പ്ലാനിംഗ് എഞ്ചിനീയർ സാലറി കമ്പയറിൽ കൂടുതലായിരിക്കും. കാരണം മാനേജറിയൽ റോളാണ്. പിന്നെ അതൊരു യൂണിക് പൊസിഷനുമാണ്. അത് തന്നെ എൻട്രി ലെവല്, മിഡ് ലെവല്, സീനിയർ ലെവലിൽ നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂര്, ബോംബെ എന്നുള്ള സ്ഥലത്തൊക്കെ ഇഷ്ടംപോലെ പ്രൊജക്ടുകൾ, ഇൻഫ്രാസ്ട്രക്ചർ വർക്കുകളുടെ അവിടെ ഒരു കളിയാണ്. അപ്പൊ അവിടെയൊക്കെ ഒരു പ്ലാനിംഗ് എഞ്ചിനീയർ ഇല്ലാതെ ഈ പ്രൊജക്റ്റ് ഒന്നും സക്സസ്ഫുൾ ആയിട്ട് പോകില്ല. ഇപ്പൊ നമ്മൾ കൊച്ചിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ശോഭ ഡെവലപ്പേഴ്സിന്റെ പ്രൊജക്ട് എത്ര വലിയ ഫേസ് ആണ് പോകുന്നത് നിങ്ങൾ നോക്കിയാൽ കാണാം. എത്രത്തോളം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നടക്കുന്നത്. അതിനൊക്കെ ഒരു ഷെഡ്യൂൾ ഇല്ലാതെയാണോ നടക്കുന്നതെന്നാണ് നമ്മൾ കരുതുന്നത്. അതിനൊക്കെ പ്ലാനിംഗ് എഞ്ചിനീയേഴ്സ് ഉണ്ട്, പ്ലാനിംഗ് മാനേജർ ഉണ്ട്, വലിയൊരു പ്ലാനിംഗ് ടീം തന്നെ അതിന്റെ കൂടെ ഉണ്ട്. സൈറ്റ് മറ്റുള്ള കാറ്റഗറി ഉള്ള പോലെ തന്നെ അവിടെയൊക്കെ പ്ലാനിംഗ് എഞ്ചിനീയേഴ്സിന് ആവശ്യമുണ്ട്. ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന ഒരു PHലാണ്. കേരളത്തിൽ പോലും ഇപ്പോ ഈ പറഞ്ഞ പോലെ ഒരു ട്രെൻഡ് വരുന്നുണ്ട്. 10,000 15,000 ഒക്കെ സ്ക്വയർ ഫീറ്റ് വീടുകളാണ്. അപ്പൊ അവിടെയൊക്കെ പ്ലാനിംഗ് എഞ്ചിനീയർ റോൾ ഇല്ലാതെ നമുക്ക് ഒരു PMCക്കും നിലനിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ആ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ ആൾറെഡി അത്രയും പാക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. കേരളത്തിലും സ്വാഭാവികമായിട്ടും അത് പാക്കേജ് കൂട്ടേണ്ടി വരും. കാരണം ലാക്ക് ഓഫ് പീപ്പിൾ ഇതിൽ പ്രൊജക്ട് ഇനി കൂടി വരുമ്പോൾ ഉണ്ടാവും സ്കിൽഡ് ലേബറിന്റെ. ഗൾഫിൽ പിന്നെ മുന്നേ ഓയിൽ ആൻഡ് ഗ്യാസിന്റെ ഇത് ഉണ്ടായത് കൊണ്ട് ഇപ്പോഴും ഓയിൽ ആൻഡ് ഗ്യാസിന്റെ പ്രൊജക്ടുകൾ വരുന്നുണ്ട്, റിഗുകൾ വരുന്നുണ്ട്. ഇപ്പൊ എക്സിസ്റ്റിംഗ് പ്ലാന്റുകളൊക്കെ തന്നെ ആനുവലി മെയിൻ്റനൻസ് നടക്കും. 2-3 പ്രാവശ്യം മെയിൻ്റനൻസ് ഉണ്ടാവും. അപ്പോഴൊക്കെ ഈ ഷട്ട് ഡൗണിന്റെ പരസ്യങ്ങൾ പേപ്പറിൽ ഉണ്ടാവും. പ്ലാനിംഗ് എഞ്ചിനീയർ ഇപ്പൊ ദുബായിൽ ഒക്കെ വിസിറ്റിംഗ് വിസയിലൊക്കെ പോയിരിക്കുന്ന കുറെ ആളുകൾ ഇതിലുണ്ടാവും. അവർക്കറിയാം പ്ലാനിംഗ് എഞ്ചിനീയർ എത്രത്തോളം വേക്കൻസികൾ അവിടെയൊക്കെ ഉണ്ട്. അഡ്നോക്കിന്റെതും ഖത്തർ പെട്രോളിയത്തിലും സൗദി അറാംകോന്റെ അതിലൊക്കെ. കാരണം വർഷം ആകുമ്പോൾ ഈ 2-3 പ്രാവശ്യം ഈ പ്ലാന്റുകളൊക്കെ മെയിൻ്റനൻസ് ചെയ്യും. അപ്പൊ മാസ് റിക്രൂട്ടിംഗ് ആണ് നടക്കല്. 3-4 മാസം ആയിരിക്കും, ചിലപ്പോൾ ഷോർട്ട് ടൈമിനായിരിക്കും നിങ്ങളെ സെലക്ട് ചെയ്യാന്നുള്ളതൊക്കെ പോലും. ഓരോ മാസം തന്നെ നിങ്ങൾക്ക് 1.5 to 2 lakhs സാലറി അത് നിൽക്കാൻ പറ്റും. അതായത് ഒരു 3-4 മാസം പോയാൽ നിങ്ങൾക്ക് എന്താക്കും, ഒരു 6-7 ലക്ഷം രൂപ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ 1-2 ഷട്ട് ഡൗൺ നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി സമയം ഫ്രീ ആയിട്ട് ഇരുന്നാൽ പോലും നമ്മൾക്ക് ഷട്ട് ഡൗൺ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ അങ്ങനെ കുറെ കാലം നടന്നു കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഞാൻ ഷട്ട് ഡൗൺ എടുക്കുമായിരുന്നു, ഇടയ്ക്ക് ബ്രേക്ക് എടുക്കുമായിരുന്നു. അപ്പൊ നമുക്ക് ഒരു 3-4 മാസം വർക്ക് ചെയ്താൽ മതി. ബാക്കി എൻ്റെ ഇയർ നമ്മൾ ഫ്രീ ആയിട്ട് നടന്നാൽ അത്രയും നമുക്ക് ഏണിങ് കിട്ടും. അതിൽ തന്നെ ഇപ്പോൾ നല്ല സാലറി, സീനിയർ ലെവലിലൊക്കെ പോകുന്നവര് ഞാൻ പറഞ്ഞ പോലെ 20,000 എബോ ഒക്കെ സൗദി റിയാൽ
ഏൺ ചെയ്യുന്നവരുണ്ട്, ഫ്രീ വിസക്ക് പോയി വർക്ക് ചെയ്യുന്നവരുണ്ട്. അവർക്കൊക്കെ ഹവർലി റേറ്റ് 65 സൗദി റിയാല്, 75 സൗദി റിയാല്, 95 സൗദി റിയാല് പെർ ഹവറാണ് അവരെ ചാർജ് വരുന്നത്. അവർക്കറിയാം അവിടെ മാൻ പവർ ലേബർ സപ്ലൈയിലൊക്കെ ഒരുപാട് ഏജൻസീസ് കമ്പനീസ് ഉണ്ട്. അവരൊക്കെ ഈ ഓരോ പ്ലാനിങ് എഞ്ചിനീയേഴ്സിനും കൊടുക്കുന്ന ചാർജ് ആക്കുന്നത് ഇത്രയാണ്. അപ്പൊ അത് ഫ്രീലാൻസ് വിസയിൽ പോയിട്ട് അത്രയും ഹവർലി വർക്ക് ചെയ്യുന്ന ആളുകളും നമ്മളെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. ജസ്റ്റ് പറയാം, ഓപ്പർച്യൂണിറ്റീസിന്റെ കാര്യം പറയുന്നത്, ഓഫർ കിട്ടോ എന്നുള്ളത്, ജോലി കിട്ടോ എന്നുള്ളത് ഡൗട്ടില്ല. ഒരുപാട് ആളുകളുണ്ട്, സ്വിച്ച് ചെയ്താൽ പ്രശ്നമാകുമോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അതിനൊന്നും പ്രശ്നമില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ ഇത്രയും കാര്യങ്ങൾ. ഇതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സാലറി സ്കെയിൽ നോക്കിക്കഴിഞ്ഞാൽ പ്ലാനിങ് എഞ്ചിനീയേഴ്സിന്റെ സാലറി അതിൽ മറ്റുള്ള എല്ലാ പോസ്റ്റിലാരെ കൂടുതലായിരിക്കും. മാത്രമല്ല ജോലി ഒരു വൈറ്റ് കോളർ ജോബാണ്. ടെൻഷൻ കമ്പയർലി നമുക്ക് ടെൻഷൻ ഇല്ല എന്ന് പറയാനില്ല, നമ്മൾ ഹൈലി പൊസിഷൻ നല്ല ടെൻഷൻ ഉണ്ടാവും കാര്യങ്ങൾ. പക്ഷെ കമ്പയർലി ടെക്നിക്കലി ആൻഡ് മാനേജറിയൽ ഒന്നും കൂടി എല്ലാം കൂടി നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മാനേജറിയൽ നോക്കിയാൽ മതി. നമുക്ക് അതിൻ്റെതായ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ടൂളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ, നമുക്ക് വർക്ക് അറിയെങ്കിൽ നമുക്ക് ടെൻഷൻ്റെ ആവശ്യമില്ല. നമ്മൾ കോർഡിനേറ്റ് ചെയ്യാണ്, നമ്മുടെ ഡിലേ റിപ്പോർട്ട് ചെയ്യാണ്, നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്, നമ്മൾ ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്ക് പിൻ പോയിന്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. പ്രൊജക്ട് എവിടെ ഡിലേ വന്നു, എത്ര പ്രൊജക്ട് ഇങ്ങനെ എത്ര വരുന്നുണ്ട്, എവിടെയൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യണം, അവിടെയൊക്കെ ഷൂട്ട് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. നമ്മുടെ സ്കില്ല് അത്രേ ഉള്ളൂ. ആ സ്കില്ല് പഠിച്ചെടുക്കുകയാണ് വേണ്ടത്. എഗെയിൻ ഞാൻ ചോദിക്കുകയാണ്, ഈ സ്കില്ലുകളൊക്കെ നമുക്ക് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിട്ടുമോ? കിട്ടൂല. ഒരാൾക്കും പ്ലാനിങ് എഞ്ചിനീയറിംഗ് നമുക്ക് പഠിപ്പിച്ച് തരാൻ കഴിയൂല. അവിടെ സോഫ്റ്റ്വെയർ ട്രെയിനിങ് മാത്രമേ പോസിബിൾ ആവുള്ളൂ. ഇപ്പൊ നിങ്ങൾ നിലവിൽ ഇപ്പോ സൈറ്റ് ഇപ്പൊ ജോബിന്റെ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറയാം, ഇൻഡീഡ്, ഗ്ലാസ് ഡോർ, ജോബ്ടെഡ്, ജോറ, ഫൗണ്ടിറ്റ് അല്ലെങ്കിൽ നോക്കറി ഗൾഫ് തുടങ്ങിയ ഏതിലും പോയിട്ട് ജസ്റ്റ് ഒന്ന് പ്ലാനിങ് എഞ്ചിനീയർ, ഞാൻ പറഞ്ഞ പോലെ ഷെഡ്യൂളർ അല്ലെങ്കിൽ സീനിയർ പ്ലാനിങ് മാനേജർ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കാം. ലിങ്ക്ഡിനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കാം. നമ്മളെ ഇൻസ്റ്റാ പേജ് ജസ്റ്റ് ഞാൻ ആ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് എങ്ങനെ നമുക്ക് ജോബ് സെർച്ച് ചെയ്യാന്നുള്ളത്. അപ്പൊ അതിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഈ പറഞ്ഞ സാധനം, ഈ ഡാറ്റ ഞാൻ എടുത്തിട്ടുള്ളത് അതിൽ നിന്ന് ഡയറക്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തതാണ്. ഇപ്പൊ കറന്റ് ഉള്ള വേക്കൻസീസ് ആണ്. ഇപ്പൊ ഇന്ത്യയിലും വിദേശത്തും കാര്യങ്ങളായിട്ട് ഇഷ്ടം പോലെ വേക്കൻസികൾ ഉണ്ട്. അതുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ വേക്കൻസി ഏത് ജോലി കിട്ടുമോ എന്നുള്ള സംശയം വേണ്ട എന്ന് വീണ്ടും പറയാൻ. അത് തന്നെ നിങ്ങൾ ഒരു പ്ലാന്റിൽ തന്നെ അള്ളി പിടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അവിടെ തന്നെ നിൽക്കേണ്ട ആവശ്യമില്ല. ഇഷ്ടംപോലെ അതിലാരും ബെറ്റർ ആയിട്ടുള്ള ഓപ്പണിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ, നിങ്ങൾ ട്രൈ ചെയ്ത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് മാറാം. ഡൈനാമിക് ആയിട്ട് ചിന്തിക്കാം. നമ്മൾ ഒരു കമ്പനിയിൽ തന്നെ സ്ഥിരമായിട്ട് നിന്നിട്ട് നമുക്ക് അങ്ങനെ നിൽക്കില്ലാതെ കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് മാറിക്കൂടാ? എന്താണ് നമ്മളെ ബാക്ക് ചെയ്തത് പിടിച്ചു വെക്കുന്നത് എന്നുള്ളത് കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും കമ്പനിയിൽ ഇഷ്യൂ വേറെ കമ്പനിക്ക് മാറാം, വേറെ രാജ്യത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ അതിനൊക്കെ ഈ ഹൈലി ഡൈനാമിക് മൊബിലിറ്റി നമ്മൾ പറഞ്ഞല്ലോ, ആ മൊബിലിറ്റി ഓപ്ഷൻസ് ഇതിൽ കിട്ടും. ഇപ്പൊ ഞാൻ കാണിച്ചതെല്ലാം ഈ സെപ്റ്റംബർ മന്തിൽ ഏജൻസീസും പേപ്പറിൽ വന്ന ആഡാണ്. ഇതിലെല്ലാത്തിനും പ്ലാനിങ് എഞ്ചിനീയറിന്റെ വേക്കൻസി ഉണ്ട്. ഓരോ പോസ്റ്ററിൽ നോക്കുമ്പോഴും നിങ്ങൾക്ക് പ്ലാനിങ് എഞ്ചിനീയറിന്റെ വേക്കൻസി കാണാൻ പറ്റും. ഓരോ ഖത്തർ, ദുബായ്, അബുദാബി, സൗദി, ഒമാൻ, യുഎഇ, അതിൽ ഓരോന്നിന്റെയും സാലറി സ്കെയിൽ കൊടുത്തതുണ്ട്, അല്ലാത്തതും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ മന്തിൽ മാത്രമാണ് കുവൈത്തിൽ ഉള്ളത് തന്നെയാണ്. ഫസ്റ്റത്തെ കുവൈത്തിലാണ് ഫ്രീ റിക്രൂട്ട്മെന്റ്. ഇതില് ഇന്ന് ഇന്റർവ്യൂ പാസ്സായ ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു. പുള്ളിക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു. പുള്ളി ഇതേപോലെ വന്ന് നമ്മൾ ട്രെയിനിങ് കൊടുത്ത് അവർക്ക് എന്തൊക്കെ വരും ചോദിക്കും എന്ന് പറഞ്ഞ് കൊടുത്ത് അവരെ CV പ്രിപ്പയർ ചെയ്ത് അവർക്ക് വേണ്ട മറ്റുള്ള പല കാര്യങ്ങളും ചെയ്ത് കൊടുത്ത്, നമുക്കറിയാം അവർ ഇന്റർവ്യൂവിൽ എങ്ങനെയാണ് വരിക, എന്തൊക്കെ റോളാന്നുള്ളത്. അപ്പൊ ഇന്റർവ്യൂർ ചോദിക്കുമ്പോൾ ആസ് എ പ്ലാനിങ് എഞ്ചിനീയർ എന്നുള്ള രീതിയിൽ ആ ചലഞ്ചസ് ഫേസ് ചെയ്യാൻ അയാൾ ഏബിൾ ആണോ, സ്കില്ലുണ്ടോ, ടൂളുകളൊക്കെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ, എവിടെയാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഇന്റർവ്യൂർ ചോദിക്കും. ആ രീതിയിൽ തന്നെ നമ്മൾ ഉത്തരവും പറയണം. അപ്പൊ അതിനുള്ള രീതിയിലാണ് നമ്മൾ ട്രെയിനിങ്ങും കൊടുത്തിട്ടുള്ളത്. ഫോർ ഷുവർ നമ്മൾ സോഫ്റ്റ്വെയർ സ്കില്ലിംഗ് ആണ് കൊടുക്കുന്നത്, സോഫ്റ്റ്വെയർ സ്കില്ലാണ് കൊടുക്കുന്നത്. പ്രൈമറി ആണ് പഠിപ്പിക്കുന്നത്, MS പ്രൊജക്റ്റ് ആണ് പഠിപ്പിക്കുന്നത്. പക്ഷെ അത് മാത്രം പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ആവില്ല. അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ ഈ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന രൂപത്തിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക, 1 to 1 ആണ് നമ്മൾ ട്രെയിനിങ് ഉണ്ടാവുക. ഫ്ലെക്സിബിൾ ടൈമിംഗ് ആണ്. വാട്സപ്പ് ത്രൂ എനി ടൈം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നിങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് ചോദിക്കുക കാര്യങ്ങൾ. സെക്കൻഡ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണ്ട ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ വെബിനാറിൽ തന്നെ ഇരിക്കുന്നവർ പല ആൾക്കാരുണ്ട്. ഇപ്പൊ 10-12 വർഷമായ ആളുകളും ഇതിലുണ്ട്. അവരെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല, പെട്ടെന്ന് വൈൻഡ് അപ്പ് ചെയ്യുക. അവർക്ക് കാര്യങ്ങളൊക്കെ അറിയും, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാരുണ്ടാവും, ഒന്നും അറിയാത്തവരുണ്ടാവും. അതുകൊണ്ട് കോമൺ ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ അധികം ടൈം ഞാൻ എടുക്കുന്നില്ല, നമുക്ക് ഇന്ററാക്റ്റീവ് സെഷനിലേക്ക് പെട്ടെന്ന് പോകാം. ഞാൻ ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ ഇത്രയും
വേക്കൻസികൾ ഡെയിലി വരുന്നുണ്ട്. ഇതിപ്പോ കഴിഞ്ഞ ആഴ്ച മാത്രം വന്നതാണ്. ഇങ്ങനെയുള്ള ഒരു ഇത് ഈ പറഞ്ഞ ഈ ആഡ് കണ്ടിട്ട് ഇന്നിട്ട ആഡാണ് ഇത്. ഇന്ന് ഞാൻ ഗ്രൂപ്പിലിട്ട ഈ ആഡ് കണ്ട് കൊച്ചിയിൽ പോയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടാണ് നമ്മളൊരു സ്റ്റുഡന്റ് ഈ പറഞ്ഞ പാക്കേജിൽ അവിടെ ജോയിൻ ചെയ്തത് അബുദാബിയിൽ. ഇന്ന് ഓഫർ കിട്ടി. അവർക്ക് ഒരു എക്സ്പീരിയൻസ് മുന്നേ പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളെ പ്ലാനിങ് കമ്മ്യൂണിറ്റി ഉണ്ട് നമ്മളെ സ്റ്റുഡൻസിന് കാര്യങ്ങൾക്ക്. അവിടെ നമ്മൾ ഫ്രീ സ്റ്റഡി മെറ്റീരിയൽ കൊടുക്കാറുണ്ട്. അവിടെ റിഫ്രഷിങ് കോഴ്സുകൾ നടക്കാൻ ഡിസ്കഷൻ നടക്കാറുണ്ട്. അവിടെ ഇതേപോലെ ഇത് ഇടാറുണ്ട്, ജോബ് ആഡുകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അവിടെ ടിപ്സുകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അവിടെ എല്ലാവർക്കും നമ്മൾ ഇപ്പൊ എനിക്കറിയാത്ത കാര്യങ്ങളുണ്ടാവും. അപ്പൊ അവിടെ പ്ലാനിങ് മാനേജേഴ്സ് വരെ അതിൽ ആ ഗ്രൂപ്പിലുണ്ട് ഓൾറെഡി ഉള്ളവർ. അവർ പഠിച്ച ഓരോരോ എക്സ്പെർട്ടൈസിൽ ഇപ്പം ഡിലേ അനാലിസിസിൽ ഉണ്ടാവും, അതുപോലെ എക്സ്റ്റൻഷൻ EOT എന്ന് പറഞ്ഞതിൽ സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാരുണ്ടാവും, ടെക്നിക്കലി സ്പെഷ്യൽ നോളജ് കൂടിയ ആൾക്കാർ, അവരൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് അവരെ കാര്യങ്ങൾ, ജോബ് ഷെയർ ചെയ്യും. ഇപ്പൊ ഇതൊക്കെ പലതും ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത് നമ്മളെ സ്റ്റുഡൻസ് തന്നെയാണ്. പല രാജ്യങ്ങളിലെ സ്റ്റുഡൻസ് അവർ ഷെയർ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മളെ ഗ്രൂപ്പിൽ നമ്മൾ അവരോട് ഇടാൻ പറയാറുണ്ട്. ചിലത് എന്റെ കയ്യിൽ ഞാൻ പേഴ്സണലി ഞാൻ ഇടാറുണ്ട്. അപ്പൊ ഇതൊക്കെ നോക്കിയിട്ട് അപ്ലൈ ചെയ്യണം. നമുക്ക് ജോബ് ഹണ്ടിങ്ങിന് കുറെ ടിപ്സുകൾ ഉണ്ട്. നമ്മൾ CV മേക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ അതിൽ എന്തൊക്കെ ഇടണം, എങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കോഴ്സിന്റെ ഭാഗമായിട്ടും അവർക്ക് പ്രത്യേകം ഗ്രൂപ്പ് 1-to-1 സെഷനിൽ കൊടുക്കാറുണ്ട്. വാട്സപ്പ് ത്രൂ ആണ് ചാറ്റ്, എനി ടൈം ഞാൻ അവൈലബിൾ ആയിരിക്കും. അതുപോലെ ഗൂഗിൾ മീറ്റിൽ നമ്മൾ ക്ലാസ് വെച്ച് കൊടുക്കാറുണ്ട്, സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഇതുപോലെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെക്കോർഡ് സെഷൻസും കൊടുക്കും. അവർക്ക് എനി ടൈം ഫ്രീ ഉള്ള സെഷൻ, അപ്പോൾ അവർ വർക്ക് ചെയ്യുന്നവരായതുകൊണ്ട് എപ്പോഴാണോ ഫ്രീ ആ സമയത്ത് അവർക്ക് ഇരുന്നിട്ട് അത് നോക്കിയിട്ട് അപ്പൊ തന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ കോൾ ചെയ്യുക. എന്നിട്ട് ഡൗട്ട് ചോദിച്ചാൽ അപ്പൊ തന്നെ അത് സോൾവ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് മനസ്സിലാകാത്തവർക്ക് സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് പറഞ്ഞു കൊടുക്കും. റെക്കോർഡഡ് സെഷൻസ് വേണമെന്നുണ്ടെങ്കിൽ മനസ്സിലാകാത്ത ഏരിയ വീണ്ടും റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ആണ് നമ്മളൊരു 1-to-1 സെഷനാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10-15 ഡേയ്സിന്റെ ഉള്ളിൽ ഒരു ബേസിക് നോളജ് ഇല്ലാത്ത ആൾക്ക് പോലും അഡ്വാൻസ് ലെവലിൽ ഒരു ഏൺ വാല്യൂ മാനേജ്മെന്റ് ലെവലിൽ കോസ്റ്റ് കൺട്രോളിങ്ങിന്റെ ബേസിക് നോളജ് വരെ നമ്മളത് പറഞ്ഞു കൊടുക്കും എങ്ങനെയൊക്കെ. പിന്നെ എന്തൊക്കെ റിപ്പോർട്ടുകളാണ്, പ്രൈമറി മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. നമുക്കൊരു പ്രൊജക്റ്റിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യണം, ആക്ച്വൽ സൈറ്റിലാണ് പറയണം, അല്ലാതെ കൺസെപ്റ്റ് തിയറി മാത്രം പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എന്തൊക്കെ റിപ്പോർട്ടുകളാണ്, അതിന്റെ ഫോർമാറ്റുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. ഇൻ കേസ് അവർ പോയാലും ഒരു കമ്പനിയെ ജോയിൻ ചെയ്യുമ്പോൾ അവർ ബുദ്ധിമുട്ടരുത്. ഒരു പ്രൊഡക്ഷൻ പ്ലാന്റിൽ പോയാലും ഒരു ഫാബ്രിക്കേഷൻ യാർഡിൽ പോവുകയാണെങ്കിലും കൺസ്ട്രക്ഷനിൽ പോവുകയാണെങ്കിലും MEPയിൽ പോവുകയാണെങ്കിലും അതല്ലെങ്കിൽ ഓയിൽ ആൻഡ് ഗ്യാസിന്റെ പൈപ്പിങ്ങിൽ പോവുകയാണെങ്കിലും ഒക്കെ അവിടെ എന്തൊക്കെയാണ് വരിക, എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ഇത്രയും കാലത്ത് നമ്മളെ ഒരു എക്സ്പീരിയൻസിൽ ഓരോ പ്രൊജക്റ്റും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എക്സ്പീരിയൻസ് പ്രൊജക്റ്റിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് എന്തൊക്കെയാണ് വരിക കാര്യങ്ങളൊക്കെ. അപ്പൊ ഇനി ഒരു പ്ലാനിങ് എഞ്ചിനീയർ ആവണം, എന്തുകൊണ്ട് ആവണം, എന്താണ് അതിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ നെക്സ്റ്റ് പറയാനുള്ളത്, നമ്മൾ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ അതാണ് സ്റ്റെപ്പ് 1-ൽ അതാണ് ഇപ്പൊ ഞങ്ങൾക്ക് പറഞ്ഞത്. രണ്ടാമത്തത് നമുക്ക് എന്തൊക്കെ സ്കില്ലുകളാണ് വേണ്ടത് അതും ഞാൻ പറഞ്ഞു തന്നു. നമുക്ക് വേണ്ട സോഫ്റ്റ് സ്കില്ലുകൾ പ്രൈമറി MS എക്സൽ തന്നെയാണ് ഇപ്പോഴും. പിന്നെ പ്ലാനിങ് പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ട് അഡ്നോക്ക് ആണെങ്കിലും ഖത്തർ പെട്രോളിയം ആണെങ്കിലും ഒക്കെ ഒരു ഡോക്യുമെന്റ് ഉണ്ട് ഇവർക്ക്. ഇത് എങ്ങനെ വർക്ക് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതിന് ഒരു റിട്ടേൺ ഡോക്യുമെന്റ് ഉണ്ടാവും. വിത്ത് സ്കോപ്പ് ഓഫ് വർക്ക് പോലെ തന്നെ അതിൽ പ്ലാനിങ് പ്രൊസീജിയർ ഒരു ഡോക്യുമെന്റാ. അതിൽ പറയുന്നുണ്ട് ഇന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് പ്ലാനിങ് ആക്ടിവിറ്റീസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രൈമറിക്കും MS പ്രൊജക്റ്റിനൊക്കെ ഇത്രയും ഇമ്പോർട്ടൻസ് വരാൻ കാരണം. കാരണം ഓരോ പ്രൊജക്ട്സിലും അതേ സോഫ്റ്റ്വെയർ വെച്ചിട്ട് തന്നെ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. സ്കിൽ നീഡഡ് നമുക്ക് വേണ്ടത് ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷന്, ടൈം മാനേജ്മെന്റ്, റീഡിംഗ്, ഡ്രോയിങ്, OQ, റീഡിംഗ് സ്കിൽസ്, ഷെഡ്യൂളിംഗ് സ്കിൽസ്, എക്സലിലെ ബേസിക് നോളജ് കാര്യങ്ങൾ, അതായത് ഒരു ഡെയിലി പ്രോഗ്രസ് റിപ്പോർട്ട്, അതുപോലെ വീക്കിലി റിപ്പോർട്ട്, ഒരു PPT നോളജ്, ഇത്തരം ബേസിക് സംഗതികളും നമുക്ക് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വേണ്ടത്. ആക്ച്വലി അതിൽ അഡ്വാൻസ് ആയിട്ടുള്ള കുറച്ചും കൂടി എക്സലിലൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി കോസ്റ്റ് കൺട്രോളിങ്ങിലൊക്കെ പോകുമ്പോൾ കൂടുതലും എക്സൽ റിപ്പോർട്ടിലൊക്കെയാണ് പോകാറുള്ളത്. അപ്പോൾ അതിനൊക്കെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്സൽ നോളജ് കാര്യങ്ങൾ വേണം. പിന്നെ പവർ BI ഒക്കെ ഇപ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. അതോ പവർ BI കാര്യങ്ങളൊക്കെ അഡ്വാൻസ് ആയിട്ട്, പക്ഷെ ഇപ്പോഴും പവർ BI ഒന്നും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പ്രൊജക്റ്റിൽ വന്നിട്ടില്ല. കാരണം മെയിൻ ആയിട്ട് വേണ്ടത് നമുക്ക് പ്രൈമവേര ആണ് നമുക്ക് വേണ്ടത്. കാരണം പ്ലാനിങ് പ്രൊസീജിയറിൽ പറയുന്നത് പ്രൈമവേര വെച്ചിട്ട് ചെയ്യണമെന്നാണ് അധിക സ്റ്റാൻഡേർഡ് കമ്പനീസിലും പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ ഇപ്പോൾ നമ്മൾ പ്ലാനിങ് എഞ്ചിനീയർ ആയിട്ട് മാറാൻ സ്വിച്ച് ചെയ്യാൻ എങ്ങനെയാണ് പറ്റുക നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതേപോലെ ഫ്രഷേഴ്സിന് എങ്ങനെ നിങ്ങൾക്ക് ആയി മാറാന്നുള്ളതും ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിനൊരു 5 സ്റ്റെപ്പിൽ പറയുകയാണെങ്കിൽ എന്താണ് പ്ലാനിങ് എഞ്ചിനീയർ റോള്, എന്താണ് റെസ്പോൺസിബിലിറ്റി ഞാൻ പറഞ്ഞു തന്നു. ഇനി നിങ്ങൾക്ക് വേണ്ടത് ആ റോളിലേക്ക് നമുക്ക് ടാർഗറ്റ് ചെയ്യണം. എനിക്ക് ആ പ്ലാനിങ് എഞ്ചിനീയറിലെ റോളായിട്ട് മാറണം, അത് എനിക്ക് ജോലിക്ക് സ്വിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ലക്ഷ്യം വെക്കുക, ടാർഗറ്റ് ചെയ്യുക, എന്നിട്ട് ട്രെയിനിങ് എടുക്കുക. നമ്മൾ ആ റോളിൽ ഇപ്പോൾ കറന്റ് ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ
ആസ് എ പ്ലാനിങ് എഞ്ചിന്റെ റോളിലും കൂടി ആ പ്രൊജക്ടിനെ കാണാൻ ശ്രമിക്കും നമ്മൾ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ. അതായത് ഇപ്പോൾ നമ്മൾ QC ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ഉണ്ട്, 12 വർഷമായിട്ട് അഡ്നോക്കിൽ QC ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുണ്ട്. മൂപ്പര് ഇപ്പോൾ ഇത് പഠിക്കുന്നുണ്ട്. അവർ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഈ പ്രൊജക്ടിനെ ഇപ്പോൾ പ്ലാനിങ് പെർസ്പെക്റ്റീവിൽ കൂടി കാണാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് പ്ലാനിങ്ങിലേക്ക് മാറണം. അതായത് ഒരു വിഷ്വലൈസേഷന്റെ പാർട്ടായി പ്ലാനിങ് എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് അതിന്റെ റിപ്പോർട്ടുകൾ, എന്തൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ട്, അതിൽ ഫിഡിക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ കോൺട്രാക്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിലൊക്കെ നോക്കിയിട്ട് എന്തൊക്കെയാണ് അതിന്റെ സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്നുള്ള രീതിയിൽ അതിന്റെ ഭാഗമായിട്ട് നമ്മളെ പ്ലാനിങ്ങിന്റെ സോഫ്റ്റ്വെയർ സ്കില്ല് ട്രെയിനിങ് എടുക്കുന്നുണ്ട്. ഇൻഫർമേഷൻ സ്കിൽ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. അതാണ് 4-മത്തത്. 5-മത്തെ ഭാഗമായിട്ട് സർട്ടിഫിക്കറ്റിന് ലെസ് ഇമ്പോർട്ടന്റ് ആണ്. ഇവിടുന്ന് ഒരു സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കിട്ടിയോണ്ട് മാത്രം ഈ 4 സ്കിപ്പ് ചെയ്തിട്ട് 4 സ്കിപ്പ് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് കയ്യിൽ പിടിച്ചിരുന്നോണ്ട് ജോലി കിട്ടാതിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. കാരണം ഇതിൽ ഈ 5 ഫാക്ടറിൽ ഒന്ന് മാത്രം കിട്ടിയ കാര്യമല്ല, 5ഉം കിട്ടണം. എന്നാലേ നിങ്ങൾക്ക് ഒരു പ്ലാനിംഗ് എഞ്ചിനീയർ ആയിട്ട് മാറാൻ കഴിയുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെയാണ് നമുക്ക് ഷെഡ്യൂൾ ഉണ്ടാക്കുക. ഇത് ആക്ച്വലി ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഈ വെബിനാറിന്റെ ഭാഗമായിട്ട് ഞാൻ ജസ്റ്റ് പറയാണ്. നമ്മൾ ഷെഡ്യൂൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട പ്രൊജക്ട് ഡെലിവറബിൾസ് എന്ന് കേട്ടിട്ടുണ്ടാവും. അതായത് ഇപ്പം ഷെഡ്യൂൾ ഒരു ഡെലിവറബിൾ ആണ്. പിന്നെ ഡെയിലി റിപ്പോർട്ട്, വീക്ക്ലി റിപ്പോർട്ട്, പ്രൊജക്ട് എസ് കർവ് റിപ്പോർട്ടുകൾ, ഇതൊക്കെ ഓരോ ഡെലിവറബിൾസ് എന്നാണ് പറയാം. അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് പ്രൊജക്ട് ചാർട്ടർ, സ്കോപ്പ് ഓഫ് വർക്ക്, ബിൽ ഓഫ് ക്വാണ്ടിറ്റി, കോൺട്രാക്ട് അഗ്രിമെന്റ്, സ്പെസിഫിക്കേഷൻ, ഡ്രോയിങ്സ്, പിന്നെ മൈൽ സ്റ്റോൺ ലിസ്റ്റ്, വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ, പ്രൊജക്ട് കലണ്ടർ, റിസോഴ്സ് ഡീറ്റെയിൽ, കോസ്റ്റ് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സംഗതികൾ ഉണ്ടാവും, ഡോക്യുമെന്റുകളായിട്ടുണ്ടാവും. ഇതൊക്കെ ഇനീഷ്യൽ പ്ലാനിങ് ഫേസിൽ ഈ 2 ഫേസിൽ ചെയ്യുന്ന ഡോക്യുമെന്റുകളാണ്, അല്ല എക്സിക്യൂഷൻ ഫേസിൽ ചെയ്യുന്നതല്ല. അവിടെയൊക്കെ നമുക്ക് റോൾ ഉണ്ട് എന്ന് പറയാൻ കാരണം അതാണ്. ഇനി നമ്മളെ റോള് ഈ റെഡ് കളറിൽ കാണിച്ച് പ്ലാനിങ് എഞ്ചിനീയർ, നമുക്ക് നിങ്ങളൊരു പ്ലാനിങ് എഞ്ചിനീയർ ആയിട്ട് പോവുകയാണ് സൈറ്റിൽ. പക്ഷെ അവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് പറഞ്ഞു തരില്ല നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പം ഈ പറഞ്ഞ ഡോക്യുമെന്റുകളൊക്കെ ആദ്യം നമ്മളെ കയ്യിലെത്തണം. അത് ഈ നമ്മളിപ്പോൾ ഒരു പ്രൊഡക്ഷൻ പ്ലാന്റ് പോവുകയാണെങ്കിലും മെയിൻ്റനൻസിൽ പോവുകയാണെങ്കിലും ഈ പറഞ്ഞ ഡോക്യുമെന്റ് ഒക്കെ നമുക്ക് തരാൻ കമ്പനി ബാധ്യസ്ഥരാണ്. അപ്പൊ അത് നമ്മൾ ആദ്യം ചോദിക്കണം. നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് കമ്പനി ചെക്ക് ചെയ്യുന്നത് അപ്പോഴാണ്. നമ്മൾ ജോയിൻ ചെയ്ത് 2-മത്തെ ദിവസം വേർ ഇസ് ദ സ്കോപ്പ് ഓഫ് വർക്ക്, വേർ ഇസ് ദ ബിൽ ഓഫ് ക്വാണ്ടിറ്റി, വേർ ഇസ് ദ ഡ്രോയിങ് ലിസ്റ്റ്, പ്ലീസ് ഗീവ് മീ ദ ആക്സസ് ഫോർ ദ ഫയൽ ഫോൾഡേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഫുൾ എടുത്തിട്ട് നമ്മൾ പഠിക്കണം. പ്രൊജക്ടിനെ കുറിച്ച് പഠിക്കണം, എന്താണ് സ്കോപ്പ്, കാര്യങ്ങൾ. എന്നിരുന്നാലേ നമുക്ക് ഷെഡ്യൂൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മൾ വന്ന് 2-മത്തെ ദിവസം തന്നെ കമ്പനി നമ്മളോട് പ്രശ്നം ചെയ്ത് തുടങ്ങും, ഷെഡ്യൂൾ ഷെഡ്യൂൾ ഷെഡ്യൂൾ. നമ്മൾ ഈ പ്രൈമറി പഠിച്ച് പോയതുകൊണ്ട് നമുക്ക് ഇത് ഷെഡ്യൂൾ ഉണ്ടാക്കാൻ പറ്റൂല. നമുക്ക് പ്രൊജക്ടിനെ കുറിച്ച് പഠിക്കണം. പ്രൊജക്ടിനെ കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും ഡോക്യുമെന്റുകൾ ഉണ്ട്, അത്രയും ഡോക്യുമെന്റ് നമുക്ക് കിട്ടണം എന്നുള്ള വിവരം നമുക്ക് ഉണ്ടായിരിക്കും. അത് നമുക്ക് പറഞ്ഞു കൊടുക്കാനോ അത് റീഡ് ചെയ്യാനോ ഉള്ള സ്കില്ലും നമുക്ക് ഉണ്ടായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്, മിനിമം ഇത്രയും ഡെലിവറബിൾസ് ഉണ്ട് നമുക്ക് പ്ലാനിങ്ങിൽ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാണ്. എവിടുന്നാണ് നമുക്ക് റീഡ് ചെയ്ത് മനസ്സിലാക്കേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളെ കോഴ്സിൽ നമ്മൾ പറയുന്നത് ഈ പറഞ്ഞ ഷെഡ്യൂളിംഗ് കൺസെപ്റ്റ് പറയും. ഷെഡ്യൂളിംഗ് കൺസെപ്റ്റിന്റെ ഭാഗമായിട്ട് സോഫ്റ്റ്വെയർസ്, MS പ്രൊജക്ട് പ്രൈമറി പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ റിപ്പോർട്ടിംഗ് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ടൈം മാനേജ്മെന്റ്, റിസോഴ്സ് മാനേജ്മെന്റ്, കോസ്റ്റ് മാനേജ്മെന്റ്, അതിന്റെ റിപ്പോർട്ട്, ലേ ഔട്ട് കാര്യങ്ങളൊക്കെയാണ് നമ്മളെ സിലബസിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ഓരോ എന്താണെന്നുള്ളത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ സ്റ്റുഡൻസിന് അതിന്റെ സിലബസ് ചാർട്ടായിട്ട് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ചോദിച്ചവർക്കൊക്കെ. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ളവർക്ക് നമ്മളെ എന്തൊക്കെയാണ് സിലബസ് പഠിപ്പിക്കുന്നത് പേഴ്സണൽ മെസ്സേജ് മതി, ഞാൻ അതിന്റെ സിലബസ് അയച്ചു തരാം. ഓക്കെ, ഇത് ജസ്റ്റ് സമ്മറി ആയിട്ട് പറയാം. അപ്പം ഇതിൽ പ്രൈമറിയാണ് ഒന്ന് പറയാനുള്ളത്. സിലബസും പ്രൈമറി വരുന്നത് നമുക്ക് ഒരു പ്രൊജക്ട് എങ്ങനെ സെറ്റപ്പ് ചെയ്യാം, പ്ലാനിങ്, ഷെഡ്യൂളിങ്ങും, അതിന്റെ റിസോഴ്സ്, കോസ്റ്റിങ്, അതിന്റെ ബേസ് ലൈൻ, ട്രാക്കിങ്, റിപ്പോർട്ടിങ്, പിന്നെ ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ക്ലെയിം ഡിക്കർ, അതായത് ഷെഡ്യൂൾ കമ്പാരിസൺ, എന്തിനാണ് ക്ലെയിം ഡിക്കർ ഉപയോഗിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പൊ അത് എന്താണെന്ന് നമ്മൾ അറിയണം. അതേപോലെ എന്താണ് ഫ്രീ ഫ്ലോട്ട്, ടോട്ടൽ ഫ്ലോട്ട്, ക്രിട്ടിക്കൽ പാത്ത് നമുക്ക് കിട്ടുന്നുണ്ടാവും. ഇതൊക്കെ നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കി എൻജോയ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പ്രൊജക്ടിന്റെ ഷെഡ്യൂൾ, അത് പ്രൊഡക്ഷൻ ആണെങ്കിലും കൺസ്ട്രക്ഷൻ ആണെങ്കിലും ഒക്കെ ഒരു ക്രിട്ടിക്കൽ പാത്ത് ഉണ്ടാവും, ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ടാവും. അത് ഏതൊക്കെയാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതൊക്കെ ഈ സോഫ്റ്റ്വെയറിൽ ചെയ്യുമ്പോൾ സോഫ്റ്റ്വെയർ നമുക്ക് കാണിച്ചു തരും ഏതാണ് ക്രിട്ടിക്കൽ പാത്ത് എന്നുള്ളത് നമുക്ക് കാണിച്ചു തരും. അത് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്, എത്ര ടൈപ്പ് റിലേഷൻഷിപ്പ്, ആക്ടിവിറ്റീസ് എങ്ങനെ റിലേഷൻഷിപ്പ് ചെയ്യണം, എങ്ങനെ നമുക്ക് റിസോഴ്സ് ലോഡ് ചെയ്യണം, റിസോഴ്സ് എസ് കർവ് എങ്ങനെ ഉണ്ടാക്കാം, കോസ്റ്റ് കർവ് എങ്ങനെ ഉണ്ടാക്കാം, ഏൺ വാല്യൂ മാനേജ്മെന്റ് എന്നാൽ എന്താണ്, അതിൽ തന്നെ ഷെഡ്യൂൾ പെർഫോമൻസ് ഇൻഡെക്സ്, കോസ്റ്റ് പെർഫോമൻസ് ഇൻഡെക്സ്, 2 KPIs ആണ് മെയിൻ ആയിട്ടുള്ളത്. ഏത് പ്രൊജക്ടിനും ഒരു ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടത് അറിയുന്നവർക്ക് അറിയുണ്ടാവും ഞാൻ പറയുന്ന കാര്യങ്ങൾ. അല്ലെങ്കിൽ ഇതിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ എങ്ങനെ വെച്ചാൽ എല്ലാം കൂടി ഒരു ദിവസം പഠിക്കല്ല, ഓരോ ദിവസം ബേസിക് തൊട്ട് ഡേ 1 സിമ്പിൾ, ഡേ 2, ഡേ 3, ഡേ 4 അങ്ങനെ പോയി ഡേ 15 ആവുമ്പോഴേക്കും നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതിനാണ് നമ്മൾ റെക്കോർഡഡ് സെഷൻ തരുന്നത്, നോട്ട്സും തരുന്നത്. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും റെഫറൻസ് ചെയ്യാനും പറ്റും. അങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഇതെല്ലാം സോഫ്റ്റ്വെയറിൽ ഒരു
ഡാറ്റ എൻട്രിയിൽ മാത്രം പഠിക്കേണ്ട ഒരു കോഴ്സ് അല്ല പ്ലാനിങ്. അങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റം പൊതുവെ നമ്മൾ പഠിച്ചിട്ട് ജോലി കിട്ടാത്തത് കൊണ്ടാണ്, നമുക്ക് സോഫ്റ്റ് സ്കിൽ ഇല്ലാത്തത് കൊണ്ടാണ്, നമുക്ക് അങ്ങനെയാണ് അപ്ലിക്കേഷൻ ലെവലിലല്ല നമ്മളെ പഠിപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഫിനിഷിംഗ് സ്കൂളിൽ പോകുമ്പോഴും സെയിം മിസ്റ്റേക്ക് ആണ് ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ ചെയ്യുന്നത് എന്നുള്ളതാണ് അതിലെ പ്രശ്നം. അവര് നമുക്ക് വീണ്ടും സെയിം മെത്തേഡിലാണ് പഠിക്കുന്നത്. നമ്മൾ അറ്റ്ലീസ്റ്റ് ഫിനിഷിംഗ് സ്കൂളിലെങ്കിലും നമുക്ക് ആ ഒരു ഇത് കിട്ടണം. അത് കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനടക്കം സഫർ ചെയ്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഇവിടെ ഫ്രഷേഴ്സ് ഉണ്ടാവും, അവരോട് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്, നിങ്ങൾ അങ്ങനെ പഠിക്കരുത്. പ്രൊജക്ടിന്റെ പെർസ്പെക്റ്റീവിൽ തന്നെ നിങ്ങൾ പഠിക്കണം. എക്സ്പീരിയൻസ് ആയവരോട് ചോദിച്ചിട്ട് സിറ്റുവേഷൻ റിയൽ പ്രൊജക്ട് അസൈൻമെന്റ്സ് നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പോഴേ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുള്ളൂ. പിന്നെ നമ്മൾ അതിന്റെ കോഴ്സിന്റെ ഭാഗമായിട്ട് കലണ്ടർ, ഇതൊക്കെ പറഞ്ഞത് കോഴ്സിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നിങ്ങൾക്ക് അറിയുണ്ടാവും കലണ്ടേഴ്സ്, WBS കാര്യങ്ങൾ, ഒരു പ്രൈമറി ഷെഡ്യൂൾ, എസ് കർവ് എന്താണ്. എസ് കർവ് പറഞ്ഞാൽ ഇപ്പൊ ഈ കാണിച്ച പോലെയുള്ള ഒരു കർവിനാണ് എസ് കർവ് എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ഈ റെഡ് കളർ പാത്തിൽ കാണിക്കുന്നതാണ് ഗൺ ചാർട്ട് എന്ന് പറയുന്നത്. ഈ ഗൺ ചാർട്ട് റെഡ് കളറിൽ വരുന്നതാണ് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് എന്താണ്, ക്രിട്ടിക്കൽ പാത്ത് എന്താണ്, ഇതൊക്കെ പ്രൈമറി തന്നെ എങ്ങനെയാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? അത് സീറോ ഫ്ലോട്ട് ആക്ടിവിറ്റീസ് ആണ്. അതായത് ആ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറഞ്ഞാൽ ആ ആക്ടിവിറ്റി ഒരു ദിവസം ഡിലേ ആയാൽ എൻ്റെ പ്രൊജക്ട് ഡിലേ ആവും. അത്തരം ആക്ടിവിറ്റീസ് നമ്മൾ ടോപ്പ് മോസ്റ്റ് കെയറിൽ എടുക്കണം. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു ഡെഡ് ലൈൻ ഉണ്ടാവും, നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ നെക്സ്റ്റ് ന്യൂ ഇയറിൽ നമ്മൾ ഈ പ്രൊജക്റ്റ് ഓൺ ആക്കും എന്ന് പറയുമ്പോൾ അതാണ് നമ്മുടെ ഡെഡ് ലൈന്. അപ്പോൾ ഇന്ന് ഒരു ദിവസം ഡിലേ ആയി കഴിഞ്ഞാൽ നമുക്ക് ജനുവരി 1 തുടങ്ങും, ജനുവരി 2 തുടങ്ങിയ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ച പോലെ, കൈനീട്ടം 2-ാം തീയതി ആയ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ച പോലെ ആകരുത്. അതുകൊണ്ട് നമുക്ക് ഇപ്പൊ തന്നെ അലർട്ട് ചെയ്യണം. 1 ഡേ ഡിലേ ഉണ്ട്, 1 മന്ത് ഡിലേ ഉണ്ട്. നമുക്ക് റിക്കവറി പ്ലാൻ ഉണ്ടാക്കണം, റിക്കവറി ഷെഡ്യൂൾ ഉണ്ടാക്കണം, ഷെഡ്യൂൾ റിവൈസ് ചെയ്യണം. ഇങ്ങനത്തെ ഇതൊക്കെ ടേംസ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. ടെൻഡർ ഷെഡ്യൂൾ, ഇതൊക്കെ ആക്ച്വലി ഷെഡ്യൂളിന്റെ തന്നെ പലവിധ വകഭേദങ്ങളാണ്. ഓരോരോ സ്റ്റേജിൽ നമുക്ക് ചെയ്യേണ്ട ഷെഡ്യൂളാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് പഠിക്കുന്നതും പ്രൈമറിയിൽ ഒരു ഷെഡ്യൂൾ ആയിരിക്കും, ഒരു സിമ്പിൾ പ്രൊജക്ട് ഷെഡ്യൂളാണ്. പക്ഷെ എവിടേക്കാണ് ഈ സാധനം ഓരോരോ രൂപത്തിലാണ് വരിക. ഓരോ ഷെഡ്യൂൾ ഓരോരോ രൂപത്തിലാണ് ചെയ്യേണ്ടത്. അതിനൊക്കെ ഓരോരോ പേരിട്ടിട്ടുണ്ട് എന്നേ ഉള്ളൂ. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഷെഡ്യൂളുകൾ, സെയിം പ്രൊസീജിയർ തന്നെയാണ് എന്നുള്ളതാണ് അതിൻ്റെ പറയാനുള്ളത്. പിന്നെ എസ് കർവ് എന്ന് പറയുന്നത് പ്രൊജക്റ്റിൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറയുന്ന ഒരു കാര്യമാണ്. ക്ലയന്റ് പറയും പ്രൊജക്ട് എസ് കർവ് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എസ് കർവ് അത് എന്താണ്, എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമുക്കറിയില്ല. അപ്പം പ്രൈമറിയിൽ എസ് കർവ് ഉണ്ടാക്കാൻ പറ്റും, റിസോഴ്സ് ലോഡ് ചെയ്യാൻ പറ്റും, അതിൽ തന്നെ നമുക്ക് ക്യാഷ് ഫ്ലോ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മാനേജ്മെന്റ്, നമ്മൾ ജോലി കയറി കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ കൊടുക്കേണ്ടി വരും. ഇപ്പൊ നമ്മളെ പ്രൊജക്ട് മാനേജർ നമുക്ക് ക്യാഷ് ഫ്ലോ റിപ്പോർട്ട് ഉണ്ടാക്കണം, ഈ മന്തിൽ ക്യാഷ് ഫ്ലോ റിപ്പോർട്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ പറഞ്ഞ അഗൈൻ ഇവിടുന്ന് പഠിച്ചു പോയത് കൊണ്ട് നമുക്ക് അത്ര ലേബിൾ ഉണ്ടാവുമോ? ഇങ്ങനെ ഒരു ചോദ്യം തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഒരു ക്യാഷ് ഫ്ലോ റിപ്പോർട്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫേസ് ചെയ്ത കാര്യമാണ്. അപ്പൊ നമ്മൾ വീണ്ടും ഇതിരുന്ന് നമ്മൾ സ്വന്തമൊക്കെ ഇരുന്ന് പഠിച്ച് അറിയുന്ന ആൾക്കാരോട്, അവിടെ എല്ലാ ആൾക്കാരോട് ചോദിച്ചിട്ടാണ് പിന്നെ പഠിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടായിരുന്നു. നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് പഠിക്കുക, ഇത് എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ക്യാഷ് ഫ്ലോ റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറഞ്ഞാൽ നമുക്ക് ക്യാഷ് ഫ്ലോ റിപ്പോർട്ട് ഉണ്ടാക്കണം. ക്രിട്ടിക്കൽ പാത്ത് റിപ്പോർട്ട്, 2 വീക്ക് ലുക്കട്ട്, ഇങ്ങനത്തെ റിപ്പോർട്ടുകളൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഇതൊക്കെ നമുക്ക് ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ട് ചെയ്തു. ഇതൊന്നും റോക്കറ്റ് സയൻസ് അല്ല, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ ആദ്യം നമുക്ക് റീഡിങ് സ്കില്ല് വേണം, ഒരു ജനറൽ സെൻസ് വേണം നമുക്ക് എല്ലാ വർക്കിനെ കുറിച്ചും ആ സ്കോപ്പിനെ കുറിച്ചും. അത്രേ വേണ്ടുള്ളൂ. നമുക്ക് ടെക്നിക്കലി നോളജിന്റെ ആവശ്യമില്ല. കാരണം നമുക്ക് ഡേറ്റ തരാൻ ആളുകളുണ്ട്. പ്രൊജക്ട് മാനേജർ ഉണ്ട്, എസ്റ്റിമേറ്റർ ഉണ്ട്, പ്രൊജക്ട് എഞ്ചിനീയർ ഉണ്ട്, അങ്ങനെ തുടങ്ങി MEP എഞ്ചിനീയർ ഉണ്ട്. ടെക്നിക്കൽ പോസ്റ്റിലുള്ള ആളുകൾ ടീമിലുണ്ടാവും. പ്ലാനിങ് എഞ്ചിനീയർ ഇതെല്ലാം കൂടി അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് ഇൻപുട്ട് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് മറ്റുള്ള ആളുകൾ. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം അറിയണം എന്നുള്ളതില്ല. നമുക്ക് ഈ പറഞ്ഞ ഒരു ജനറൽ അവയർനെസ് ഉണ്ടായാൽ മതി കാര്യങ്ങൾ. നമ്മളിവിടെ പലപ്പോഴും ഈ ക്വാണ്ടിറ്റി സർവേയിങ് MEP ഒക്കെ പഠിപ്പിക്കുന്നത് പ്ലാനിങ് അല്ല അവർ പഠിക്കുക, അവർ ടെക്നിക്കൽ റോളാണ് പഠിപ്പിക്കുന്നത്. എസ്റ്റിമേഷനും MEPന്റെ ടെക്നിക്കൽ കോഴ്സുമാണ് അവർ പഠിപ്പിക്കുന്നത്. അവര് പഠിപ്പിക്കുന്നതിന്റെ കൂടെ ജസ്റ്റ് ഒരു 1 ഡേ ഒക്കെ ജസ്റ്റ് ഷെഡ്യൂൾ ഇതാണെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഷെഡ്യൂളർ ആകാൻ പറ്റുമോ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി. നിങ്ങൾക്ക് അതിൽ കേട്ടിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ശരിയാണോ നിങ്ങൾ ആലോചിച്ച് നോക്കി. കാരണം ഇവിടെ അങ്ങനെ ഒരാൾ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ലാക്ക് ഇവിടെ ഉണ്ട് നമ്മളെ മാർക്കറ്റിൽ എന്നുള്ളത് അതിലുള്ള ഒരു കാര്യം. അങ്ങനെ പഠിച്ചിട്ട് നിങ്ങൾക്ക് ഒരു പ്ലാനിങ് ഏജന്റായിട്ട് മാറാനും കഴിയൂല, അങ്ങനെ പഠിപ്പിക്കാനും കഴിയൂല അവർക്ക്. ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർക്ക് നാളെ അങ്ങനെ ആക്കാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അവനെന്താ, അവിടെ ഒരു പ്ലാനിങ് എഞ്ചിനീയറെ കൊണ്ടിരുത്തണം. ലക്ഷങ്ങൾ സാലറി വാങ്ങുന്ന ഒരു പ്ലാനിങ് എഞ്ചിനീയർ 10,000-15,000 റുപ്യൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇരിക്കൂല. അതുകൊണ്ട് തന്നെ അവർ നടക്കാനും പ്രയാസമാണ്. അതേ കാര്യങ്ങളാണ് MS പ്രൊജക്റ്റിൽ ഉള്ളത്. MS പ്രൊജക്റ്റിൽ നമ്മൾ പ്രൊജക്ട് സെറ്റപ്പ് ചെയ്യുന്ന
സിലബസ് ആണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. അവിടെയും ടാസ്ക് മാനേജ്മെന്റ് എന്തൊക്കെയാണ്, റിസോഴ്സ്, കോസ്റ്റ്, ഷെഡ്യൂളിങ്, ട്രാക്കിങ്, അതിന്റെ റിപ്പോർട്ടിങ്, അതിന്റെ ഫീച്ചേഴ്സ്, അതിലുള്ള അപ്ലിക്കേഷൻ, അതും എംഎസ് പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ്. നമ്മൾ എല്ലാവർക്കും എല്ലാം പഠിക്കണം, ചിലപ്പം ഫിനാൻഷ്യലി കൈ ഉണ്ടാവില്ല, ചിലപ്പോൾ ടൈം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അധികം സ്റ്റുഡൻസ് ചിലപ്പോൾ പ്രൈമറി വരെ മാത്രമായിട്ടും പഠിക്കുന്നുണ്ടാവും. അവർക്ക് അത് തന്നെ മതിയാവും അവരുടെ ആവശ്യത്തിന്. ഇല്ല, ചില ആൾക്കാർക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, എംഎസ് പ്രൊജക്റ്റും പഠിക്കണം, മറ്റേ ടൈം, അങ്ങനെ എല്ലാ ആൾക്കാർക്ക് ഫീസ് അഫോർഡബിൾ ആണെങ്കിൽ കുഴപ്പമില്ല, അവർക്ക് രണ്ടും പഠിക്കണം എന്നുണ്ടെങ്കിൽ രണ്ടും പഠിക്കാം. നമ്മൾ പ്രൈമറി മാത്രം പഠിക്കേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കും, എംഎസ് പ്രൊജക്റ്റ് മാത്രമാണ് പഠിക്കണം എന്നുണ്ടെങ്കിൽ എംഎസ് പ്രൊജക്റ്റും കൊടുക്കും. ഓക്കെ. പിന്നെ എക്സെല് നമ്മൾ ബേസിക് ആയിട്ടുള്ള നമുക്ക് കുറച്ച് കാര്യങ്ങൾ വേണം. ജസ്റ്റ് നമ്മൾ ഇതൊന്നും ഇവിടെ പഠിപ്പിക്കുന്നില്ലല്ലോ. നമുക്ക് എക്സെല് റിപ്പോർട്ട്, ഒരു ഡെയിലി റിപ്പോർട്ട് വരുമ്പോൾ അതൊന്ന് റീഡ് ചെയ്യാൻ, ജസ്റ്റ് ചിലപ്പോൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഒരു കമ്പ്യൂട്ടർ എന്നിട്ട് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ എക്സലിൽ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി കാണിക്കാൻ പറയും. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ എംഎസ് പ്രൊജക്റ്റ് ഓപ്പൺ ആക്കിയിട്ട് ഒരു ഷെഡ്യൂൾ തന്നിട്ട് ചെയ്യാൻ പറയും. അപ്പോഴൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയണം. മിനിമം ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ലേഔട്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാ, ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാ, അപ്പം അതിൽ ഗ്രൂപ്പിങ്, സോർട്ടിങ്, അതിൽ വി ലുക്കപ്പ്, പൈവറ്റ് ടേബിള്, ജസ്റ്റ് ചെറിയ ഡാഷ്ബോർഡ് കാര്യങ്ങൾ, ഇതൊക്കെ ഉണ്ടാക്കണമല്ലോ. ഒരു പ്രസന്റേഷൻ ഫോർമാറ്റിൽ ഒരു പ്രസന്റേഷന് പോകുമ്പോൾ നമ്മൾ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ റിപ്പോർട്ട്, ഒരു ഡാഷ്ബോർഡ്, ഒരു ഗ്രാഫിക്കൽ ആയിട്ടുള്ളതാകുമ്പോഴാണല്ലോ ഈസി അണ്ടർസ്റ്റാൻഡിങ് ആകും മാനേജേഴ്സിനൊക്കെ. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ അതൊക്കെ നമ്മൾ എവിടെ ചെയ്യുക, എക്സലിലാണ് ചെയ്യുക. എക്സലിൽ അപ്പോൾ അതിനും നമുക്ക് സ്കിൽ ഉണ്ടാകണം എന്നുള്ളതാണ് കോമൺ ആയിട്ടുള്ള ഒരു സ്കില്ല് നമുക്ക് അതിന്റെ കൂടെ വേണ്ടത്. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഒരു ട്രാക്കർ. ഇത് ഞാൻ കസ്റ്റമൈസ് ചെയ്ത് ഞാൻ ഉണ്ടാക്കിയ ഒരു ട്രാക്കറാണ്. ഞാനിപ്പോൾ എല്ലാം എൻ്റെ BMCക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അവിടെ എൻ്റെ അടുത്ത് വന്ന റിക്വയർമെന്റ്, എനിക്ക് ടെൻഡറിങ് നമുക്ക് ട്രാക്ക് ചെയ്യണം, അതിന്റെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത് എന്താ വെച്ചാൽ, ഇതൊരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി അതിന് എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്, ടെൻഡർ ഡോക്യുമെന്റ്, ടെൻഡറിങ്, കമ്പാരിസൺ, നെഗോസിയേഷൻ, ഇത്രയും സ്റ്റെപ്പുകൾ അവിടെ ഉണ്ട്. വർക്ക് ഓർഡർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാലേ മാൻ പവർ മൊബിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം സൈറ്റിൽ ഷെഡ്യൂൾ പ്രകാരം വർക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും വർക്കുകൾ എക്സിക്യൂഷന്റെ മുമ്പ് പ്ലാനിംഗ് ഫേസിൽ ഇത്രയും വർക്കുകൾ കോൺട്രാക്ടർ ഫൈനലൈസേഷൻ നടക്കണം. പലപ്പോഴും PMCകൾ വരുന്നത് കൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ എന്താവും, ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് പൈസ പോകും, വർക്ക് ഐഡിലാവും. ആ സമയത്തിനേക്ക് ഓരോ സമയം ഷെഡ്യൂൾ ചെയ്ത സമയത്ത് വർക്ക് നടക്കൂല. പിന്നെ ഒന്നെങ്കിൽ കമ്പാരിസന് സമയം കിട്ടൂല, ടെൻഡർ കമ്പാരിസന് സമയം കിട്ടൂല. അപ്പൊ എല്ലാം നേരത്തെ പ്ലാൻ ചെയ്യണമെന്നും കാര്യങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യാനുമാണ് പ്ലാനിങ് എഞ്ചിനീയർ റോൾ വരിക. പിന്നെ അതിൽ തന്നെ നമുക്ക് എന്തൊക്കെ നമുക്ക് ഡ്രോയിങ് ഡീറ്റെയിൽ ആർക്കിടെക്റ്റിന്റെ അടുത്ത് നിന്ന് വേണം. ആർക്കിടെക്റ്റിനൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ അറിയാലോ, അവര് ഫുൾ ഇൻഫർമേഷൻ ഇവിടെ കിട്ടുന്നില്ല. ഇവിടുത്തെ ഒരു പ്രശ്നം അതാണ്. എബ്രോഡൊക്കെ ആണെങ്കിൽ കുറെയൊക്കെ ഡീറ്റെയിലുകൾ ഉണ്ടാവും, എല്ലാ സ്കോപ്പും ഫ്രീസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഓൺ ടൈമിൽ ഫോളോ അപ്പ് ചെയ്യേണ്ടി വരും. അതിന്റെ അഡ്വാൻസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. അപ്പൊ എന്തൊക്കെ ട്രാക്കർ വേണം, അത് ട്രാക്ക് ചെയ്യണം. അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ പ്ലാനിങ് എഞ്ചിനീയേഴ്സ് ആണ് അത് ചെയ്യേണ്ടത്. നമ്മൾ ഇതിൽ കുറച്ച് ഒരു പ്ലാനിങ് മാനേജിങ് റോളാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലേ? പ്ലാനിങ് മാനേജർ, ഒരു പ്രൊജക്ട് മാനേജർക്ക് ചിലപ്പോൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ ഇൻവോൾവ് ആകാൻ പറ്റില്ല. പുള്ളിക്ക് ഒരു റിപ്പോർട്ടാണ് നമ്മൾ കൊടുക്കേണ്ടി വരിക. ഇത്രയും ഡീറ്റെയിൽ എഞ്ചിനീയറിംഗ് പെൻഡിങ് ഉണ്ട്, ഇത്രയും പ്രൊക്യൂർമെന്റ് പാർട്ട് പെൻഡിങ് ഉണ്ട്, എക്സിക്യൂഷൻ എത്ര ഡിലേ ആണ്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ആണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഒരു കമ്പനീന്റെ ഓണർ ആണെങ്കിലും CEO ആണെങ്കിലും ഒക്കെ മീറ്റിംഗിന് പ്ലാനിങ് എഞ്ചിനീയർ എന്തുകൊണ്ടാണ് എല്ലാ മീറ്റിംഗിനും മാൻഡേറ്ററി ആയിട്ട് നിൽക്കേണ്ടി വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. MEP എഞ്ചിനീയറോ ക്വാണ്ടിറ്റി സർവേയറോ ഇരുത്തേണ്ട ആവശ്യമില്ല, അവർക്ക് ഇതിൽ ഇൻവോൾവ് ആകേണ്ട ആവശ്യമില്ല. അവർക്ക് അവരുടെ ജോലി എടുത്താൽ മതി. പറഞ്ഞ പോലെ നമ്മളെ റോളിന് എന്തുകൊണ്ട് തന്നെയാണ് ഇമ്പോർട്ടൻസ് വരുന്നത്, സാലറി കൂടുന്നത്, അതിന് അതിൻ്റെതായ പ്രാധാന്യം വരുന്നതും അതുകൊണ്ടാണ്. ഹൈക്ക് വരുന്നതും മാനേജറിയൽ പോസ്റ്റിൽ പോകുന്നതും ഒക്കെ ഇത്തരം റെസ്പോൺസിബിലിറ്റീസ് കൂടെ ഉണ്ടായത് കൊണ്ടാണ്. ഇപ്പൊ ട്രെയിനിങ്ങിന് നമുക്ക് എടുക്കുന്നത്, ഇപ്പൊ നോർമലി നമ്മൾ പ്രൈമറി വരെ പഠിക്കാനാണെങ്കിൽ നമുക്ക് നോർമലി ഒരു 15 ഡേയ്സിന്റെ ഉള്ളിൽ ഒരു ആവറേജ് സ്റ്റുഡന്റിന് നമുക്ക് പ്രൈമറി ബേസിക് ടു അഡ്വാൻസ് ലെവലിൽ ഈ പറഞ്ഞ കാര്യം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, അതിൽ ട്രെയിൻ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് എബ്രോഡൊക്കെ ഉള്ള ആൾക്കാർക്ക് അധികം സമയം ഉണ്ടാവില്ല ഇതൊന്നും പഠിക്കാൻ. അപ്പോൾ ഡെയിലി ഒരു 1 to 2 hour നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രീ ടൈമിൽ ഈ പറഞ്ഞ രൂപത്തിൽ വാട്സപ്പിലും ഗൂഗിൾ റെക്കോർഡിലും ഗൂഗിൾ മീറ്റും ഒക്കെ ആയിട്ട് ഒരു 1 hour സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ 15 ഡേയ്സിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രൈമറിന്റെ ഈ ബേസിക് നോളജ് മുതൽ നിങ്ങൾക്ക് അഡ്വാൻസ് ലെവൽ വരെ എല്ലാ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് പ്രൊഡക്ഷനിലാണെങ്കിലും കൺസ്ട്രക്ഷനിലാണെങ്കിലും മെയിൻ്റനൻസിലാണെങ്കിലും ഒക്കെ അതാത് പ്രൊജക്ടിന്റെ റിപ്പോർട്ടുകൾ അല്ല അതാത് പ്രൊജക്ടിന്റെ ഷെഡ്യൂളുകളാണ് നമ്മൾ കൊടുക്കുക. 1-to-1 സെഷൻ ആയതുകൊണ്ട് ഗ്രൂപ്പിൽ നമ്മൾ എല്ലാവർക്കും ഒരു അസൈൻമെന്റ് അല്ല, എല്ലാവർക്കും ഒരേ സാധനം അല്ല നമ്മൾ കൊടുക്കുന്നത്. അതും നമ്മൾ അക്കാഡമിക്കിന്റെ ഒരു പ്രോബ്ലം ആണല്ലോ, നിങ്ങൾക്ക് അറിയാലോ. എല്ലാവർക്കും ഒന്നല്ല. ഇവിടെ ഓരോ പ്രൊജക്റ്റിനും പോകുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ബാച്ചിങ് പ്ലാന്റിലുള്ള ഒരാൾക്ക് ഇത് എങ്ങനെ ഉപയോഗപ്പെടുത്തണം, ഞാൻ ഇപ്പോൾ ഇതിൽ ബാച്ചിങ് പ്ലാന്റിൽ ഒരാളുണ്ട്, അയാൾക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. അതേപോലെ ഓയിൽ ആൻഡ് ഗ്യാസ് പോണാൾക്ക് അതല്ല പറഞ്ഞു കൊടുക്കേണ്ടത്, അവിടെ വരുന്നത് എന്തൊക്കെയാണ്, അവിടെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് വേറെ. അപ്പൊ അവർക്ക് ആ അസൈൻമെന്റ് ആണ് കൊടുക്കേണ്ടത്. ഇപ്പൊ ഇലക്ട്രിക്കലില് അല്ലെങ്കിൽ MEP പോസ്റ്റിലെ ആൾക്ക് അതിന്റെ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, ആക്ടിവിറ്റീസും സ്കോപ്പും കാര്യങ്ങളും. അപ്പൊ അങ്ങനത്തെ പ്രൊജക്ടുകളാണ് ചെയ്യേണ്ടത്. സിവിൽ എഞ്ചിനീയറിംഗിലുള്ള ആൾക്ക് ഇൻഫ്രാസ്ട്രക്ചറിൽ അങ്ങനത്തെ ആണ്. റോഡ് പ്രൊജക്ട് സെപ്പറേറ്റ് ആണ്,
അപ്പോൾ ഓരോന്നിനും അങ്ങനത്തെ വർക്കുകൾ 1-to-1 ആണ് നമ്മൾ അസൈൻമെന്റുകൾ കൊടുക്കുക. എന്നിട്ട് നമ്മൾ വെരിഫൈ ചെയ്യും, എന്നിട്ട് അതിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും ഇൻ ഡീറ്റെയിൽ. എന്നിട്ട് അവരൊരു ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാനും അവരെ ഒരു CV പ്രിപ്പയർ ചെയ്യാനും ഒക്കെ നമ്മളെ കോഴ്സിന്റെ ഭാഗമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പ്ലാനിങ് പ്രൈമറി പഠിക്കാൻ ഒരു 15 ഡേയ്സ് ആണ്, 20 ഡേയ്സ് ഒക്കെയാണ് എടുക്കുക. ഇടയ്ക്ക് നിങ്ങൾ കുറച്ച് ഒരു അരമണിക്കൂറൊക്കെ കിട്ടുന്നുള്ളൂ എന്നുണ്ടെങ്കിലും മാക്സിമം 20 ഡേയ്സിന്റെ ഉള്ളിൽ പ്രൈമറി ഒരു ആവറേജ് സ്റ്റുഡൻസ് നമ്മൾ പഠിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിന്റെ കൂടെ ഒരു 10 ഡേയ്സ് 5 to 10 ഡേയ്സ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ MS പ്രൊജക്റ്റും കൂടി നിങ്ങൾക്ക് അതിന്റെ കൂടെ പഠിക്കാം. പിന്നെ ഈ ബേസിക് ആയിട്ടുള്ള എക്സൽ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമ്മൾ ഒന്ന് പറഞ്ഞു തരും, എന്തൊക്കെ റിപ്പോർട്ട് കാര്യങ്ങളില്ല, എങ്ങനെ ഉണ്ടാക്കേണ്ട കാര്യങ്ങൾ, അതിന്റെ ഒരു ജനറൽ അവയർനെസ്സും കൂടി ചെറിയ അതിലൊക്കെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ പറഞ്ഞു തരും എന്തൊക്കെയാ കാര്യങ്ങളില്ലത്. ചെറിയ സാമ്പിൾ ഫോർമുല കാര്യങ്ങൾ ഒക്കെ അതിന്റെ കൂടെ നമ്മൾ പറഞ്ഞു തരും. അതൊക്കെ 1-to-1 ആണ്, നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. പിന്നെ അതർ ബെനിഫിറ്റ്സ് വരുന്നത് നമുക്കൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്. അതിലാണ് ഞാൻ പറഞ്ഞ വേക്കൻസീസും കാര്യങ്ങളൊക്കെ വരുന്നത്. ലൈവ് സെക്ഷൻസ് കൊടുക്കുന്നുണ്ട്, ഫ്ലെക്സിബിൾ ടൈമിംഗ് ആണ്, ഇൻഡിവിജ്വൽ സെഷൻ ആണ്, ജോബ് അസിസ്റ്റൻസ് ഉണ്ട്, CV പ്രിപ്പറേഷൻ കൊടുക്കുന്നുണ്ട്, നെറ്റ്വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മളെ ഒരു 15 ഇയേഴ്സ് ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോയാൽ കിട്ടാത്ത ഒരു സാധനം അതാണ് നമുക്ക് പറയാൻ പറ്റുക കോണ്ടന്റ് ആയിട്ട്. കാരണം നമ്മളെ സ്ട്രഗിൾ ചെയ്തതാണ് ആ 15 ഇയർ. ആ 15 ഇയർ അതൊരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അത് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കിട്ടുക എന്നുള്ളത് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. കൺസ്ട്രക്ഷൻ ആൻഡ് നമുക്ക് അങ്ങനെ കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. നമുക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോഴും അത് കിട്ടില്ല. കൺസ്ട്രക്ഷൻ ആൻഡ് ഓയിൽ ആൻഡ് ഗ്യാസ് റിയൽ പ്രൊജക്ടിന്റെ പ്രിപ്പറേഷൻ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ നമ്മൾ അതിന്റെ രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആണ് തരിക. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ട്രെയിനിങ് ആണ് ഇവിടെ തരിക. ഫ്രഷേഴ്സിന് ആണെങ്കിൽ അങ്ങനെ, സീനിയേഴ്സിനാണെങ്കിൽ അങ്ങനെ, സ്വിച്ചിങ്ങിന് വരുന്നവർക്ക് അങ്ങനെ, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. അവർക്ക് അങ്ങനെയാണ് അത് പറഞ്ഞു കൊടുക്കേണ്ടത്, എന്നാലേ അവർക്ക് അതുകൊണ്ട് കാര്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ 9th പോയിന്റ് പറഞ്ഞത്. ഇവിടെ ഉള്ള സീനിയർ ആയിട്ടുള്ള ആൾക്കാരോടാണ് പറയാനുള്ളത്. 10 ഇയേഴ്സും 5 ഇയേഴ്സും ഒക്കെ എക്സ്പീരിയൻസിലുള്ള ആളുകളുണ്ട്. മോർ ദാൻ 5 ഇയേഴ്സ് എക്സ്പീരിയൻസ് പ്രൊജക്ട് എഞ്ചിനീയർ ആയിട്ടും, അല്ലെങ്കിൽ ബാച്ചിങ് പ്ലാന്റ് സൂപ്പർവൈസർ ആയിട്ടും, അല്ലെങ്കിൽ സീനിയർ ഡ്രാഫ്റ്റ് മാൻ ആയിട്ടും, ഡിസൈൻ റോളിലും, അല്ല വേറെ എന്തെങ്കിലും പോസ്റ്റിങ്ങിൽ ഫിനാൻസിൽ വർക്ക് ചെയ്തവർ വരെ ഉണ്ട്. അവർക്കൊന്നും പ്രശ്നമില്ല. നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ അവർക്ക് ഈസി ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും, പ്രൊജക്ട് മാനേജ്മെന്റ് റോളിലേക്ക് വരാൻ പറ്റും. ഇപ്പൊ ഫിനാൻസിൽ പഠിച്ച ഒരാൾക്ക് കോസ്റ്റ് കൺട്രോളർ ആയിക്കൂടെ, കോസ്റ്റ് കൺട്രോളിംഗ് ലെവലിൽ അവർക്ക് വരാലോ. അപ്പോൾ കാരണം അത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മളെ സ്റ്റുഡൻസ് വരുന്നുണ്ട് എൻക്വയറി, നമുക്ക് കോസ്റ്റ് കൺട്രോളിംഗിലേക്ക് പോവാലോ അവർക്ക്. അപ്പോൾ ഇതും പഠിക്കാമല്ലോ, പ്രൊജക്ട് മാനേജ്മെന്റ് റോളിന്റെ കാര്യങ്ങൾ പഠിക്കാം, പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൽ അവർക്ക് പഠിക്കാം, ഫാബ്രിക്കേഷൻ ഇൻഡസ്ട്രി. ഈ ഒരു ഇൻഡസ്ട്രിയിൽ മാത്രം ഒതുങ്ങേണ്ടതില്ല എന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ ഒരു സിവിൽ ചെയ്യുന്ന പ്രൊജക്ട് സിവിൽ മാത്രം ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ആസ് എ പ്ലാനിങ് എഞ്ചിനീയർ എന്നുള്ള റോളിൽ നിങ്ങൾക്ക് ഏത് റോളിലും വർക്ക് ചെയ്യാം. ഞാൻ പഠിച്ചത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ആക്ച്വലി. പക്ഷെ ഞാൻ ഇൻഫ്രാസ്ട്രക്ചർ, ഓയിൽ ആൻഡ് ഗ്യാസ്, ബിൽഡിങ്, അപ്പാർട്ട്മെന്റ്, മാള്, ഷോപ്പിംഗ് മാള്, റോഡ് വർക്ക്, പിന്നെ ബോക്സ് കൾവേർട്ട് കാര്യങ്ങൾ, പ്രൊഡക്ഷൻ പ്ലാന്റ്, ഫാബ്രിക്കേഷൻ, എല്ലാത്തിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ വർക്ക് ചെയ്ത സൗദിയിൽ വർക്ക് ചെയ്തപ്പോൾ പല മൾട്ടിപ്പിൾ പ്രൊജക്റ്റിൽ എനിക്ക് വർക്ക് ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഞാനും അവിടെ ഈ 4-5 വർഷം വർക്ക് ചെയ്തപ്പോൾ അറാംകോന്റെ പ്രൊജക്റ്റിലും ഷോർട്ട് ടേം വർക്കുകളും ഒക്കെ ചെയ്തുകൊണ്ട് എനിക്ക് പല പ്രൊജക്റ്റിലും എനിക്ക് വർക്ക് ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏത് പ്രൊജക്റ്റിലും നമുക്ക് വർക്ക് ചെയ്യാം ആസ് എ പ്ലാനിങ് എഞ്ചിനീയർ നിലയിൽ. അതുകൊണ്ട് തന്നെ നമ്മളെ ജസ്റ്റ് ഓരോന്നിനും സ്കോപ്പ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് നമ്മളെ സ്കില്ല് ജസ്റ്റ് ഒന്ന് ട്യൂൺ ചെയ്ത് കൊടുത്താൽ നമുക്ക് അതിലേക്ക് മാറാൻ കഴിയും. അതുകൊണ്ട് ഒരു റോളിൽ ഒരു കമ്പനിയിൽ തന്നെ സ്ഥിരമായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. അതിപ്പോൾ സ്വിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ട് നിൽക്കുന്ന ആൾക്കാരോടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്, അങ്ങനെ ഒരിക്കലും നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ ആ കൺസെപ്റ്റും കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് ഒരു ഹാപ്പി ന്യൂസ് ഇവിടെ ഷെയർ ചെയ്യാനുള്ളത്, നമ്മളെ സ്റ്റുഡൻസ് 4 സ്റ്റുഡൻസ് ഇപ്പോൾ ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയും മാത്രം 4 സ്റ്റുഡൻസ് പ്ലേസ് ആയിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ എബ്രോഡ് ജോബ് ഹണ്ടിങ്ങിൽ നിൽക്കുന്ന നേരത്താണ് നമ്മളായിട്ട് ബന്ധപ്പെട്ടത്. 1-2 ആൾക്കാർ ഇവിടെ നാട്ടിലുണ്ടായിരുന്നു. ഇന്ന് മോർണിംഗിൽ ഞാൻ പറഞ്ഞ കൊച്ചിയിൽ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഒരു സ്റ്റുഡന്റ് വെറുതെ പോയി നോക്കിയതാണ്. നമ്മുടെ ട്രെയിനിങ് കഴിഞ്ഞത് ഓഗസ്റ്റ് 30-നാണ് ട്രെയിനിങ് കഴിഞ്ഞത്. അതിന്റെ ശേഷം നമ്മൾ പറഞ്ഞ രീതിയിൽ പോയി ഇന്റർവ്യൂ പ്രിപ്പയർ ചെയ്തു, CV പ്രിപ്പയർ ചെയ്തു. ഇന്ന് പോയി ഫസ്റ്റ് ഞാൻ മെസ്സേജ് അയച്ചിക്കാൻ നമുക്ക് അത് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെയധികം സന്തോഷം ഉണ്ടായി. അപ്പോൾ കാരണം നമ്മൾ എല്ലാവരും പറയുന്നുണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുന്നില്ല എന്ന് പറയുന്നത്. 0 എക്സ്പീരിയൻസ് പ്ലാനിങ്ങിൽ ഇല്ലാതെ ഒരു കമ്പനീന്റെ പ്ലാനിങ് എഞ്ചിനീയർ പോസ്റ്റിൽ പോയിട്ട് ഇന്റർവ്യൂ ക്രാക്ക് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹവും നല്ല എഫോർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. A to Z ആ ഫസ്റ്റ് ഡേ മുതൽ അവസാനം വരെ ക്ഷമയോടെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ പറഞ്ഞ അസൈൻമെന്റ് ഒക്കെ ചെയ്ത് ഓരോ കാര്യങ്ങൾ ചോദിച്ച് അതിൽ വളരെയധികം എഫോർട്ട്, ഫുൾ ക്രെഡിറ്റ് അദ്ദേഹത്തിന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ഇന്ന് സ്വന്തമായിട്ട് വർക്ക് ചെയ്യാൻ ഏബിളും ആണ്. അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, മറ്റുള്ള സൈറ്റ് കോർഡിനേഷനിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ
ഫുൾ ഏബിൾ ആണ്. അങ്ങനെ ഒരു ഗ്യാപ്പ് ഇപ്പൊ ഇല്ല. നമ്മൾ ആരെങ്കിലും പറ്റിച്ചുകൊണ്ടല്ല ആ ജോലി എടുക്കുന്നത്, നമ്മളെ കഴിവുകൊണ്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഇന്ന് ഒരു ഏറാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് അദ്ദേഹത്തിന് ഉണ്ട്, ഒരു വർക്ക് ഡീൽ ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളത് എനിക്ക് കോൺഫിഡന്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്റർവ്യൂ ക്രാക്കായി പോകുന്നത്, അല്ലാതെ വെറുതെ ക്രാക്കാക്കി പോകുന്നതല്ല. അത് കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ, ചോദിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെയും ജോലി കിട്ടും. അല്ലാതെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടൂല. അത് എന്ത് പഠിച്ചാലും കിട്ടൂല എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഡൗട്ട് വേണ്ട. പഠിക്കേണ്ട രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്കും പ്ലേസ്മെന്റ് കിട്ടും. ഇത് ഈ 2 ആഴ്ചയിൽ 4 സ്റ്റുഡന്റ് കിട്ടിയതാണ്. നമ്മൾ ട്രെയിനിങ് തുടങ്ങിയിട്ട് അധിക സമയമൊന്നും ആയിട്ടില്ല. അപ്പോൾ തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു മാസത്തിൽ 4 പ്ലേസ്മെന്റ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേ ക്വാളിറ്റി തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ലെങ്കിലും ഇത് നമുക്ക് കാണിച്ചു തരാൻ പറ്റും. ഇത്രത്തോളം നമുക്ക് കാണിച്ചു തരാൻ പറ്റും. ബാക്കി നിങ്ങളെ കയ്യിലാണ്. നമ്മൾ പഠിപ്പിച്ചു തരും ഓരോ കാര്യങ്ങൾ. അത് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതിനനുസരിച്ച് നിൽക്കും. നിങ്ങൾക്ക് എനി ടൈം നമ്മളോട് ചോദിക്കാം. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യണം, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. ജോലി കയറി കഴിഞ്ഞാലും നമ്മളെ കമ്മ്യൂണിറ്റിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നമ്മളായിട്ട് എപ്പോഴും ബീങ് ടച്ച് ആണ്. അവിടെ ഞാൻ മാത്രമല്ല, അവിടെ നമ്മളാറ് കഴിവുള്ള ആളുകളുണ്ട്, ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അവരൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ എനി ടൈം റെഡി ആയിരിക്കും. ഞാനും റെഡി ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വെബിനാറിൽ ഞാൻ പറയാനുള്ളത് കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളായിട്ട് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതിന്റെ സമയമാണ്. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കട്ടോ. ഹലോ, ഗുഡ് ഈവനിങ്. കേൾക്കാവോ? ശങ്കർ ചോദിക്കോ. എൻ്റെ ശങ്കർ എന്നാണ്. ഞാൻ എനിക്ക് ഡൗട്ട് ഉള്ളത്, ഞാൻ ബേസിക്കലി ഇന്റീരിയർ ഡിസൈനിങ് ഫീൽഡ് സോറി, സൗണ്ട് കുറവുണ്ട്. ഇന്റീരിയർ ഡിസൈനിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. പറഞ്ഞോളൂ. അപ്പൊ ഞാനിപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്തതും ഞാൻ കൂടുതലും നോക്കിയപ്പം അപ്ലിക്കബിൾ ആണ്. സോറി, വോയിസ് ഒന്ന് ബ്രേക്ക്, ഒന്ന് റിപ്പീറ്റ് ചെയ്യോ? യൂസ് ചെയ്യാൻ പറ്റും. ഹലോ ഹലോ, ഇപ്പൊ കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ. ഞാനിത് നോക്കിയത് നമ്മുടെ ഹോം ഇന്റീരിയറിൽ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഹോം ഇന്റീരിയറിൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഹോം ഇന്റീരിയർ എന്ന ഫിനിഷേഴ്സ് ലെവലിൽ വരുന്ന ആക്ടിവിറ്റീസ് ആണല്ലോ. അപ്പാർട്ട്മെന്റ് ആണെങ്കിലും റിയൽ പ്രൊജക്ട്സിലാണെങ്കിലും ഒക്കെ നമുക്ക് ഹോം ഇന്റീരിയർ ഒരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെയാണ്. ഫിറ്റ് ഔട്ട് മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ, ഫിറ്റ് ഔട്ട് ഷെഡ്യൂൾ കാര്യങ്ങൾ, ഇന്റീരിയറിന്റെ ജിപ്സം, സീലിംഗ്, ഫിനിഷിംഗ് വർക്ക് ഒരുപാട് സ്കോപ്പ് ഉണ്ടാവും. അപ്പോൾ അതിന് ഷെഡ്യൂള് നമുക്ക് ആക്ച്വലി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൺസൾട്ടിങ് കൂടി ചെയ്യുന്നതാണ്. നമുക്ക് തിരുനെൽവേലിയിൽ ഒരു ഇന്റീരിയർ വർക്കിന്റെ ഷെഡ്യൂൾ വന്നിരുന്നു. അപ്പോൾ അവരുടെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഷെഡ്യൂൾ ഇല്ലാതെ അവര് PMC ഒന്നും അക്സെപ്റ്റ് ചെയ്യില്ല കോൺട്രാക്ടേഴ്സിന്. അപ്പോൾ അവര് നമ്മളെ കോൺടാക്ട് ചെയ്തിരുന്നു. പിന്നെ നമ്മൾ കൺസൾട്ടിങ് വർക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിന്റെ ഷെഡ്യൂൾ ഉണ്ടാക്കി കൊടുത്തിരുന്നു. എൻ്റെ ഓഡിറ്റോറിയത്തിന്റെ ഒരു ഫിറ്റ് ഔട്ടിന്റെ ഫിനിഷിംഗ് ഇന്റീരിയർ ഷെഡ്യൂൾ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിരുന്നു. അതൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പോലെ സ്കോപ്പ് മനസ്സിലാക്കി ഡ്രോയിങ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഏരിയ മനസ്സിലാക്കി സ്കോപ്പ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നമുക്ക് ഷെഡ്യൂൾ ഉണ്ടാക്കണം. അതേപോലെ ഷെഡ്യൂൾ ഉണ്ടാക്കണം. അതെങ്ങനെയാണെന്നുള്ളത് ആണ് നമ്മൾ പഠിപ്പിക്കുന്നത് കോഴ്സിൽ. നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ. അതിനെക്കുറിച്ച് എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് നമുക്ക് വേണ്ടത്, ഡ്രോയിങ് അറിയണം, നമ്മൾ സ്കോപ്പ് അറിയണം, അപ്പോൾ എത്ര ടൈം ലിമിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, ഇതൊക്കെ നമുക്ക് ആൾറെഡി അവിടെ ഉള്ള കാര്യങ്ങളാണല്ലോ. കുറേ ഇൻഫർമേഷൻ നമ്മൾ എടുക്കാനുണ്ട്. എന്നിട്ട് നമ്മളെ കുറച്ച് എക്സ്പീരിയൻസ് അതിലേക്ക് അപ്ലൈ ചെയ്യാനുണ്ട്. അതൊക്കെ നമ്മൾ ഇതിന്റെ കോഴ്സിന്റെ ഭാഗമായിട്ട് പറഞ്ഞു തരും. നമുക്ക് എങ്ങനെ ഒരു ഷെഡ്യൂൾ ഡെവലപ്പ് ചെയ്യണം, പ്രൈമറിയിലാണെങ്കിലും നമുക്ക് ട്രെയിൻ ചെയ്യും. അങ്ങനെയാണ് അപ്ലിക്കേഷൻ ലെവലിലാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. അങ്ങനെ ഇപ്പൊ നിങ്ങൾ ചോദിച്ചതിന്റെ ഉത്തരമാണ് ആക്ച്വലി നമ്മൾ ഷെഡ്യൂളിലേക്ക് വരേണ്ടത്. നമുക്ക് ആദ്യം ഉത്തരം പറഞ്ഞിട്ടാണ് പലപ്പോഴും നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റം. അതുകൊണ്ടാണ് നമുക്ക് കാര്യം മനസ്സിലാത്തത്. ഇപ്പൊ നിങ്ങളൊരു പ്രോബ്ലം പറഞ്ഞു, അതിന് സൊല്യൂഷൻ പറയണം. ആദ്യം പ്രോബ്ലം പറഞ്ഞിട്ട് പിന്നെ സൊല്യൂഷൻ പറയണം. നമ്മൾ ആദ്യം കുറെ സിലബസിൽ കുറെ ആൻസേഴ്സ് അങ്ങോട്ട് പഠിച്ചു വെക്കും, തിയറി. ഫസ്റ്റ് പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ഏത് തിയറി ഏത് ആൻസർ പറയേണ്ടത് നമുക്കറിയില്ല. അതാണ് കുഴപ്പം. നമ്മളെ പ്രോബ്ലം ഓരോരുത്തർക്കും ഓരോ പ്രോബ്ലം ആണ്, അതിനുള്ള ആൻസർ നമ്മൾ കണ്ടെത്തണം. ഇപ്പൊ നിങ്ങളെ പ്രോബ്ലം അതിനുള്ള ആൻസറാണ് ഞാൻ പറഞ്ഞത്. അത് അങ്ങനെയാണ് ചെയ്യുക.
അപ്പോൾ നമ്മൾ പഠിച്ച സോഫ്റ്റ്വെയർ അതിനനുസരിച്ചിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഏത് പ്രൊജക്റ്റിനും നമുക്ക് അതിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇന്റീരിയർ വർക്കിന്റെ ഷെഡ്യൂൾ ആണെങ്കിൽ അത് അങ്ങനെ ഉണ്ടാക്കണം. അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ റിയൽ പ്രൊജക്റ്റ്, അങ്ങനത്തെ ഒരു അസൈൻമെന്റ് തന്നിട്ട് നിങ്ങൾ അത് ചെയ്യും. അതിന്റെ മുമ്പ് കുറച്ച് പഠിപ്പിക്കേണ്ട കാര്യങ്ങളുണ്ട്. സാമ്പിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പഠിപ്പിക്കും. എങ്ങനെയൊക്കെയാണ് ഷെഡ്യൂൾ ഉണ്ടാക്കണം. അതിന് ഒരു 10 സ്റ്റെപ്പ് ഉണ്ട്. ആ 10 സ്റ്റെപ്പ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആ 10 സ്റ്റെപ്പാണ് ബാച്ചിങ് പ്ലാന്റിലാണെങ്കിലും പ്രൊഡക്ഷൻ പ്ലാന്റിലാണെങ്കിലും കൺസ്ട്രക്ഷൻ പ്ലാന്റിലാണെങ്കിലും ഇന്റീരിയറിലാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടത്. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആ ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് നീങ്ങി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ഒരു ഷെഡ്യൂൾ പ്രിപ്പറേഷനെ അതിൻ്റെതായ രീതിയിൽ അപ്രോച്ച് ചെയ്യണം. ഓക്കെ താങ്ക് യു. ക്ലിയർ. ഹലോ, ആ പറഞ്ഞോളൂ. ഞാൻ കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ആ ആ എൻ്റെ പേര് ഷാനവാസ്. ആ പ്രീകാസ്റ്റ് പ്രൊഡക്ഷൻ പ്ലാന്റ് ആണ്. ആ അതെ അതെ പറഞ്ഞോളൂ. ഈ എം എസ് പ്രൊജക്റ്റും പ്രൈമവേരയും തമ്മിൽ എന്താണ് ഡിഫറൻസ്? ആക്ച്വലി എം എസ് പ്രൊജക്ട് മൈക്രോസോഫ്റ്റിന്റെ പ്രൊഡക്റ്റ് ആണ്. പ്രൈമേര എന്ന് പറയുന്ന ഒറാക്കിൾ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ്. രണ്ടും രണ്ട് പ്രൊഡക്റ്റ് ആണ്. ഒരു ഐഫോണും ഗാലക്സി മറ്റേ സാംസങ്ങും പറയുന്ന പോലെ ഐഫോൺ കുറച്ചും കൂടി പ്രീമിയം കൂടിയ സാധനമാണ്. കുറച്ച് ഓപ്ഷൻസ് ഒക്കെ കുറച്ചും കൂടി ബെറ്റർ ആണ്. കുറച്ചും കൂടി ഒരു പ്രീമിയം ആണ്. മാർക്കറ്റിൽ ഒരു പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു 2.5 ലക്ഷം റുപ്യ 2-3 ലക്ഷം റുപ്യന്റെ അടുത്ത് നമുക്കൊരു പ്രൈമേര പർച്ചേസ് ചെയ്യാൻ വരും ഒരു കമ്പനിക്ക്. അതേസമയം നമുക്ക് ഒരു എം എസ് പ്രൊജക്ട് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു 1.5 ലക്ഷം റുപ്യന്റെ ഉള്ളിൽ നിങ്ങൾക്ക് മേടിക്കാം. പക്ഷെ അതിനനുസരിച്ച് പെർഫോമൻസും വളരെ വ്യത്യാസം ഉണ്ടാവും. പ്രൈമറിയിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതിൽ കുറെ ഓപ്ഷൻസ് ഉണ്ട്, മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. എം എസ് പ്രൊജക്റ്റിൽ അത്രത്തോളം ഓപ്ഷൻസ് കുറവാണ് എന്നുള്ളതാണ്. പക്ഷെ പർപ്പസ് രണ്ടും ഒന്നാണ്. ചില കമ്പനീസിൽ പ്രൈമറി ആയിരിക്കും, ചില കമ്പനീസിൽ എം എസ് പ്രൊജക്റ്റ് ആയിരിക്കും ഉപയോഗിക്കുക. കാരണം എല്ലാവർക്കും പ്രൈമറി അഫോർഡബിൾ ആവില്ല. എബ്രോഡൊക്കെ ഈ പറഞ്ഞ അഡ്നോക്കിനും ഖത്തർ ഗ്യാസിനും അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ വലിയ വലിയ സ്റ്റീൽ പ്ലാന്റിനോ ബാച്ചിങ് പ്ലാന്റ്സിനൊന്നും അത് വാങ്ങേണ്ട ഒരു പ്രശ്നം വരുന്നില്ല. അവർക്ക് 2.5 ലക്ഷമോ 20 ലക്ഷമോ ഒരു പ്രശ്നമില്ലല്ലോ. അവരെ സംബന്ധിച്ചിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് ഈ ജോബ് വേക്കൻസിയിൽ കൂടുതൽ കാണുന്നത് ഇതാണ്, പ്രൈമവേരയാണ്. P6 ആണ് കാണുന്നത്. അതെ അതെ. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ പ്ലാനിങ് പ്രൊസീജിയറിൽ ഖത്തർ ഗ്യാസിന് ഞാൻ ആക്ച്വലി ആ ഡോക്യുമെന്റ് ഇപ്പൊ എന്റെ അടുത്തില്ല, ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ചാനലിലുണ്ട്. പ്ലാനിങ് പ്രൊസീജിയറിൽ പറയുന്നുണ്ട് ഖത്തർ ഗ്യാസിന്റെ അഡ്നോക്കിന്റെ ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ. അതായത് ഒരു ഗൈഡ് ലൈൻ ആണ്. ഈ പ്രൊജക്ട് എങ്ങനെ നിങ്ങൾ മോണിറ്റർ ചെയ്യണം എന്നുള്ളതിന്റെ ഗൈഡ് ലൈൻ കൊടുക്കുന്നിടത്ത് പറയുന്നുണ്ട് പ്രൈമവേര സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ചെയ്യണം, ഷെഡ്യൂൾ ഉണ്ടാക്കണം. ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4, 5 ലെവൽ ഉണ്ട് ഒരു ഷെഡ്യൂളിന്. ആ ലെവൽ എല്ലാ ലെവലും പ്രൈമവേര വെച്ചിട്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഇത്രയും ഷെഡ്യൂൾ വേണം, ഫേസിലുള്ള ഷെഡ്യൂളൊക്കെ പ്രൈമറിയിൽ വേണമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ പ്രൈമറിക്ക് ഇത്ര ഡിമാൻഡ് വരാൻ കാരണം. ഓക്കെ. പിന്നെ ഈ പ്ലാനിങ് എഞ്ചിനീയർ ആര് അണ്ടറിലാണ് ഇത് വരുന്നത്? എങ്ങനെ പ്രൊജക്ട് മാനേജർ അണ്ടറിലാണ് വരിക? ഡയറക്റ്റ് നോർമലി പ്രൊജക്ട് മാനേജിന്റെ ടീമിലെ പ്രൊജക്ട് മാനേജർ നെക്സ്റ്റ് ടു പ്രൊജക്ട് മാനേജർ ആണ് ഉണ്ടാവുക. ഓക്കെ. ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ് QC, ക്വാണ്ടിറ്റി സർവേയർ, കോസ്റ്റ് കൺട്രോൾ, ഇതെല്ലാം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ വലിയൊരു പ്രൊജക്ട് ആണെങ്കിൽ കുറെ പ്രൊജക്ട് എഞ്ചിനീയേഴ്സ് ഉണ്ടാവും. അവരെ അണ്ടറിൽ സൈറ്റിലില്ല സൈറ്റ് എഞ്ചിനീയേഴ്സ് ഉണ്ടാവും. ഓഫീസിൽ ഡ്രാഫ്റ്റ് മാൻ ഉണ്ടാവും, ഡിസൈനേഴ്സ് ഉണ്ടാവും, എസ്റ്റിമേഷൻ ഉണ്ടാവും. പ്ലാനിങ് എഞ്ചിനീയർ എന്നിട്ട് ഒരു റോള് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ റോള് പ്ലാനിങ് ടീം ഉണ്ടാവും. പ്ലാനിങ് മാനേജർ ഉണ്ടാവും, പ്ലാനിങ് ഏരിയ പ്ലാനർ ഉണ്ടാവും, സീനിയർ പ്ലാനർ ഉണ്ടാവും. അവർക്കൊക്കെ ഓരോരോ ടൈപ്പ് ഓഫ് ടാസ്ക് ഉണ്ട്. ഷെഡ്യൂളർ എന്ന് പറയുമ്പോൾ സൈറ്റിൽ പോയിട്ട് ഷെഡ്യൂളിങ് അനുസരിച്ചിട്ടാണോ വർക്ക് നോക്കുന്നത്. ഡെയിലി ഒരു ടാർഗറ്റ് ഉണ്ടാവും, വീക്കിലി ഒരു ടാർഗറ്റ്, അതൊക്കെ മോണിറ്റർ ചെയ്യുന്നത് ഈ ഷെഡ്യൂളർ ആയിരിക്കും. പ്ലാനിങ് എഞ്ചിനീയർക്ക് സീനിയർ ലെവലിലൊക്കെ പോകുമ്പോൾ ബില്ലിങ്ങും കൂടി നോക്കേണ്ട റെസ്പോൺസിബിലിറ്റി വരും. ചിലർ കോസ്റ്റിംഗ് കൂടി ചെയ്യുന്നവരുണ്ട്. പ്ലാനിങ് മാനേജറൊക്കെ ആവുമ്പോൾ മൊത്തത്തിൽ വലിയ ഷെഡ്യൂളിന്റെ ഓവറോൾ ഇൻചാർജ്, എന്തൊക്കെ പ്ലാനിങ് ആക്ടിവിറ്റീസ് ഉണ്ടോ അതിന്റെ ഒക്കെ ഓവറോൾ ഇൻചാർജ് പ്ലാനിങ് മാനേജർ ആവും. കോസ്റ്റ് കൺട്രോൾ വരുന്നുണ്ടോ? പ്രൊജക്ട് മാനേജർ അല്ല, ഈ പ്ലാനിങ് എഞ്ചിനീയർ അണ്ടറിൽ കോസ്റ്റ് കൺട്രോളും വരുന്നുണ്ടോ? അത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണോ? കോസ്റ്റ് കൺട്രോൾ അല്ല, കമ്പനിയിൽ കോസ്റ്റ് കൺട്രോൾ പ്ലസ് പ്ലാനിങ് പറഞ്ഞിട്ട് വരും. വളരെ റയർ ആണ് ഉണ്ടാവില്ല. കാരണം രണ്ടും എൻ്റർലി രണ്ട് ഡിഫറെന്റ് ജോബാണ്. അത് ഒരാളെ കൊണ്ട് രണ്ടും കൂടി താങ്ങാൻ പറ്റൂല. കാരണം കോസ്റ്റ് കൺട്രോളിങ് പ്രൈമറിയിൽ ചെയ്യാം. അങ്ങനത്തെ ആളുകൾ കൊണ്ട് കോസ്റ്റ് കൺട്രോളിങ്ങിൽ വർക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ ആക്ടിവിറ്റീസ് ഡിഫറെന്റ് ആണ്. പ്ലാനിങ് ആക്ടിവിറ്റീസും ഡിഫറെന്റ് ആണ്. ചില കമ്പനിയിൽ കോസ്റ്റ് കൺട്രോളർ പ്ലാനിങ് എഞ്ചിനീയർ
പറയുമെങ്കിലും അവിടെ ആ പൊസിഷൻ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഒരു റോളായിരിക്കും ചെയ്യേണ്ടി ഒന്നെങ്കിൽ കോസ്റ്റ് കൺട്രോളിങ്ങിന്റെ ജോലിയായിരിക്കും അല്ലെങ്കിൽ പ്ലാനിങ്ങിന്റെ റോളായിരിക്കും. പിന്നെ കോസ്റ്റ് കൺട്രോളർ എപ്പോഴും പ്ലാനിങ്ങിന്റെയും കൂടി ഒരു ഇൻപുട്ട് എടുക്കുന്നുണ്ട്. ഓരോ ആദ്യ കമ്പനിയിലും പ്ലാനിങ്ങിന്റെയും കൂടി ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ അവർ നോക്കും. ഇപ്പൊ ഒരു പ്രീകാസ്റ്റ് ഒരു പ്രൊഡക്ഷൻ പ്ലാന്റില് പ്രീകാസ്റ്റ് പോട്ടെ ഒരു പ്രൊഡക്ഷൻ പ്ലാന്റില് ഈ പ്രൈമവേര എങ്ങനെ യൂസ്ഫുൾ ആവും? അത് ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒന്ന് പറഞ്ഞു തരുന്നുണ്ടായിരുന്നില്ല. അതിലില്ല നിങ്ങളെ ആക്ടിവിറ്റി റീകാസ്റ്റ് കാര്യങ്ങൾ സ്കോപ്പ് ഓഫ് വർക്ക് എടുത്തിട്ട് നമ്മളൊന്ന് പറഞ്ഞു തരുന്നുണ്ടല്ലോ ഓരോ വർക്കിലും. അതിലും നിങ്ങൾക്ക് നിങ്ങളെ പ്രൊഡക്ഷൻ പ്ലാന്റിൽ ഒരു ഫോർമാറ്റ് കാണിച്ചിരുന്നു അല്ലെ? ഒരു സാധാരണ എക്സലിൽ ഫോർമാറ്റ് ഓരോ പ്രൊജക്റ്റിലും ഒരു എക്സലിലുള്ള ഒരു സാധനമായിരിക്കും. അത് അവിടെ എല്ലാ ആൾക്കാർക്ക് മനസ്സിലാവും. പക്ഷെ അത് അത്രത്തോളം ഒരു പ്രസന്റബിൾ അല്ല സാധനം. അതിങ്ങനെ ഒരു പ്രസന്റബിൾ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് ആക്കി മാറ്റണം ഒരു പ്ലാനിങ് എഞ്ചിനീയർ. അപ്പോഴാണ് നമുക്കൊരു മാനേജ്മെന്റ് റോൾക്കൊക്കെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാക്കാം. ഒരു ഡാഷ്ബോർഡ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പാത്ത്, ഏതൊക്കെയാണ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ്, ആ പറഞ്ഞ സാധനം തന്നെ നമുക്ക് ഷെഡ്യൂൾ ആക്കാൻ പറ്റും. നിങ്ങളിപ്പോ ആ ചെയ്ത സാധനം എക്സലിൽ കസ്റ്റമൈസ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു സാധനം ഒരു പ്രൊജക്ട് അത് ആ ടെംപ്ലേറ്റ് തന്നെ ആയിക്കോണമെന്നില്ല വേറെ ബാച്ചിങ് പ്ലാനിൽ ഉപയോഗിക്കാം അല്ലെ? ശരിയല്ലേ? അല്ലെ വേറെ പ്രീകാസ്റ്റ് കമ്പനിയിൽ തന്നെ ആയിക്കോണമെന്നില്ല. അവിടെ വേറെ സെറ്റപ്പോ അല്ലെ? അത് അപ്പൊ നിങ്ങൾ വേറെ ബാച്ചിങ് പ്ലാന്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുക? ഒന്നെങ്കിൽ നിങ്ങൾ ഈ സിസ്റ്റം അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കും, അല്ലെങ്കിൽ അവിടുത്തെ സിസ്റ്റം നിങ്ങൾ നോക്കും, അവിടുത്തെ സിസ്റ്റം അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടി വരും. ഇവിടെ പ്രൈമവേരയിൽ നമുക്ക് ഇതൊക്കെ നമുക്ക് അതുപോലെ ഒരു സ്കില്ലാണ് ഈ ഷെഡ്യൂളിങ്. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റി നമുക്ക് ഒരു പ്രൈമവേരയിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു ഷെഡ്യൂൾ ക്രിട്ടിക്കൽ പാത്ത് ആയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ സാധനം ഒരു ഷെഡ്യൂൾ രൂപത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഏതൊരാൾക്കും നോക്കിക്കഴിഞ്ഞാല് ഏതൊരു ലേമാനും നോക്കിക്കഴിഞ്ഞാല് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്, ഓരോ ആക്ടിവിറ്റീസ് എത്ര ഡ്യൂറേഷൻ ഉണ്ട്, അത് എപ്പോ തീരണം, ഏത് സമയത്ത് ഡെലിവർ ആകണം, ഏത് സമയത്ത് കോൺക്രീറ്റിംഗ് നടക്കണം, എപ്പോഴാണ് അതിന്റെ റിക്വയർമെന്റ്, അതിന്റെ ഡിസൈൻ എപ്പോ വരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളെ ഷെഡ്യൂള് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ലേമാനെ സംബന്ധിച്ചിട്ട്. പക്ഷെ ഇപ്പൊ എല്ലാ റിപ്പോർട്ടിൽ അനുസരിച്ചിട്ട് അങ്ങനെ നോക്കിയാൽ മനസ്സിലാവുമോ എല്ലാവർക്കും? അതാണ് ഇതിന്റെ ഒരു പ്രസന്റേഷൻ പർപ്പസിനും കൂടി നമ്മൾ മാനേജറിയലിലൂടെയൊക്കെ പോകുമ്പോൾ കുറച്ചും കൂടി നമ്മൾ പ്ലാനിങ് റോളിലാവുമ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് സ്കില്ല് വേണം നമുക്ക്, പ്രസന്റേഷൻ സ്കില്ല് വേണം. അതേപോലെ ഷെഡ്യൂളിങ്, മോണിറ്ററിങ്, ഇത് മോണിറ്റർ ചെയ്യും വേണം. ഇപ്പൊ മോണിറ്ററിങ് ഓപ്ഷനും അതിലില്ല. അതിന്റെ ഒരു ഡീഫോൾട്ട് കണ്ടത് അതില് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റില്ല, എത്ര പ്രോഗ്രസ് എവിടെ എത്തിന്ന് അറിയാൻ പറ്റില്ല. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സെറ്റും കൂടി ഉണ്ടാക്കണം നമുക്ക്. ഒരു പ്രൊജക്റ്റിൽ ഇത്ര സ്കോപ്പ് ക്യൂബിക് മീറ്റർ കോൺക്രീറ്റിൽ എത്ര ക്യൂബിക് മീറ്റർ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്തു, ബാക്കി എത്ര ഉണ്ട്, എത്ര പാർട്സ് ആണ് ചെയ്തത്, ഇനി എത്ര ഉണ്ട് കാര്യങ്ങൾ അത് നമ്മൾ എക്സലിൽ ചെയ്യുന്നുണ്ട് പ്ലാന് ആക്ച്വലി ചെയ്യുന്നുണ്ട്, പ്ലാൻ വിസ ആക്ച്വലി ചെയ്യുന്നുണ്ട്, ഡെയിലി ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, കൂടി ഒരു പ്ലസ് ആയിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും, നിങ്ങളൊരു എക്സ്ട്രാ മൈൽ ആയിട്ട് ഇത് കാണിക്കാൻ പറ്റും. ഓക്കെ. താങ്ക് യു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ സർ. എന്റെ പേര് വിവേക്. ഞാനിപ്പോ ഖത്തറിൽ CMMS എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാം. CMMS മെയിൻ്റെനൻസ് സിസ്റ്റം തന്നെയാണ്, കമ്പ്യൂട്ടർ മെയിൻ്റെനൻസ് സിസ്റ്റം. അപ്പോ ഞാൻ കമ്പ്യൂട്ടറൈസ്ഡ് മാനേജ്മെന്റ് മെയിൻ്റെനൻസ് സിസ്റ്റം. ഓക്കെ. അപ്പൊ അതിന്റെ സാപ്പിക്കുള്ള ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ചെയ്യലാണ് ഞങ്ങളുടെ വർക്ക്. അപ്പോ ഞാനിപ്പോ ഈ അടുത്തൊരു ജോബ് ഇന്റർവ്യൂ ചെയ്തിരുന്നു പ്ലാനിങ്ങിന്റെ തന്നെയായിട്ട്. പക്ഷെ അവര് ഇലക്ട്രോണിക്സ് ആയ അവര് അപ്പൊ ഞാൻ എന്റെ ബാക്ക്ഗ്രൗണ്ട് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. അപ്പോ ഈ പ്ലാനിങ്ങില് ചിലപ്പോ വിളിക്കണത് കൂടുതലും മെക്കാനിക്കൽ, ഇലക്ട്രിക്കല്, സിവില് അങ്ങനെയൊക്കെ കാണുക.
നമുക്ക് അപ്പൊ ഞാൻ നിങ്ങളെ സംബന്ധിച്ചിട്ട് ഇപ്പൊ എന്താണ് എന്ത് മെയിൻ്റെനൻസ് പ്ലാനർ ആണോ ഇപ്പൊ? ഞങ്ങളുടെ വർക്ക് എന്ന് വെച്ചാൽ സാപ്പിക്കുള്ള ഡാറ്റ പോപ്പുലേറ്റ് ചെയ്ത് കൊടുക്കുക ആ മെയിൻ്റെനൻസിന്റെ. യെസ് അതാണ് യെസ് വർക്ക്. അല്ല ഓക്കെ മനസ്സിലായി. അത് മെയിൻ്റെനൻസിന്റെ ഡാറ്റ എടുക്കുന്നതാണോ? അല്ല, നമ്മള് ഫീൽഡും ഡ്രോയിങ്സും എല്ലാം ഡാറ്റ സിങ്ക് ചെയ്ത് ആ ഡാറ്റ മൊത്തം സാപ്പിക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഫോർമാറ്റിൽ ഖത്തർ പെട്രോളിയം, ഖത്തർ എനർജിക്കൊക്കെ നമ്മൾ അത് കൊടുക്കുന്നു ഒരു പ്രൊജക്ട് എടുത്തിട്ട്. അപ്പൊ ഒരു സാപ്പിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഓട്ടോമാറ്റിക് മെയിൻ്റെനൻസ് പ്ലാൻ ക്രിയേറ്റ് ആയി വരും. മനസ്സിലായി. മെയിൻ്റെനൻസ് പ്ലാൻ ഉണ്ടാക്കാൻ പറ്റും. മെയിൻ്റെനൻസ് നോട്ടിഫിക്കേഷൻ പോകും മെയിൻ്റെനൻസ് പ്ലാനർക്ക്, ക്രിയേറ്റ് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ അല്ലേ? അതെ, അതാണ് വർക്ക്. അല്ല, അപ്പൊ ആൾറെഡി നിങ്ങള് പ്ലാനിങ് റോളിലാണല്ലോ ഉള്ളത്. ഏകദേശം പ്ലാനിങ് റോളാണ്. ആക്ടിവിറ്റി തന്നെയാണ് ആക്ച്വലി. അപ്പം ആൾറെഡി നിങ്ങൾ ചെയ്യുന്നത് SAPയിൽ ചില കമ്പനീസിലൊക്കെ ഇപ്പോൾ SAP ഒരു ERP ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ അറിയാത്തവർക്ക് വേണ്ടി പറയാണ്, നമ്മളെ പ്രൊഡക്ഷൻ മെയിൻ്റനൻസ്, മെറ്റീരിയൽ മാനേജ്മെന്റ്, വെയർഹൗസ് മാനേജ്മെന്റിലൊക്കെ SAP എന്ന ഒരു ERP സോഫ്റ്റ്വെയർ ഉണ്ട്. അവിടെ ഓരോരുത്തർക്കും ഓരോ മൊഡ്യൂൾ ഉണ്ടാവും. അപ്പോൾ ഈ PM മൊഡ്യൂളിൽ പറഞ്ഞ കാര്യങ്ങൾ ഓരോ PM മൊഡ്യൂളിൽ പ്ലാനേഴ്സിനും ഷെഡ്യൂളേഴ്സും ഒക്കെ ഉണ്ടാവും. അതിൽ അവർക്ക് നോട്ടിഫിക്കേഷന് പോകുന്നത് സൈറ്റിൽ ഇൻസ്പെക്ടർക്ക് ഒരു ആക്സസ് ഉണ്ടാവും, പ്ലാനിങ്ങിന് ഒരു ആക്സസ് ഉണ്ടാവും. ഓരോ SAP കോഡ് എന്നാണ്, ട്രാൻസാക്ഷൻ കോഡ് എന്നാ പറയാം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ട്രാൻസാക്ഷൻ കോഡാണ്. ഒരു ഇൻസ്പെക്ടർ സൈറ്റിൽ പോയി ഒരു മെയിൻ്റനൻസ് നോട്ടിഫിക്കേഷൻ ക്രിയേറ്റ് ചെയ്യും, അത് സിസ്റ്റത്തിൽ ആകും. പിന്നെ അത് ക്രിയേറ്റ് ചെയ്ത് പോകുന്നത് പ്ലാനിങ്ങിന് വരും. അത് അദ്ദേഹം വർക്ക് ഓർഡർ ആക്കി മാറ്റിയാൽ അത് നെക്സ്റ്റ് വീക്കിൽ ഷെഡ്യൂൾ ചെയ്യും. അതൊക്കെ ചെയ്യുന്നതൊക്കെയാണ് SAP ത്രൂ ചെയ്യുന്നത്. ഓരോരുത്തർക്കും ഓരോ ട്രാൻസാക്ഷൻ കോഡായിരിക്കും ഉണ്ടാവുക ലിമിറ്റഡ് ആയിട്ട്. അതിൽ കുറേ ഡാറ്റ മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ SAPന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ ഡാറ്റ പുൾ ചെയ്യാൻ പറ്റും. എത്ര നോട്ടിഫിക്കേഷൻ ഉണ്ട്, ഈ വീക്ക് ചെയ്യേണ്ട എത്ര ഉണ്ട്, എത്ര വർക്ക് ഓർഡർ ആയിട്ടുണ്ട്, എത്ര ടൈപ്പ് വർക്ക് ഓർഡർ, മെയിൻ്റനൻസ് വർക്ക് ഓർഡർ ആണോ, കറക്റ്റീവ് മെയിൻ്റനൻസ് ആണോ, അല്ല അങ്ങനത്തെ ടൈപ്പ് ഓഫ് വർക്ക് ഓർഡേഴ്സ് നമുക്ക് നോക്കാൻ പറ്റും. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതിനൊക്കെ സിസ്റ്റം ഓപ്പറേറ്റിംഗ് ചെയ്യുന്ന ആളുകളുണ്ട് ഒരു പ്ലാന്റിൽ തന്നെ. ഇപ്പം ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്ത കമ്പനി ഫുള്ള് സാപ്പ് ഓറിയന്റഡ് ആയിരുന്നു. എന്നിരുന്നാലും അവിടെ പ്രൊജക്ട് പ്ലാന്റിൽ തന്നെ പ്രൈമറി MS പ്രൊജക്റ്റ് വെച്ചിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ഒരു മെക്കാനിക്കൽ ഡിവിഷന് ലീഡ് ചെയ്ത എൻ്റെ ഫ്രണ്ട് പഠിച്ചത് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളായിരുന്നു. അവരായിരുന്നു അതിൻ്റെ പ്ലാനിങ് നോക്കിയിരുന്നത്. അവർ SAPയും അതേപോലെ ഷെഡ്യൂളും MS പ്രൊജക്റ്റ് ആയിരുന്നു അവിടെ ഉപയോഗിച്ചത്. MS പ്രൊജക്ട് ഷെഡ്യൂള് SAP ആണ് മെയിനായിട്ട് യൂസ് ചെയ്തിരുന്നത്. നിങ്ങളിപ്പോൾ പറഞ്ഞവർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോലിയായിരുന്നു അത്. മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്ത പ്ലാനിങ് എഞ്ചിനീയർ റോളിൽ വർക്ക് ചെയ്യുന്ന ആൾ ഇലക്ട്രിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളാണ്. പക്ഷെ അവർക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റും. ആ സ്കില്ല് നമുക്ക് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞാൽ ആ റോളിൽ വർക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ടെക്നിക്കലായിട്ട് അറിയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നിങ്ങളെ ട്രേഡ് ഏതാണോ എന്നുള്ള കാര്യത്തിൽ പ്രശ്നമില്ല. അത് ഓരോ കമ്പനിയിൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. നിങ്ങൾ പ്യുവർലി ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ടെക്നിക്കൽ റോളിലല്ലല്ലോ പോകുന്നത്. നിങ്ങൾ ഒരു സിവിൽ എഞ്ചിനീയർ ആയിട്ടോ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിട്ടല്ല പോകുന്നത്. നിങ്ങൾ ഒരു പ്ലാനിങ്, ഡാറ്റ മാനേജ്മെന്റ് അല്ലെങ്കിൽ പ്ലാനിങ് റോളിലാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതാത് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ ERPയിൽ പെട്ട ഒരു സാധനമാണ് പ്രൈമറി അല്ലെങ്കിൽ MS പ്രൊജക്റ്റ് ഒക്കെ പറയുന്നത്. ഇത് പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്ലസ് ആണ്. നിങ്ങൾക്ക് SAP ഡാറ്റ മാനേജ്മെന്റിന്റെ കൂടെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളും കൂടി ഉണ്ടെങ്കിൽ ഒരു കമ്പനിയിൽ നിന്ന് വേറെ കമ്പനി റോളിക്ക് മാറാൻ നിങ്ങൾക്ക് കഴിയും. ഈ റോളിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പ്ലാനിങ് എഞ്ചിനീയറിന് നമ്മൾ ട്രേഡ് നോക്കാറില്ല. നമുക്ക് സ്കോപ്പ് അറിഞ്ഞാൽ മതി, നമുക്ക് ചെയ്യാനുള്ള ജനറൽ അവയർനെസ് ഉണ്ടായാൽ മതി. അതിൽ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. ഇലക്ട്രോണിക്സ് ആണെങ്കിലും ഇലക്ട്രിക്കൽ ആണെങ്കിലും BTech ഏത് ബ്രാഞ്ചിൽപ്പെട്ട ആളാണെങ്കിലും ഡിപ്ലോമ ആണെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പൊ ഞാനിപ്പോ ക്ലാസ് എടുക്കണമെങ്കിൽ എനിക്ക് ഫ്രൈഡേ ആണ് ഫ്രീ ആവുക. അപ്പൊ ഫ്രൈഡേ മാത്രമായിട്ട് നോക്കാൻ പറ്റുമോ? കുഴപ്പമില്ല, അതൊക്കെ നിങ്ങളെ ടൈം അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി. നമുക്ക് അങ്ങനെ ടൈം ലിമിറ്റ് ഒന്നുമില്ല. പഠിക്കുന്നവർക്ക് എത്ര സമയം എടുത്തിട്ടും പഠിക്കാം, ഏത് സമയത്തും പഠിക്കാം, ഏത് സമയത്തും നമ്മൾ അവൈലബിൾ ആയിരിക്കും. ഇത്ര ടൈം കഴിഞ്ഞ കോഴ്സിന് ഇത്ര സമയം എന്നില്ല. മാക്സിമം നിങ്ങൾ പഠിച്ച് എപ്പോഴും ഇത് പഠിച്ച് തീർക്കാൻ നോക്കുക അത്രയും പെട്ടെന്ന്, ഒരുപാട് സമയം എടുക്കാതെ. കാരണം ഒരു 10 to 15 days നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എടുത്താൽ തീർക്കേണ്ട സാധനമാണ്. പിന്നെ നിങ്ങൾക്ക് ഫ്രീ ടൈം എടുത്താൽ ഇതിപ്പോ ഒരു ഫുൾ ഡേ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എക്സ്ട്രാ അവേഴ്സ് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ച് തീർക്കാം. അങ്ങനത്തെ ഒരു 3-4 ദിവസം കിട്ടിയാൽ മതി. അപ്പൊ ഒരു മന്തിന്റെ ഉള്ളിൽ ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ സർ.
ഓക്കെ, താങ്ക് യു. ജാഫറിന് എന്തെങ്കിലും ചോദിക്കണ്ടോ? ഞാൻ സൗദിയിലെ വർക്ക് ചെയ്യുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഞാൻ സൗദിയിലെ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഒരു മെയിൻ്റനൻസ് പ്ലാനിങ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ പോലെ സാപ്പ് യൂസ് ചെയ്യുന്നത് കാര്യം പ്രൈമറിയും കൂടി കുറച്ചൊരു സ്കിൽ ഉണ്ടാക്കും. കാരണം ഞങ്ങളവിടെ യൂണിറ്റ് ഷട്ട് ഡൗണുകൾ ഉണ്ടാവും. യൂണിറ്റ് ഷട്ട് ഡൗൺ വരുമ്പോഴാണ് ഷെഡ്യൂളിങ്ങിന്റെ പർപ്പസ് കൂടി. കാരണം SAP എത്ര വലിയ കമ്പനി ആണെങ്കിലും എത്ര വലിയ ERP ആണെങ്കിലും SAP ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുമോ കറക്റ്റ്? സ്കെഡ്യൂൾ ചെയ്യാം, പക്ഷെ ഇപ്പൊ നിലവിൽ അങ്ങനെ ഒരു വർക്ക് ഓർഡർ ലെവൽ സ്കെഡ്യൂളിംഗ് നടക്കുന്നുണ്ട്. ഓപ്പറേഷൻ അതിൽ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും, പക്ഷെ ആ ഷെഡ്യൂൾ നമ്മൾ സൈറ്റിൽ വെച്ചിട്ട് അങ്ങനെ ഒരു ഫോളോ ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണോ? അത് സിസ്റ്റം വൈസ് ഓക്കെ. സിസ്റ്റം വൈസ് നമ്മൾ KPIs കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കുറെ ഷെഡ്യൂളിങ്ങും വർക്ക് ഓർഡർ ക്ലോസിങ്ങും നോട്ടിഫിക്കേഷനും ഒക്കെ ചെയ്യെങ്കിലും എക്സിക്യൂഷൻ ലെവലിൽ ഇപ്പോഴും നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റിൽ അവിടെ ഒരു MS പ്രൊജക്ട് പ്രൈമറി ഷെഡ്യൂൾ തന്നെ വേണ്ടേ? അതെ, അത് വേണം. കാരണം ഇവിടെ നമുക്ക് ഒരു സെറ്റ് ഓഫ് KPIs ഉണ്ട്. ആ KPIsനെ ട്രാക്ക് ചെയ്യാൻ ഇത് യൂസ് ചെയ്യും. പക്ഷെ ഇങ്ങനത്തെ ഈ നമ്മളെ ഗ്യാപ്പ്, പ്രൊജക്ട് ഗ്യാപ്പ്, ഈ ഷട്ട് ഡൗണിന്റെ പ്രോഗ്രസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ അവിടെയൊക്കെ വരുമ്പോ ഇതാണ് പ്രൈമവേറാണ് കാര്യമായിട്ട്. അതെ, അവിടെ മാത്രം ഇപ്പൊ നമ്മൾ ഡെയിലി ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഡെയിലി ഉള്ളത്, ഡെയിലി എത്ര പെർസെന്റേജ് ആയിട്ടുണ്ട്, എത്ര ഡിലേ ഉണ്ട്, എത്ര പെർസെന്റേജ് ആയി, എത്ര ഡിലേ ഉണ്ട്, എത്ര റിസോഴ്സ് ആയി, എത്ര കോസ്റ്റ് ആയി, എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് SAP കിട്ടുമോ? SAP അങ്ങനെ ആ ഒരു ലെവലിൽ നമ്മൾ പോവില്ല. SAP പോയില്ല. കാരണം എന്താ വെച്ചാല് SAP ഒരു ട്രാൻസാക്ഷൻ കോഡിന് ഇത്ര പൈസയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ റോളിലുള്ള ആൾക്കാർക്ക് ഒരു ട്രാൻസാക്ഷൻ കോഡ്, ഒരു 4-5 ട്രാൻസാക്ഷൻ കോഡ് ഉണ്ടാവും. ആ ട്രാൻസാക്ഷൻ ആക്സസ് ഉണ്ടാവുള്ളൂ. മാത്രല്ല SAP ഇത്തരം ഓപ്ഷൻസ് എല്ലാവർക്കും കൊടുക്കൂല. മാത്രല്ല ഈ പറഞ്ഞ സാധനങ്ങൾ SAP ഇല്ല എന്നാണ് എന്റെ അറിവ്. SAP വളരെ നല്ല സോഫ്റ്റ്വെയർ ആണ്. അതിന്റെ ഒരു പെർസ്പെക്റ്റീവ് ഡിഫറെന്റ് ആണ്. അത് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും SAP വേണം. വെയർ ഹൗസിലും വേണം, മെയിൻ്റനൻസിലും വേണം, അഡ്മിനിലും വേണം, പ്ലാനിങ്ങിലും വേണം. ഒരു MNC കമ്പനിയിൽ എല്ലായിടത്തും SAP നെറ്റ്വർക്ക് കണക്റ്റഡ് ആവണം. ഈവൻ നമ്മളെ മെറ്റീരിയൽ ഡെലിവർ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് വരെ ഈ SAP വേണം. എന്നാലേ നമുക്ക് ഒരു പർച്ചേസ് റിക്വസ്റ്റ് കൊടുക്കാനോ പർച്ചേസ് ഓർഡർ കൊടുക്കാനോ SAP നമ്പർ വെച്ചിട്ടാണ് കൊടുക്കുക. അതുകൊണ്ടാണ് SAP നമ്പർ മാൻഡേറ്ററി ആകുന്നത്. ഓരോ കമ്പനിക്ക് SAP നമ്പർ മാൻഡേറ്ററി ഉള്ളവർക്ക് അവരുടെ ഇതിന് കൊടുക്കുള്ളൂ. അപ്പോൾ നിങ്ങളെ ടൈമിംഗ് പേഴ്സണൽ ട്രെയിനിങ് ആണോ അതോ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ എടുത്തിട്ട്? ഓരോരുത്തർ ഇപ്പൊ നമ്മൾ 4-5 ആൾക്കാർ സംസാരിച്ച 5 ആൾക്കാരും 5 കാറ്റഗറിയാണ്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ റിക്വയർമെന്റ് ആണ്. നമ്മള് ഒരു സാധനത്തിന്റെ പല ആംഗിളിൽ കാണണം. പക്ഷെ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ഈ റോള് മാറി വേറെ റോളിനെ കുറിച്ചും ചിന്തിക്കണം. ഒരു റോളിൽ മാത്രം നിൽക്കരുത്. ഇപ്പൊ ഓരോരുത്തരും ഓരോ ആംഗിളിൽ മാത്രം കാണരുത്. ഇപ്പം നെക്സ്റ്റ് നേരത്തിൽ ഇപ്പൊ നിങ്ങൾ പോകുന്ന കമ്പനിയിൽ പ്യൂർലി MS പ്രൊജക്റ്റോ അല്ലെങ്കിൽ പ്രൈമറി ആയിരിക്കും. അവിടെ SAP ഉണ്ടാവില്ല. അവിടെ വേറെ ചിലപ്പോൾ ERP സോഫ്റ്റ്വെയർ ആവും. അപ്പൊ ഫ്ലെക്സിബിൾ ആവണം. പ്ലാനിങ് എഞ്ചിനീയർ റോൾ എന്ന് പറഞ്ഞാൽ എല്ലാം പഠിക്കാനുള്ള ഒരു ഇത് വേണം, അത് അപ്ലൈ ചെയ്യാനുള്ളത് വേണം. അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ കാണണം. കൊല്ലം 1-to-1 ആണ്. ഇപ്പോ നമുക്ക് വലിയ ചലഞ്ചസ് സോൾവ് ചെയ്യാൻ കൊല്ലം 1-to-1 ആണ്. നിങ്ങളെ ടൈമിംഗ് അനുസരിച്ചിട്ട് തന്നെയാണ്, പേഴ്സണൽ ഗ്രൂമിങ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വെള്ളിയാഴ്ച ശനിയാഴ്ച അങ്ങനെയൊക്കെ ഒരു എൻ്റയർ ഡേ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനുള്ള രീതിയിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മളെ സംബന്ധിച്ച് അതൊന്നും ബുദ്ധിമുട്ടില്ല. നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് ടൈമിലും നമുക്ക് പഠിച്ചെടുക്കാം. താങ്ക് യു. ഓക്കെ. വേറെ ആരെങ്കിലും ചോദിക്കാനുണ്ടോ? മുഹമ്മദ്, അനൂജ്, ജെറി, ജയമോൻ, ചോദിക്കാനുണ്ട്. മുഹമ്മദ് ചോദിച്ചോളൂ. സാറേ, ഞാനിപ്പോ എന്റെ പേര് മുഹമ്മദ് ആണ്. ഞാൻ അബുദാബിയിൽ വർക്ക് ചെയ്യാണ്. കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ. ഞാൻ അബുദാബിയിൽ ഇപ്പം സൈറ്റ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോ റോഡ്സ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ആണ് നമ്മളെ പ്രോജക്റ്റ് ഒക്കെ വരുന്നത്. അപ്പൊ ഞാനിപ്പോ ഇതിലേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടിട്ട് പ്ലാൻ ചെയ്യുന്നതാണ്, പ്ലാനിങ്ങിലേക്ക്. അപ്പോ എനിക്ക് 1-2 ഇന്റർവ്യൂസ് കിട്ടി പ്ലാനിങ്ങിന്റെ. ഞാനിപ്പോ കുറച്ച് ബേസ് ആയിട്ട് നമ്മൾ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ പഠിച്ച, അതൊന്നും എനിക്ക് വെർത്തല്ല, ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല.
അപ്പോ ആ 0 to 2 years ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലാനർ ആവാൻ വേണ്ടിട്ടേ നമ്മൾ എത്ര മനസ്സിലായി ദിവസം മനസ്സിലായി ഈ കോഴ്സ് മനസ്സിലായി. അത് എത്ര ഞാൻ ദിവസം വെബിനാറിൽ പറഞ്ഞ മനസ്സിലായോ? അതേ പ്രശ്നം തന്നെയല്ലേ നിങ്ങൾ ഫേസ് ചെയ്തത്? അതന്നെ തന്നെ ചോദ്യങ്ങൾക്കൊന്നും പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ ആൻസറാണ് ഇന്ന് ഒരു സ്റ്റുഡന്റ് ഇന്റർവ്യൂ ക്രാക്ക് ആയത്. ആ അപ്പൊ ആ എനിക്ക് ഡിഫറൻസ് ഞാൻ തന്നെയാണ് എന്റെ നമുക്ക് എന്റെ പറയാനുള്ളത്. ഇതെന്ന് പറയുന്നത് ഞാനിപ്പോ ഓൾറെഡി 3 years എക്സ്പീരിയൻസ് എനിക്ക് സൈറ്റ് എക്സ്പീരിയൻസ് ആണ് ഉള്ളത്. അപ്പൊ എനിക്കത് ഇപ്പൊ ഒരു ഇന്റർവ്യൂ പോകുമ്പോൾ ഒരു 0 to 1 year or 2 year പ്ലാനറായിട്ട് എക്സ്പീരിയൻസ് ഉള്ളത് പോലെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റണം. പോകാൻ പറ്റണം. മനസ്സിലായി. അതേ ഞാൻ പറഞ്ഞത്, നിങ്ങളിപ്പോ ആ ഈ എക്സ്പീരിയൻസ് നിങ്ങൾ ആ രീതിയിൽ ട്യൂൺ ചെയ്യണം. അതിനാണ് നമ്മളിപ്പോ ആ പറഞ്ഞത്, നമ്മുടെ ട്രെയിനിങ് നിങ്ങൾക്ക് അങ്ങനെ നമുക്ക് ട്യൂൺ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ ഓക്കെ ഇപ്പൊ നിങ്ങൾ ഓക്കെ വർക്ക് സാർ. ചെയ്യുമ്പോൾ തന്നെ ആ പെർസ്പെക്റ്റീവിൽ നിങ്ങൾക്ക് വർക്കിനെ കാണാനും പറ്റും. ആ ഇപ്പൊ ഉള്ള ആ കമ്പനിയിലോ അല്ലെങ്കിൽ വേറെ കമ്പനിക്കോ നിങ്ങൾക്ക് പ്ലാനിങ് എഞ്ചിനീയർ ആയിട്ട് ഇൻഫ്രാസ്ട്രക്ചറിൽ ഡെവലപ്മെന്റ് റോഡ് വർക്കിൽ പ്ലാനിങ് എഞ്ചിനീയർ ഒക്കെ ആയിട്ട് നിങ്ങളിപ്പോ നിങ്ങൾക്ക് കാര്യം നിങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താ പറയട്ടെ, നിങ്ങൾക്ക് എ ടു ആ സെഡ് റോഡ് വർക്കിന്റെ കാര്യങ്ങൾ ആക്ടിവിറ്റീസ് അറിയുന്നുണ്ടാവും. ഏകദേശം എത്ര സമയം എടുക്കും, ആ എത്ര ലേബർ ഓക്കെ വേണം, ഓക്കെ. എന്തൊക്കെ ആ മെറ്റീരിയൽ ഹാ വേണം, ഹാ ഹാ. റിസോഴ്സിനെ കുറിച്ച് കോസ്റ്റിനെ കുറിച്ചും എന്തിലാരും കൂടുതൽ ധാരണ നിങ്ങൾക്ക് ഉണ്ടാവും. അതെ 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 നിങ്ങൾക്ക് ആകെ നിങ്ങളെ ട്യൂൺ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതായത് ഓരോരുത്തരും ട്യൂൺ ചെയ്യാൻ സുഖമാണ്. കാരണം അവർക്ക് ഗ്യാപ്പിലെ സാധനം പറഞ്ഞു കൊടുത്താൽ മതി. അതെ അതെ സാർ. അപ്പൊ എനിക്കിപ്പോ വീക്ക്ലി ഓഫ് വരുന്നത് സാറ്റർഡേ ആണ്. അപ്പൊ ഏത് ടൈമിലേക്ക് ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്യുന്ന എനിക്ക് അപ്പൊ മനസ്സിലാവാത്തത്. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങളെ ഫ്രീ ഉള്ള ടൈമിൽ എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ഉള്ള ടൈം ഏത് ദിവസമാണെങ്കിലും ഏത് സമയമാണെങ്കിലും നമുക്ക് ഡെയിലി പറയാം. ഇത്ര ഹവർന്നൊന്നും ഇല്ല അങ്ങനെ. ഇല്ല, അങ്ങനെ പ്രശ്നമില്ല. കാരണം നമ്മളെ സെഷൻ നമ്മളെ ഒരു ഇത് പറഞ്ഞാല് നമുക്ക് റെക്കോർഡഡ് സെഷൻസ് ഉണ്ട്, നമുക്ക് ഡൗട്ട് ക്ലാരിഫിക്കേഷൻ വാട്സപ്പ് ത്രൂ ഉണ്ട്, ഇതേപോലെ ഗൂഗിൾ മീറ്റ് ഉണ്ട്, എപ്പോഴും ഫോൺ വിളിച്ച് ചോദിക്കാൻ പറ്റും, സ്ക്രീൻഷോട്ട് എടുക്കുക, അസൈൻമെന്റ് ഉണ്ട്, എല്ലാം ഒരു ഹൈബ്രിഡ് മോഡാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ദിവസം ഫുള്ള് ചെയ്യണമെന്നുണ്ടെങ്കിലും ഞാൻ ഓൺ ദ സ്പോട്ടിൽ ഓക്കെ നമുക്ക് ഇന്ന ടോപ്പിക്ക് തുടങ്ങാം. ഇപ്പൊ സാറ്റർഡേ ഫുൾ ഡേ ആ ഇരിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പറയും ഇന്നത്തെ ദിവസം നമ്മൾ ഫസ്റ്റ് ഇത് വെച്ച് തുടങ്ങാണ്. അപ്പോൾ നമ്മൾ ഇന്ന് EPS OPS ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് ഇന്നതാണ് അത് എവിടെയാണ് അപ്ലിക്കേഷൻ പറ്റുന്നത്, എന്തിനാണ് അത് പറയുന്നത്, എന്തിനാണ് പഠിക്കുന്നത്, അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഓക്കെ എന്തൊക്കെ അതിന് ചോദ്യം വരും. അപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് അതിന്റെ ഒരു റെക്കോർഡ് സെഷൻ തരും ഇത് ചെയ്ത് നോക്കാൻ. അപ്പൊ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കാം, വീഡിയോ കാണാം, നിങ്ങൾക്ക് ചെയ്ത് നോക്കാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അപ്പൊ തന്നെ ചോദിക്കാം. എന്നിട്ട് ഓക്കെ ഞാനത് ചെയ്തു, അസൈൻമെന്റ് ഒരിക്കൽ അയച്ചു കഴിഞ്ഞാൽ ഓക്കെ ആ പാർട്ട് കഴിഞ്ഞു, നെക്സ്റ്റ് സെക്ഷൻ അപ്പൊ തന്നെ തുടങ്ങും. അങ്ങനെ ഒരു ആ 2 ഹാ ഹാ. 3 പാർട്ട് അല്ലെങ്കിൽ 4 പാർട്ടൊക്കെ ഒരു ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇത് മാസ്റ്റർ ചെയ്യാം. അല്ലെങ്കിൽ ഒരു 4 ദിവസം കൊണ്ട്, മാക്സിമം 5 ദിവസം കൊണ്ട് നിങ്ങൾക്ക് പിടിച്ചോളൂ. മാക്സിമം 4 ആഴ്ച കിട്ടി കഴിഞ്ഞാൽ, 4 ആഴ്ചയിൽ 4 ശനിയാഴ്ച കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കവർ ചെയ്യാൻ പറ്റും എന്നാണ് തോന്നുന്നത്. ഫുള്ള് കവർ ചെയ്യാൻ ഇരുന്നാലും പറ്റും. ഫുൾ ഡേ ഫുള്ള് ഇരിക്കണം, ഇരിക്കുകയാണെങ്കിൽ അല്ലേ? ഇരിക്കണം, ചെയ്ത് നോക്കണം. അപ്പോഴേ കൺസെപ്റ്റും ഓക്കെ കാര്യങ്ങളും സാർ. മനസ്സിലാവുള്ളൂ, അപ്പോഴേ തറവാവുള്ളൂ. ആ ഹാ ഹാ. ഇത് നമ്മള് A to Z, അതായത് ഒരു ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ലെവലിലേക്ക് നമുക്ക് മൊത്തം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പറഞ്ഞല്ലേ? അതെ. അപ്പൊ റോഡ് വർക്ക് വരികയാണെങ്കിൽ ഞാൻ അങ്ങോട്ടൊരു കാര്യം ചോദിക്കട്ടെ, റോഡ് വർക്കിൽ എത്ര ലെയർ ഉണ്ട് റോഡിൽ? ഓക്കെ സാർ. മുഹമ്മദ്, ഒരു ഡൗട്ട്, അതിൽ ഒരു റോഡിന് ലെയറാ എത്ര ലെയർ ഉണ്ട്? സബ് കോഴ്സ് മറ്റേ കാര്യങ്ങളൊക്കെ അല്ലേ, ലോഡ് നമ്മളിവിടെ അഗ്രിഗേറ്റ്? ഇവിടെ ഇവിടെ ഇപ്പം മോസ്റ്റ്ലി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോ ഡിസൈൻ പ്രകാരം ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ സബ് ഗ്രേഡ്, സബ് ബേസ്, റോഡ് ബേസ്, പിന്നെ ആസ്ഫാൾട്ട് ലെയർ ആണ് വരുന്നത്. ആ, അപ്പൊ ഇതാണ് ഞങ്ങൾ 5 ആക്ടിവിറ്റി വരുന്നത്. ഓരോന്നിനും ആ ആക്ടിവിറ്റീസിന് ഡ്യൂറേഷൻ ഉണ്ടാവില്ലേ, എത്ര കിലോമീറ്റർ ആണ് നിങ്ങൾ ഓരോന്ന് ചെയ്യുക, ഓരോന്നിനും ആ ഓരോ ഹാ ഹാ സീക്വൻസ് ഹാ. ഉണ്ടാവില്ലേ, അതിന് എത്ര അതായത് നമ്മള് എക്യുപ്മെന്റ് വേണം, അല്ല അതായത് എത്ര ലേബർ വേണം, എത്ര അതായത് മെറ്റീരിയൽ നമ്മൾ വേണം. ഒരു ക്രൂ ഇപ്പൊ റോഡ് ബേസിലോ അല്ലെ സബ് ബേസിലോ വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഒരു ട്രക്ക് റോഡ് ആണെങ്കിൽ വിഡ്ത്ത് ഏകദേശം ഒരു മോർ ദാൻ 6 മീറ്റർ 7 മീറ്റർ ഉണ്ടെങ്കിൽ നമുക്കൊരു ആ 4000 സ്ക്വയർ വരെ പെർ ഡേ ചെയ്യാൻ പറ്റും. ടോട്ടൽ എത്ര കിലോമീറ്റർ ആണ് നിങ്ങളെ പ്രൊജക്ട് വരുന്നത്? ഞങ്ങളിത് ഇപ്പോ കഴിഞ്ഞ ഗ്ലാസ് പ്രോജക്റ്റ് ഉണ്ടായത് പിന്നെ ഒരു 15 കിലോമീറ്റർ, അത് ഈ ഷാബിയ എന്ന് പറയും, ഒരു ഇന്റേണൽ റോഡ്സ് ആണ് മൊത്തം, പിന്നെ ഒരു മെയിൻ റോഡ് വരുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ ടോട്ടലി ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഒരു സൈറ്റ് എഞ്ചിനീയർ പെർസ്പെക്റ്റീവ് പോയിന്റ് ഓഫ് നോക്കുമ്പോൾ അയാൾക്ക് ഉം. അയാൾ ഇങ്ങനെ വർക്ക് ചെയ്ത് പോവുകയാണ്, ഇത് എന്ന് തുടങ്ങി എന്ന് തീരണം, ആ എത്ര കിലോമീറ്റർ ഉണ്ട്, ഔട്ട് ഓഫ് ഇത്ര കിലോമീറ്റർ, എത്ര കിലോമീറ്റർ തീർന്നു, എത്ര മെറ്റീരിയൽ ടോട്ടൽ വേണം, എത്ര കോസ്റ്റ് ഉണ്ട്, ആ ബഡ്ജറ്റ് ആ ബഡ്ജറ്റ് ആണോ ഓവർ ബഡ്ജറ്റ് ആണോ, ഓൺ ടൈമിലാണോ ഡിലേ ആണോ, ഇത് നോക്കുന്നതാണ് പ്ലാനിങ് റോഡ്. അതിന്റെ ഒരു പ്ലാനിങ്ങിലേക്ക് ഗൈഡ് വരുന്നത്. ലൈനിലാണ് പ്രൊജക്ട് മൂവ് ചെയ്യേണ്ടത് പ്രോപ്പറായിട്ട്. അതെ, പ്രോപ്പറായിട്ട് അതിനനുസരിച്ചിട്ടാണ് പോകാനായിട്ട്. ഇപ്പൊ നിങ്ങളെ റോളിലുള്ള ആള് വർക്ക് ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങളെ റോള്, ഇനി അതെ അതെ നിങ്ങളെ റോള് എന്ന് പറഞ്ഞാല് അത് മാനേജറിയൽ റോളിലാണ് പോകേണ്ടത്.
അപ്പൊ ഇപ്പൊ ഇല്ലേ സൈറ്റ് എഞ്ചിനീയർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പൊ ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ പറയില്ലേ, ആദ്യം നമ്മൾ ആ ആ ബിസിനസ് ചെയ്ത് നോക്കണം, അറിയില്ലാത്ത ബിസിനസ് ചെയ്യരുതെന്ന് പറയും. അതേപോലെ നിങ്ങളെ ആ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇപ്പൊ ഓൾറെഡി ബിസിനസ് ചെയ്ത് പരിചയമുണ്ട്, നിങ്ങൾ ഇനി അത് ബിസിനസ് ഓണർ ആയാൽ മതി. ഓക്കെ 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 സർ. ഓക്കെ. യാസിർ ചോദിച്ചോ. ഹലോ, ചോദിച്ചോ. ഞാൻ അവിടെ കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ആ അപ്പോ ഞാൻ ഒരു ക്രയോജനിക് ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇൻഡസ്ട്രിയൽ ഗ്യാസസിന്റെ ഇൻഡസ്ട്രിയാണ്. മനസ്സിലായി. മനസ്സിലായി. അതിലിപ്പോ എനിക്ക് ഈ ക്രയോജനിക് ബൾക്ക് സ്റ്റോറേജ് ടാങ്കും ഈ ട്രാൻസ്പോർട്ട് ടാങ്കുകളും ഈ ലിക്വിഡ് നൈട്രജന്റെ ഒക്കെ ടാങ്കുകളുടെ ഒക്കെ മെയിൻ്റനൻസ് ആണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെസൽസിന്റെ. അത് അതോടുകൂടി തന്നെ എനിക്ക് ഇതിന്റെ സ്റ്റോറേജ് വെസൽസിന്റെ ഇൻസ്റ്റാളേഷൻ ജോബുകളും വരാറുണ്ട്. അതായത് ഓരോ ഹോസ്പിറ്റലിൽ ഈ ഓക്സിജന്റെ ടാങ്ക് വെക്കുക, അല്ലെങ്കിൽ ഒരു ഫുഡ് ഇൻഡസ്ട്രിയിൽ നൈട്രജന്റെ CO2 ഒക്കെ ടാങ്ക് വെക്കുക, അല്ലെങ്കിൽ അതിന്റെ ഗ്യാസിന്റെ സൊല്യൂഷൻസ്, ഇങ്ങനത്തെ ഗ്യാസിന്റെ ഒക്കെ ചില ലാബ്സിലും നമ്മൾ ഈ ഓയിൽ കാര്യങ്ങൾക്കൊക്കെ ആൻഡ് ഗ്യാസിലൊക്കെ നൈട്രജൻ പർജിങ് ഒക്കെ ചെയ്യില്ലേ ഇതില് അല്ലേ, ഓപ്പറേഷൻ? ഫ്രാക്കിംഗ് അങ്ങനത്തെ പരിപാടി ഉണ്ട്. ആ പാർട്ട് എനിക്കില്ല. ഞാൻ മോസ്റ്റ്ലി ഈ ലാബുകൾക്കുള്ള ഗ്യാസ് സപ്ലൈ, ഇപ്പൊ ഒരു ലാബ് ആണെങ്കിൽ അതിനകത്ത് പലതരം ഗ്യാസിന്റെ ആവശ്യം ഉണ്ടാവും. അപ്പൊ നമ്മൾ പുറത്തൊരു ബാങ്ക് പോലെ സെറ്റ് ചെയ്ത് അവിടെ നിന്നുള്ള പൈപ്പ് ലൈൻസ് എടുത്ത് കൊടുന്ന് ഈ ലാബിൽ കൊടുക്കുക. അങ്ങനത്തെ ചെറിയ ചെറിയ പ്രോജക്റ്റുകളാണ്. ഒരു വലിയ ഡ്യൂറേഷനുള്ള പ്രോജക്ട്സ് ഒന്നല്ല. പിന്നെ അതിന്റെ കൂടെ തന്നെ ഈ സെമി ട്രെയിലർ കാര്യങ്ങളുടെ ഒക്കെ പ്രിവെന്റീവ് മെയിൻ്റെനൻസും കറക്റ്റീവ് മെയിൻ്റെനൻസും ചെയ്യുന്നുണ്ട്. അപ്പോ ഈ ഈ ഫീൽഡുകളിലൊക്കെ നമുക്ക് ഇത് എങ്ങനെയാണ് നമ്മൾ ഈ പ്രൈമവേറിയും ഈ പ്ലാനിങ്ങിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? സ്റ്റോറേജ് ടാങ്കിന്റെ ഫാബ്രിക്കേഷൻ ആണോ ചെയ്യുന്നത്? സ്റ്റോറേജ് ടാങ്കിന്റെ റീഫർബിഷ്മെന്റ് ചെയ്യുന്നത്, അതായത് ഒരു ആക്സിഡന്റ് ഒക്കെ ആയിട്ട് വരുന്ന ടാങ്ക്സിന്റെ ഒക്കെ നമ്മൾ ഒരു ഓൾമോസ്റ്റ് ഒരു 75% പോയ ടാങ്ക് ഒക്കെ നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് പഴയ സ്റ്റേജിലേക്ക് റീസ്റ്റോർ ചെയ്യാറുണ്ട്. പിന്നെ ഈ NDT ടെസ്റ്റ്, ഹൈഡ്രോ ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ സിലിണ്ടറിന്റെ റാക്സ് ഉണ്ടാവുമല്ലോ, പിന്നെ നമ്മൾ ഈ പുറത്ത് ഓഫ് ഷോറിലൊക്കെ കൊണ്ടുപോകുന്ന പോലെ ഈ പല ഗ്യാസുകളുടെ റാക്കുകൾ, കുറെ സിലിണ്ടേഴ്സ് ഈ അടുക്കി വെച്ചിട്ടുള്ള റാക്സ് കാര്യങ്ങൾ, അതിന്റെ ഫാബ്രിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു മൾട്ടിപ്പിൾ എല്ലാം ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോ അതിന്റെ ഈ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായി തോന്നാറുണ്ട്. ഇപ്പൊ ഒരു സൈഡിൽ പ്രൊജക്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ട്രെയിലേഴ്സിന്റെ റിപ്പയറും കാര്യങ്ങളൊക്കെ എനിക്ക് വരാറുണ്ട്. അപ്പൊ ഇവിടെ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിൽ ഇത് എങ്ങനെയാണ് ഇപ്പൊ ഈ മെയിൻ്റെനൻസിലും പ്രൊജക്ട്സിലൊക്കെ ആയിട്ട് ഈ വലിയ ലിക്വിഡ് നൈട്രജന്റെ ഒക്കെ ടാങ്കുകളുടെ ട്രെയിലർ കണ്ടിട്ടുണ്ടാവും നമ്മള് ഗൾഫിലൊക്കെ? അതെങ്ങനെ നിങ്ങളെ സ്കോപ്പിൽ റിസോഴ്സ് നിങ്ങളെ ട്രെയിലർ നിങ്ങളെ തന്നെ വരുന്നത്? ഇവിടെ ഈ ക്രയോജനിക് വെസൽ അതിന്റെ ആ മേലുള്ള ടാങ്കിന്റെ മാത്രം റിപ്പയർ ആയി വരുന്നത്. വാക്യൂം മെയിൻ്റെനൻസ്, ആ ഒരു വാക്യൂം ടാങ്കേഴ്സ് ആണല്ലോ, അപ്പൊ അതിന്റെ വാക്യൂം റീസ്റ്റോർ ചെയ്ത് കൊടുക്കുക, അങ്ങനത്തെ പരിപാടി. ഞാൻ ചോദിച്ചല്ലേ, അത് എന്താ ഇഷ്യൂ പറഞ്ഞത്? ട്രാക്കിന്റെ എന്തോ ഇഷ്യൂ പറഞ്ഞില്ലേ, ട്രെയിലറിന്റെ? അതന്നെ. അപ്പൊ അതിന്റെ ആ ടാങ്ക്സ് ഒക്കെ റിപ്പയറിന് വരാറുണ്ട്. സെയിം ടൈം എനിക്ക് പാരലലി പ്രോജക്ട്സും പോകുന്നുണ്ടാവും. ഈ ടാങ്ക് ഇൻസ്റ്റാളേഷൻ അല്ലെങ്കിൽ ഈ ഫാബ്രിക്കേഷൻ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പോകുന്നുണ്ടാവും. പക്ഷെ ഇതൊന്നും വലിയ ലോങ് ഡ്യൂറേഷൻ പ്രോജക്ട്സ് അല്ല. അപ്പൊ ഒരു പ്രൊജക്ട് എന്ന് വെച്ചാൽ മാക്സിമം ഒരു 1 month അത്ര ഉണ്ടാവുള്ളൂ. അങ്ങനെ ചെറിയ ചെറിയ ഇൻസ്റ്റാളേഷന്റെ കാര്യങ്ങളും അങ്ങനത്തെ സൊല്യൂഷൻ പ്രൊവൈഡിങ് അങ്ങനെയൊക്കെയാണ്. അതെ, ഓൾമോസ്റ്റ് ഫാബ്രിക്കേഷൻ പിന്നെ മെയിൻ്റെനൻസും വരും. മനസ്സിലായി. അതാകുമ്പോൾ മൊത്തം നിങ്ങൾ ഫാബ്രിക്കേഷൻ ഇൻസ്റ്റാളേഷൻ 2 WBS ആയിട്ട് ചെയ്യേണ്ടി വരും നിങ്ങളെ വർക്ക്. ഫാബ്രിക്കേഷന് ഒരു WBS-ഉം അതിന്റെ ഇൻസ്റ്റാളേഷൻ രണ്ടാമത്തെ WBS കൊടുത്തിട്ട്, ഇപ്പൊ ഇൻസ്റ്റാളേഷൻ ഇന്ന ഡേറ്റിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും അതിൽ ഇൻസ്റ്റാളേഷൻ ഇത്ര ആക്ടിവിറ്റീസ് ഉണ്ടാവും, അത് ലിസ്റ്റ് ഔട്ട് ചെയ്യുക, അതിന് എത്ര ഡ്യൂറേഷൻ വേണം, അത് ഓരോന്ന് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് സീക്വൻസ് ചെയ്യണം. പിന്നെ അതേമാതിരി ഫാബ്രിക്കേഷനിൽ വരുമ്പോൾ മെറ്റീരിയൽ പർച്ചേസ്, എഞ്ചിനീയറിങ്, അതിന്റെ പിന്നെ പ്രൊക്യൂർമെന്റ്, മെറ്റീരിയൽ റെഡിനെസ്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഫാബ്രിക്കേഷൻ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. ഓരോ ആക്ടിവിറ്റീസിനും എത്ര ഡ്യൂറേഷൻ വേണം. അതിൽ NDT വരും. NDT എങ്ങനെയാണ്, പിന്നെ ഫൈനൽ പെയിന്റിങ്, കോട്ടിങ് കാര്യങ്ങൾ കഴിഞ്ഞാൽ അതിന് ഇത്ര ദിവസം വേണമെന്നില്ല, ഓരോ ആക്ടിവിറ്റീസും ലിസ്റ്റ് ഔട്ട് ചെയ്യുക. എന്നിട്ട് ഒരു ഷെഡ്യൂൾ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു ബേസ് ലൈൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഒരു മാസത്തെ ഷെഡ്യൂൾ ആക്കി കഴിഞ്ഞാൽ എവിടെയാണ് പ്രൊജക്ട് ഓരോ ആക്ടിവിറ്റീസ് എവിടെയാണ് നിൽക്കുന്നത്, എത്ര ഡിലേ ഉണ്ട്, എവിടെയാണ് ഡിലേ എന്നുള്ളതൊക്കെ നമുക്ക് ഡെയിലി മോണിറ്റർ ചെയ്യാൻ, ഈസിയായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ.
എന്നിട്ട് എനിക്ക് ഇതിന്ന് പ്ലാനിങ് എഞ്ചിനീയറിൽ സ്വിച്ച് ചെയ്യാൻ പറ്റൂല ഇപ്പൊ നമ്മൾ ഈ ഒരു ഫീൽഡിൽ തന്നെ? പറ്റും. ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വർക്ക് ഒന്നും കൂടി പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ അപ്പൊ ഓക്കെ ആക്ച്വലി ഓക്കെ. ഇത്രയും വർക്കുകൾ ചെയ്യുന്നത് അവിടെ ഷെഡ്യൂളിങ് ചെയ്യുന്നില്ലേ? ഇല്ല, ഇപ്പോ ഇവിടെ അങ്ങനെ ഷെഡ്യൂളിങ് കാര്യങ്ങളൊന്നുമില്ല. അതായത് ഇവിടെ ആക്ച്വലി ഒരു മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. പിന്നെ ഇവിടെ ഒരു ഡെഡിക്കേറ്റഡ് പ്രൊജക്ട് ടീം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ ചെയ്യേണ്ടി ശരിക്കും ഇത് വരുന്നത്. മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു സംഗതിയാണ്. പ്രത്യേകിച്ച് ഷോർട്ട് ടേം വർക്കൊക്കെ ആയതുകൊണ്ട് മസ്റ്റ് ആയിട്ട് ഷെഡ്യൂളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സംഗതിയാണ്. അതെ ഈ പറഞ്ഞ നമ്മളെ ഷട്ട് ഡൗൺ വർക്ക് പോലെയാണ് നിങ്ങളെ വർക്ക് തോന്നുന്നുണ്ട്. ഷട്ട് ഡൗൺ വർക്ക് പറഞ്ഞാൽ അതെ അറിയാലോ, അതെ അതെ. ലൈവ് പ്ലാന്റ് ഒരു ടൈം പീരീഡ് ഉണ്ടാവും, ഷോർട്ട് ടേം അതിനകത്ത് നമ്മൾ പ്ലാന്റ് ഓടിക്കണം. അതെ ഐസൊലേറ്റ് ചെയ്തിട്ട് ആ പാർട്ട് ചെയ്യുന്നതാണ്, മെയിൻ്റെനൻസ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ലൈവ് അതേപോലെ പ്ലാന്റിന് തന്നെ അകത്താണ് ഇത് ചെയ്യുക ഷട്ട് ഡൗൺ അതെ അതെ. ഒരു പാർട്ട്. അപ്പൊ അത് പെർട്ടിക്കുലർ അപ്പൊ ടൈം നമ്മൾ ഈ പീരീഡ് ഉണ്ടാവും. കോഴ്സിന്റെ ഫീയും അതെ അതെ, കോഴ്സിന്റെ ഫീയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പറഞ്ഞു തന്നെ. പേഴ്സണൽ കാര്യങ്ങളൊക്കെ മെസ്സേജ് അയച്ചാൽ മതി. അതിന്റെ കോഴ്സ് സിലബസും ഡീറ്റെയിൽ ഫീ ഒക്കെ ഞാൻ അതിൽ പേഴ്സണൽ ആയിട്ട് താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഇനിയും കോഴ്സിന്റെ ഡീറ്റെയിൽ മാത്രം ചോദിക്കരുത്. ഞാൻ മാക്സിമം ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി കോഴ്സ് ഫീ സിലബസും കാര്യങ്ങളും ചോദിക്കാൻ മെസ്സേജ് അയച്ചാൽ മതി. ഞാനത് നിങ്ങൾക്ക് അതിൽ പറഞ്ഞുതരാം. അതിന്റെ ഫീയും സിലബസും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെ പറഞ്ഞുതരാം. ബാക്കി എല്ലാ ഡോക്ടറുകളും ഇപ്പൊ ചോദിക്കും. എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ യാസിൻ. ഞാൻ സിലബസ് ഓക്കെ ഓക്കെ, ഫീയും പറഞ്ഞു. താങ്ക് യു താങ്ക് യു. അത് പ്രൈമറി MS പ്രൊജക്ട് എക്സലും ഒക്കെ ഉണ്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഏത് വേണം എന്നുള്ളതൊക്കെ നോക്കിയിട്ട് നമ്മൾ സംസാരിച്ചിട്ട് നമുക്ക് അത് ഫൈനലൈസ് ആക്കാം. ഓരോരുത്തരോടും കൂടിയേ പറയും. എല്ലാവർക്കും എല്ലാം വേണ്ടി വരില്ലല്ലോ, അതുകൊണ്ടാണ്. വേറെ അനുജി ചോദിച്ചു. ഹലോ. ഞാൻ മെക്കാനിക്കലാണ്, ബിടെക് മെക്കാനിക്കൽ കഴിഞ്ഞതാണ്. സൗദിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അറാംകോ ആയിരുന്നു. പിന്നെ ഇപ്പോ സാസ് ഒമാനിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഞാൻ കൂടുതലും സൈറ്റാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഓഫീസ് വൈസ് ഞാൻ പോയിട്ടില്ല, എല്ലാം സൈറ്റിൽ തന്നെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്കിത് സ്വിച്ച് ചെയ്യണമെന്നുണ്ട് പ്ലാനിങ്ങിലേക്ക്. ഓയിൽ ആൻഡ് ഗ്യാസ് ആണ് ഞങ്ങളുടെ ഫുൾ ഫീൽഡ്, ഓയിൽ ആൻഡ് ഗ്യാസ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ചെക്ക് ചെയ്യുന്നതും ബ്ലാസ്റ്റിംഗ്, പെയിന്റിങ്, മെയിൻ്റെനൻസ് അല്ല, ഇപ്പൊ ഫ്ലോ ലൈൻ്റെ കൺസ്ട്രക്ഷൻ ആണ്. ഓക്സിഡന്റിൽ ഒമാനിൽ ഇന്റീരിയറിലാണ് വർക്ക് ചെയ്യുന്നത്. അതൊക്കെ സൈറ്റാണ് കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ എനിക്കിത് സ്വിച്ച് ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ്. അല്ല, ഓർപ്പിക്കല്ല, ഓക്സിഡന്റിൽ ഒമാനിന്ന് പറഞ്ഞിട്ട് ഫ്ലോ ലൈൻസ് ഉണ്ട്. അതിന് മുമ്പ് അറാംകോയിൽ നമ്മുടെ ടാങ്ക് മെയിൻ്റെനൻസും ചെയ്തിട്ടുണ്ട്, സൗദിയിൽ ജിദ്ദയിലെ യാമ്പൂരിൽ. ഇത് പൈപ്പ് ലൈൻ ആണ്. ഫ്ലോ ലൈൻസ് എന്ന് പറഞ്ഞാൽ പൈപ്പ് ലൈൻ ആണ്. വെള്ളിയിൽ നിന്ന് നമ്മൾ പൈപ്പ് ലൈൻസ് ഇടുന്നത്. പക്ഷെ ഞാൻ കൂടുതൽ ഇവിടെ ഫാബ്രിക്കേഷൻ യാർഡിലൊക്കെയാണ്. ഇത് പ്രോസസ് എന്ന് പറയാൻ പറ്റില്ല. വെൽ ഹെഡിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് ഹെഡറിലേക്ക് കണക്ട് ചെയ്യുന്ന പൈപ്പ് ലൈൻസ് ആണ് ഫ്ലോ ലൈൻസ് എന്നാണ് പറയുന്നത്. അതും എനിക്ക് തോന്നുന്നു ഫാബ്രിക്കേഷൻ ആയിരിക്കൂലേ? ഫുൾ ഫാബ്രിക്കേഷൻ ആണ്. നമുക്ക് ഫുൾ ഫാബ്രിക്കേഷൻ, രണ്ട് ആക്ടിവിറ്റിയെ മെയിൻ ആയിട്ടുള്ളൂ. ഒന്ന് സിവിലിന്റെ, പിന്നെ രണ്ടാമത് ഫുൾ ഫാബ്രിക്കേഷൻസ്. നമ്മുടെ പൈപ്പ് ലൈൻസ് ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ ചില ഏരിയസിൽ നമുക്ക് കോട്ടഡ് വേണ്ടി വരും. അപ്പം കോട്ടഡ് ബ്ലാസ്റ്റിംഗ്, പെയിന്റിങ്, അപ്പൊ അതിന്റെ യാർഡൊക്കെ ഞാനാണ് ഇപ്പൊ നോക്കും. ഫുൾ ഫാബ്രിക്കേഷൻ ഇതല്ല, ജോയിന്റ് വെൽഡിങ്. പിന്നെ ഒരു ഷട്ട് ഡൗണും ചെയ്തിട്ടുണ്ട് ഇവിടെ ഒമാനിൽ. വാലയിൽ ഒരു സ്റ്റീൽ പ്ലാന്റ് ഷട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിലും മെക്കാനിക്കലിൽ ഒരു എക്സിക്യൂഷൻ ലെവലിലായിരുന്നു. എല്ലാം നമ്മുടെ PTW വർക്ക് പെർമിറ്റ് ആ ലെവലിലാണ് വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഒന്ന് ഹയറിലേക്ക് നോക്കണമെന്നുണ്ട്. ഉണ്ടോ? വാലയിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ? ഓക്കെ. ടോക്കോ ശരിയാണ്. കാരണം ടോക്കോ ആണ് ഫുള്ള് പ്ലാനിങ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഷട്ട് ഡൗൺ ചെയ്യുമ്പോഴും ടോക്കോ AOTC എന്ന് പറഞ്ഞ കമ്പനിയായിരുന്നു. ഓക്കെ. ടോക്കോ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ പോയി. ടോക്കോ ഈ ഫീൽഡിൽ നിന്ന് പോയി, ഇപ്പൊ ഇവിടുത്തെ സഫ ഫീൽഡിൽ നിന്ന് പോയി. ഇപ്പൊ ഒമാനി കമ്പനി അവർ ഒമാൻ എടുത്തു. അറേബ്യൻ അവർ എടുത്തപ്പോ പിന്നെ ഭയങ്കര സ്റ്റാൻഡേർഡ് ഒക്കെ ഒന്ന് കുറഞ്ഞു അവരുടെ. ഓക്കെ. അപ്പൊ എനിക്കൊന്ന് സ്വിച്ച് ചെയ്യണമെന്നുണ്ട്. കാരണം നമ്മൾ ഈ ഇങ്ങനെ ഇവിടുത്തെ ഒരു റോൾ എന്ന് പറയുമ്പോൾ അറിയാലോ, സൈറ്റ് ഓക്കെ. അപ്പൊ എനിക്ക് എന്തായാലും സൈറ്റ് വൈസ് ഡെയിലി 1 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാൻ കുഴപ്പമില്ല. അപ്പൊ എനിക്കൊന്നും എല്ലാം പണ്ടേ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ടൈം കിട്ടിയില്ല. ഇപ്പൊ ചെയ്യാൻ പറ്റില്ല, അപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ.
ഓക്കെ. അപ്പൊ ഞാൻ കോൺടാക്ട് ചെയ്യാം പേഴ്സണലി, എന്നിട്ട് എനിക്ക് എന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ജോയിൻ ഞാൻ ചെയ്യാം. അയച്ചുതരാം, അതിന്റെ പോസ്റ്റ് സിലബസ് ഞങ്ങൾക്ക് അയച്ചുതരാം. സിലബസും കാര്യങ്ങളൊക്കെ ഒന്ന് അയച്ചു തന്നാൽ മതി. വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ലീവ് ചെയ്യാലോ, കുഴപ്പമില്ലല്ലോ. ഇല്ലല്ല കുഴപ്പമില്ല. നിങ്ങൾ എന്താ പഠിച്ചു കഴിഞ്ഞാൽ? ഞാൻ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് കംപ്ലീറ്റ്. ബിടെക് അല്ലേ? ബിടെക് കഴിഞ്ഞ് 4 years എക്സ്പീരിയൻസ് ഉണ്ട് ടോട്ടൽ, ഫുൾ ഓയിൽ ആൻഡ് ഗ്യാസ് ആണ്. ഞാൻ കാണിച്ച 4 ആൾക്കാർ പ്ലേസ്മെന്റ്, ഒരാള് പെർമിറ്റ് ഹോൾഡർ ആണ്. ഓക്കെ. പെർമിറ്റ് ഹോൾഡിംഗ് ഉണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പെർമിറ്റ് ഹോൾഡിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഫോർമാൻ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ സൂപ്പർവൈസർ ആണ്. അബുദാബിയിൽ ക്യൂക്കോൺ അറിയാം, ഷട്ട് ഡൗൺ കൂടുതൽ ചെയ്യുന്നതാണ്, അറിയാം. പ്ലാനിങ്ങിൽ കയറിയിട്ടുണ്ട്. എനിക്ക് സ്വിച്ച് ചെയ്യാനൊരു ടൈപ്പ്, കാരണം എന്താ വെച്ചാൽ ഇനിയൊരു ടൈം കിട്ടില്ല, ഓൾറെഡി 4 year പോയി. 2020 ആണ് പാസ് ഔട്ട്, അതുകൊണ്ടാണ്. അഡീഷണൽ സ്കില്ല് വേറെ സ്റ്റുഡൻസ് ഉണ്ട്. ചില ആൾക്കാർ ഇപ്പോൾ ക്യൂസി റോളിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്, ഓൾറെഡി സെറ്റ് എസ്റ്റാബ്ലിഷ് ആയി 10 കൊല്ലം. അവരോട് അവർക്ക് പഠിക്കാൻ പഠിച്ചോളൂ, 2 CV മെയിൻറ്റെയിൻ ചെയ്തോളൂ. നമുക്ക് പ്ലാനിങ്ങിന് ഒരു CV മെയിൻറ്റെയിൻ ചെയ്തോ, ക്യൂസിക്ക് മാനേജ് ചെയ്തോ, ഒരു ഡോറും കൂടി ഓപ്പൺ ആയി. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇപ്പൊ ഒരു സ്വിച്ചിങ്ങിന്റെ ടൈമിൽ നിൽക്കുകയാണ്, അതുകൊണ്ടാണ് ഞാനിപ്പോ ഒരു 1 month കഴിഞ്ഞാൽ വെക്കേഷൻ വരും. അപ്പൊ അതിന് മുമ്പ് ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ പക്ഷെ നമുക്ക് ഇവിടെ ക്യൂസിക്ക് എന്ന് പറയുമ്പോൾ ബ്ലാസ്റ്റിങ്ങിലായാലും പെയിന്റിങ്ങിലായാലും അല്ലെങ്കിൽ വെൽഡിങ്ങിലായാലും സ്പെഷ്യൽ കോഴ്സുകൾ ഉണ്ടല്ലോ, സീസും നെയ്സും ഒക്കെ. അപ്പൊ അതിലേക്കൊന്നും പോവാനായിട്ട് ഒരു ഇതില്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് വരാൻ വിചാരിച്ചത്. 3.1 എടുത്തിരുന്നല്ലേ? ഓക്കെ. ഞാൻ എനിക്കും അതെ, ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ കണ്ടിന്യൂസ് സെയിം ജോബ് തന്നെയാണ് ക്യൂസിക്ക്, അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം തോന്നുന്നത്. കണ്ടിന്യൂസ് ഇപ്പൊ നമുക്ക് ഡെയിലി എന്റെ ജോബ് സത്യം പറഞ്ഞാൽ നമുക്ക് അതിലൊരു എൻജോയ്മെന്റ് ഇല്ല പ്രൊഫഷനിൽ. അതുകൊണ്ടാണ് ഞാൻ അത് വിട്ടത്. നമുക്കറിയാലോ, CC 3.1 എടുക്കണമെന്നുണ്ടെങ്കിൽ 2 lakhs അബോ എനിക്ക് ഇപ്പൊ ഞാൻ നെയ്സ് ചെയ്യാന്ന് വിചാരിച്ചതാണ്. അപ്പൊ അത് 1ഉം 2നും കൂടി 6 lakh പോകും. അത് മാത്രമല്ല സെയിം വർക്കാണ്. ഞാൻ ഡെയിലി ഇപ്പൊ അറാബിക്കിലുണ്ടായിരുന്നു. ഓക്കെ. ഞാൻ ആംബൂലായിരുന്നു, തൊട്ടപ്പുറത്തായിരുന്നു. ഈ ആംബൂലും ജിദ്ദയിലും വർക്ക് ചെയ്തിട്ട്. ഓക്കെ. ഞാൻ അറേബ്യൻ ഫാൽ എന്ന് പറഞ്ഞൊരു കമ്പനിയായിരുന്നു. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ്, അതുകൊണ്ട് സ്വിച്ച് ചെയ്യുന്നുണ്ട്. ക്യൂസി എനിക്ക് ഒട്ടും ഡെയിലി സെയിം വർക്ക് ആയതുകൊണ്ട് ഒരു ഇഷ്യൂ ഉണ്ട്. നമ്മൾ ഡെയിലി RFI റേസ് ചെയ്യുന്നതാണ് ഇവിടെ, മെക്കാനിക്കൽ RFI. ഓക്കെ. അപ്പോ താങ്ക് യു സാർ, ഞാനപ്പോ പോവാണ്. വേറെ ഇതൊന്നും ഇല്ലെങ്കിൽ ഞാൻ കോൺടാക്ട് ചെയ്തോളാം പേഴ്സണൽ ആയിട്ട്. താങ്ക് യു. ചോദിക്കാനുണ്ടോ? ശ്രീഹരി ചോദിച്ചോ. സാർ, ഞാനിവിടെ സൗദി അറേബ്യയിലെ ഒരു കമ്പനിയിൽ സേഫ്റ്റി ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കുറെ കാലം ഞാൻ വിചാരിക്കുന്നു പ്ലാനിങ്ങിലായിട്ട് മാറണമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഇപ്പോഴാണ് പറ്റിയത്. ഞാൻ ഷട്ട് ഡൗൺ 2 പ്രാവശ്യം പോയി വന്നേ ഉള്ളൂ. എനിക്കിപ്പോ എങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ശരിയാവുമെന്ന് അറിയില്ല. കാരണം 3-4 കൊല്ലം ഏതാണ്ട് ഞാൻ ക്വാളിറ്റി സേഫ്റ്റി ആയിട്ട് മാറി വർക്ക് ചെയ്യായിരുന്നു. ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ബാംഗ്ലൂർ ചെറിയ കമ്പനിയിൽ ഒരു QMS ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ സേഫ്റ്റി വർക്ക് ചെയ്തു. എനിക്ക് പ്ലാനിങ്ങിലോട്ട് സ്വിച്ച് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നെബോഷൊക്കെ എടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല. ഈ പറഞ്ഞ നേരത്തെ പെർമിറ്റ് ഹോൾഡർ പറഞ്ഞ പോലെ തന്നെയാണ് സേഫ്റ്റി. ഏകദേശം അതേ റോളിൽ തന്നെയാണല്ലോ നിൽക്കുന്നത്. പെർമിറ്റ് ഹോൾഡർ കൊടുക്കുന്ന സേഫ്റ്റിയും പെർമിറ്റ് ഹോൾഡറൊക്കെ സൈറ്റിൽ വർക്കിനെ കുറിച്ച് ധാരണ ഉണ്ടാവുമല്ലോ, എന്തൊക്കെ സേഫ്റ്റി റിക്വയർമെന്റ്സ് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ വർക്ക് എന്ത് ജോബ് നേച്ചർ നോക്കിയിട്ടാണല്ലോ നിങ്ങൾ സേഫ്റ്റി പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, അല്ലേ? അതെ. നിങ്ങൾക്ക് വർക്കിനെ കുറിച്ച് ഓൾറെഡി നല്ല നോളജ് ഉണ്ട്. അതന്നെയാണ് നിങ്ങളെ പ്ലസ് പോയിന്റ്. അത് നിങ്ങൾ ട്യൂൺ ചെയ്താൽ മതി. ആ നോളജ് വർക്കിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ സൈറ്റിൽ എക്സ്പീരിയൻസ് ഉണ്ട്. പ്ലാനിങ് എഞ്ചിനീയർ ആക്കിയാൽ മതി. ഇതേ സൊല്യൂഷൻ തന്നെ നിൽക്കും. ഓക്കെ സാർ. ഹലോ സാർ. ഞാൻ നേരത്തെ പറഞ്ഞ, ഞാൻ നേരത്തെ വർക്ക് ചെയ്ത പ്രൊഡക്ഷനിലായിരുന്നു എന്റെ ഡിപ്പാർട്ട്മെന്റിൽ. അപ്പൊ ഞാനൊരു 1 year ആയിട്ട് എനിക്ക് ആ ഒരു ഫീൽഡ് ഞാൻ മാറി. ഇപ്പൊ ഞാൻ കറന്റ് ആപ്ലിക്കേഷൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ്. ലൈക്ക് ഈ മെയിൻ്റെനൻസ് ടീമിനൊക്കെ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് SKF-ൽ. അപ്പൊ എനിക്കിപ്പോ കറന്റ് വന്ന് പ്രൊഡക്ഷനിലേക്ക് ട്രെയിനിലേക്ക് പോകാനായിട്ടാണ് ഇതിലോട്ട് വന്നത്. അപ്പൊ അതെനിക്ക് പോസിബിൾ ആയിരിക്കില്ല.
ചോദിച്ചത്? അല്ല, എനിക്കിപ്പോ കറന്റ് നേരത്തെ പ്രൊഡക്ഷൻ സൂപ്പർവൈസർ റോളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആ ആ ആ അപ്പൊ അതല്ലാതെ എന്തിന്റെ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ? പ്ലാൻ ഞങ്ങൾക്ക് HVAC യൂണിറ്റ്സ്, എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ്സ്, അതിന്റെ ഡാമ്പർ യൂണിറ്റ്സ്, അതിന്റെ ആയിരുന്നു. അതിന്റെ അപ്പൊ പ്രൊഡക്ഷൻ എനിക്ക് ആയിരുന്നു വേറൊരു AHUവിന്റെ അതിന്റെ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ആയിരുന്നു. AHUവിന്റെ പ്രൊഡക്ഷൻ ആയിരുന്നു. ഓക്കെ ഓക്കെ, ഇതിനെയും ഞാനിപ്പോ GCSിലേക്ക് ട്രൈ ചെയ്യാനായിട്ടാണ് ഈ പ്ലാനിങ് എഞ്ചിനീയർ പ്രൊഡക്ഷൻ പ്ലാനർ എന്ന രീതിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടായിരുന്നു. ബിടെക് ഏതാ? ഞാൻ BTech മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ. ഓക്കെ ഓക്കെ, അതൊന്നും പ്രശ്നമില്ലാത്ത കാര്യം. ഇപ്പൊ എത്ര വർഷം എക്സ്പീരിയൻസ്? ടോട്ടൽ ഇയർ ഓഫ് എക്സ്പീരിയൻസ് 3.5 പ്ലസ് ഉണ്ട്. നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒന്നുകിൽ ഈ പറഞ്ഞ വലിയ പ്രൊഡക്ഷൻ പ്ലാനിൽ പ്രൊഡക്ഷൻ പ്ലാനർ ആയിട്ട് പോവാം, പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്തുകൊണ്ട് ഈ ഇതിന്റെ ഒക്കെ. അതല്ല MEP പ്ലാനർ ആയിട്ട് പോവാം. MEP പ്ലാനർ ഒരു ഓപ്ഷൻ ഉണ്ട്, ഞങ്ങൾക്ക് നേരത്തെ ചോദിക്കാറുണ്ട്. അതില് MEP പ്ലാനർ ആയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് പോവാം, കുറച്ചും കൂടി ഗ്രിപ്പ് ഉണ്ടാവും. MEP പ്ലാനിങ്ങിന്റെ ഇതിൽ ഒരുപാട് വേക്കൻസി വരാറുണ്ട്. അപ്പൊ ഇത് സെയിം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ്. MEPയിൽ ഇപ്പൊ നമുക്ക് HVACൽ വരുമ്പോ അവിടെ HU റൂംസ്, അതിൽ HUs ഇൻസ്റ്റാളേഷൻ, FCUs, ഡക്റ്റിങ്, ചില്ലർ പൈപ്പിങ്, പിന്നെ RFU അല്ലേ പുതിയത് വരുന്ന ഒരു ചില്ലർ യൂണിറ്റ് ഉണ്ടല്ലോ പുതിയ, ഇപ്പൊ അധികം വരുന്നുണ്ടല്ലോ ഈ ചില്ലറൊന്നും ഇല്ലാത്ത സിസ്റ്റം ഒക്കെ വരുന്നുണ്ടല്ലോ FCU രീതിയിലൊക്കെ. നമ്മുടെ FCU മാത്രം സെർച്ച് ചെയ്തിട്ടുള്ളൂ. MEP ആവുമ്പോൾ MEP ഇല്ലാത്ത കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് ഇല്ല. അപ്പാർട്ട്മെന്റ് ഇൻഫ്രാസ്ട്രക്ചറിലൊന്നും AC നിർബന്ധമാണല്ലോ. MEP എഞ്ചിനീയർ ഒക്കെ ഇഷ്ടം ഉണ്ടാവും. MEP നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, അല്ല ഞാനിപ്പോ കറന്റ് വർക്ക് ചെയ്യുന്നത് മാറിയായിരുന്നു അവിടെ, അത് കുഴപ്പമായിരിക്കും? അതൊന്നും കുഴപ്പമില്ല. അത് നിങ്ങൾ ഈ കാര്യം നിങ്ങൾക്ക് സ്കോപ്പ് ഒന്ന് ക്ലിയർ ആയിട്ട് ഗ്രിപ്പില്ല ഏരിയയിൽ നിങ്ങൾ സ്കോപ്പ് ഒന്ന് ക്ലിയർ ആക്കുക. എന്നിട്ട് നമ്മൾ സോഫ്റ്റ്വെയർ സ്കില്ല് എടുത്തിട്ട് നിങ്ങൾ അങ്ങനെ ഇപ്പം ഇല്ല കാര്യങ്ങളുടെ ഷെഡ്യൂള് ഒന്ന് പ്രിപ്പയർ ചെയ്യാം. മനസ്സിലായോ? HVACന്റെ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുക, ACന്റെ ഷെഡ്യൂൾ, MEPന്റെ ഷെഡ്യൂള്, അതിലെന്തൊക്കെയാണ് വരുന്നത് നിങ്ങൾക്ക് കാര്യങ്ങൾ. അത് ഇങ്ങനത്തെ ഒരു സാമ്പിൾ പ്രൊജക്ട് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഒരു MEP പ്ലാനർ ആയിട്ടൊക്കെ നമുക്ക് നല്ല ഷൈൻ ചെയ്യാൻ പറ്റും. നിങ്ങളെ യൂണീക്നെസ്, നിങ്ങൾക്ക് എല്ലാ റോളും ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് ആൾറെഡി ഈ പ്രൊഡക്ഷനിൽ ഉണ്ടായതുകൊണ്ട് കുറച്ചും കൂടി നിങ്ങൾക്ക് അതിനായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. കൂടുതൽ കണ്ടിട്ടുണ്ടാവുക അതായിരിക്കുമല്ലോ. ഞാൻ പറഞ്ഞു ആക്ച്വലി നിങ്ങൾക്ക് ഏത് റോളിലും മാറാൻ പറ്റും. അതിനെ കുറിച്ച് സ്കോപ്പ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് റോളിലും മാറാൻ പറ്റും. ഏത് റോൾ മറക്കണം. പ്ലാനിങ് എഞ്ചിനീയർ കോമൺ റോളാണ്. പെർട്ടിക്കുലർ ഇതിൽ നിൽക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് MEPന്റെ ഇത് വരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് അപ്പാർട്ട്മെന്റ്, ഹൈറൈസ് ബിൽഡിങ്, പിന്നെ ഈ റെസിഡൻഷ്യൽ പ്രോജക്റ്റുകൾ, ഹൈ എൻഡ് റെസിഡൻഷ്യൽ പ്രോജക്റ്റ്. അപ്പൊ അതിലൊക്കെ നമുക്ക് മൾട്ടിപ്പിൾ കോൺട്രാക്ടേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ്, കോൺട്രാക്ടേഴ്സ് ഉണ്ടാവും. ഇലക്ട്രിക്കല്, ELV, പിന്നെ പ്ലംബിങ്, ഫയർ, HVAC, പിന്നെ അതർ സർവീസസ് ഉണ്ട്, BMS, ഓട്ടോമേഷൻ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ ഒരു പ്ലാനിങ് എഞ്ചിനീയർ എന്ന ഒരു വിശാലമായ ഒരു ലോകമാണ്. നമ്മൾ ഇതിൽ മാത്രം നിൽക്കേണ്ട ആവശ്യമില്ല. MEP നോക്കുമ്പോൾ ഇത്രത്തോളം ഉണ്ട്. അപ്പം അത് നോക്കണം. അറ്റ് ദ സെയിം ടൈം നമുക്ക് ക്ലിയറൻസ് കിട്ടണം, സിവിലിന്റെ ക്ലിയറൻസ് കിട്ടണം. അപ്പോൾ സിവിൽ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാകണം. സ്ട്രക്ചറൽ, പ്ലാസ്റ്ററിങ് കാര്യങ്ങൾ, മേസൺറി കാര്യങ്ങൾ ഒക്കെ കഴിയണം. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടാവണം. അങ്ങനെ നോക്കുമ്പോൾ ഓവറോൾ പ്രൊജക്റ്റിന്റെ നമുക്ക് ഒരു ഐഡിയ കിട്ടും. അങ്ങനെയാണ് നമ്മൾ പ്രൊജക്റ്റ് പ്ലാൻ ചെയ്യേണ്ടതും ഷെഡ്യൂൾ ചെയ്യേണ്ടതും ഫുൾ ചെയ്യേണ്ടതും. പ്രൊജക്റ്റ് വലിയ പ്രൊജക്റ്റിലൊക്കെ ഒരു പ്ലാനിങ് എഞ്ചിനീയർ അല്ല ഉണ്ടാവാം. അവിടെ MEP പ്ലാനറായിട്ട് വേറെ ഉണ്ടാവും, സിവിൽ പ്ലാനർ വേറെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഏരിയക്ക് ഒരു പ്ലാനർ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചില പ്രൊജക്റ്റ് MEP പ്ലാനർ റിക്വയർഡ് പറഞ്ഞിട്ട് തന്നെ വരാറുണ്ട്. അങ്ങനത്തെ പൊസിഷനിലൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി കോൺഫിഡന്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ സാർ. Anyone else? എല്ലാവരും വിവേക്, യാസ്, ശങ്കർ, റോണി, ജോയ്, ഓക്കെ, ആൾമോസ്റ്റ് എല്ലാവരും കവർ ആയല്ലോ അല്ലേ?
അപ്പോൾ നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം സെഷൻ. ഓൾമോസ്റ്റ് 2 hours ആയി. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു റിവ്യൂ എന്ന് പറയാം ഇന്നത്തെ സെഷൻ ഒന്നുകൂടി പറയുകയാണെങ്കിൽ നമുക്കൊരു സന്തോഷമായിരുന്നു. എല്ലാവരും ഒന്ന് റിവ്യൂ പറയുകയാണെങ്കിൽ സെഷന് ഓരോരുത്തർ പറയുകയാണെങ്കിൽ മുഹമ്മദ് പറയാം. റിവ്യൂ പറയുകയാണെങ്കിൽ സാറേ ഞാൻ ഇപ്പൊ കുറച്ച് നേരം ബ്രേക്ക് ആയിട്ടുള്ളത് എന്തോ പറഞ്ഞത് കേട്ടില്ലായിരുന്നു. അല്ല ഇന്നത്തെ വെബിനാർ കേട്ടിട്ട് ഇപ്പൊ 1-2 മണിക്കൂർ നമ്മൾ വെബിനാർ അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഇന്നത്തെ വർത്തായിനോ, എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ പറ്റിയോ, എന്തെങ്കിലും കാര്യങ്ങൾ ജസ്റ്റ് ഒരു ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് പറയുകയാണെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു ലെവലിക്ക് എനിക്ക് ഇങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു സപ്പോർട്ട് ഇതിൽ നിന്ന് കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നത്തെ വെബിനാർ ഓക്കെ ആയില്ല? ഓ വെബിനാർ 100% ഓക്കെയാണ് സാർ. ജെറി ജയമോൻ ഹായ് സാർ, ആക്ച്വലി വെർത്തായിരുന്നു. ഞാനാണെങ്കിലും ചോദിക്കാൻ വേണ്ടിയിരുന്ന ക്വസ്റ്റ്യൻസ് ഓൾറെഡി ചോദിച്ചായിരുന്നു. കാരണം എനിക്കൊരു ജോബ് സ്വിച്ച് ആയിരുന്നു വേണ്ടത്. അപ്പോൾ എൻ്റെ ഡൗട്ട്സ് ഒക്കെ ഓൾറെഡി ക്ലിയർ ആയിരുന്നു. സോ അതായിരുന്നു ഞാൻ പിന്നെ ചോദിക്കാഞ്ഞത്. കംപ്ലീറ്റ്ലി ഓർത്തായിരുന്നു സാർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു, നല്ലൊരു വെബിനാർ ആയിരുന്നു. സാർ എനിക്ക് വെറുതായിരുന്നു, അതുകൊണ്ടാണ് ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആയി. ഇപ്പൊ തന്നെ ഞാൻ ഇൻട്രസ്റ്റഡ് ആണ്. സർ മറ്റേ പ്ലാനിങ്ങിൻ്റെ ആസ്പെക്ട്സ്, കരിയർ പ്രോസ്പെക്റ്റ്, പിന്നെ സാലറി സ്ട്രക്ചർ അതെല്ലാം കവർ ചെയ്തൊരു ഇൻഫോർമേറ്റീവ് ഒരു ക്ലാസ് ആയിരുന്നു. ഇതിൽ ഇപ്പോൾ നിലവിൽ ഈ പ്രൈമവേര P6 നമ്മൾ പഠിച്ചാൽ നമുക്ക് ഫ്യൂച്ചറിൽ ഒരു സ്കോപ്പ് ഉണ്ടെന്ന് നമുക്ക് ഇങ്ങനെ അറിയാൻ പറ്റി. ചോദ്യമാണോ? അല്ലല്ല സാർ, ഇത് റിവ്യൂ ആണ് സാർ. അറിയാൻ പറ്റി. അറിയാൻ പറ്റി. അതെ അതെ. ശങ്കർ സാർ നല്ലൊരു ക്ലാസ് ആയിരുന്നു. കുറെ ഇൻഫർമേഷൻ കിട്ടി. കൺഫ്യൂഷൻസ് ഒരുപാട് ഉണ്ടായിരുന്നു, അതും ക്ലാരിറ്റി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും ഉടനെ ജോയിൻ ചെയ്യുന്നുണ്ട്. സർ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. വളരെ എല്ലാ സംശയങ്ങൾക്കും സോൾവ് പറയാൻ ഈ പ്ലാനിങ് എഞ്ചിനീയറിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് എന്താണ് വർക്ക്, എന്താണ് പ്രൊസീജിയർ, എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റി. താങ്ക് യു. സാർ ടോട്ടലി പ്ലാനിങ് എഞ്ചിനീയറിംഗിനെ കുറിച്ച് ഒരു കംപ്ലീറ്റ് ഓവർവ്യൂ സാറിന്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടി. പിന്നെ നമ്മൾ ഈ ഡേ ടു ഡേ ചെയ്യുന്ന ആക്ടിവിറ്റീസ് തന്നെ ഒന്നുകൂടെ എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഇത് ഈ കോഴ്സ് നമുക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് സാർ. സോ എന്തായാലും മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. Okay sir, same to you. Okay sir, thank you sir. Okay.